Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna mitu moyal rasulu Dingah. Ashhadu anna mitu moyal rasulu Dingah. Hayya ala free thinking. Hayya ala free thinking. Hayya ala scientific temper. Ding. La ilaha illa Dingah. La ilaha illa Dingah. La ilaha illa Dingah. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് അയ്യൂബ് മൗലവിയും അതുപോലെ തന്നെ നമ്മളുടെ ജബ്ബാർ മാഷും തമ്മിൽ നടന്ന സംവാദം ഇന്നലെ നടന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലൈവ് റിയാക്ഷനൊക്കെ നമ്മൾ നടത്തിയിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഈ മലയാള മണ്ണിൽ എന്നല്ല, ലോകത്ത് ഏത് മണ്ണിലാണെങ്കിലും ഇസ്ലാമും എതിർവശത്ത് വേറെ ആരുമായിട്ടും ഒരു സംവാദം നടന്നാൽ സ്വാഭാവികമായിട്ടും അവിടെ മലക്കുകളെ ഇറക്കിക്കൊണ്ട് ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി അള്ളാഹു എന്ത് കളിയും കളിക്കും എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെയും അത് സംഭവിച്ചു എന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ആ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അള്ളാഹു നല്ല അടിപൊളി കളി കളിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ മുതൽ നമ്മൾ വീണ്ടും ആ പഴയ സാധനം കേട്ടു തുടങ്ങി. ഫയൽ 1 ജയിച്ചു എന്ന് പറയുന്ന ആ ഒരു സംഗതി. അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൻ്റെ ഒരു ഗൗരവം അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്നുള്ളത് അറിയാൻ വേണ്ടി ഒരു ചെറിയ സംഗതി, ഇന്നലെ എന്താണ് നടന്നത് എന്നതിൻ്റെ ഒരു ആകത്തുക അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷോർട്സ് ഞാനിവിടെ നിന്ന് പ്ലേ ചെയ്യാം. നമ്മുടെ തന്നെ സ്വന്തം ചാനലിൽ നമ്മളുടെ പുതിയ എഡിറ്റർ വളരെ മികച്ച രീതിയിൽ എഡിറ്റ് ചെയ്തുണ്ടാക്കുന്ന സംഗതികളാണ്. വലിയ ഒരു സഹായം തന്നെയാണ് കാര്യങ്ങൾ. സഹായമല്ല, ആ ഒരു എഫേർട്ട് അത് വലിയ തോതിൽ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ ഒരു സംഗതി ആളുകളിലേക്ക് എത്തിക്കാൻ വേറെ ആരും വലിയ തോതിൽ മെനക്കെടാത്ത സമയത്ത് നമുക്കെങ്കിലും അത് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടോടു കൂടി എന്നാലോചിക്കുമ്പോൾ ഒരു വലിയ ഒരു സന്തോഷം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആ വീഡിയോ എന്താണ് സംവാദത്തിൻ്റെ ആകത്തുക എന്ന് ചോദിച്ചാൽ അത് വളരെ ചുരുങ്ങിയ സെക്കൻഡുകൾ. മൂപ്പര് 2 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. നമുക്ക് 2 മിനിറ്റ് വേണ്ടി വന്നില്ല, 1 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല എന്നതാണ് നമ്മളുടെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് അത് നമുക്കൊന്ന് കേട്ട് കളയാം. മുസ്ലിങ്ങൾ ഖുർആനിനെ കാണുന്നത്, മാഷിൻ്റെ ഡയലോഗ് നോക്കൂ, വളരെ ഒരു ഉപകാരമില്ലാത്ത, ഒരു ക്വാളിറ്റി ഇല്ലാത്ത, ഒരു മൂല്യമില്ലാത്ത ഒരു സാധനം എന്നാണ്. ആണല്ലോ, ആ കാലഘട്ടത്തിൻ്റെ മൂല്യമെങ്കിലും ഉണ്ടാവില്ലേ? നിങ്ങൾ നോക്കൂ, ഒരു കാലഘട്ടത്തിലാണ് ഇതുണ്ടായെങ്കിൽ 7-ാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യന്മാർ അന്നുള്ളവരൊക്കെ മോശക്കാരായിരുന്നോ? ഓക്കെ, നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ അയ്യൂബ് മൗലവിക്ക് ഇട്ടിരിക്കുന്ന പേര് സെൽഫ് ഗോൾ മൗലവി എന്നാണ്. അതായത് നമ്മളെ പണിയൊക്കെ വളരെയധികം എളുപ്പാക്കിയെന്ന് മാത്രമല്ല, മൂപ്പരെ കെട്ടിയിറക്കി കൊണ്ടുവന്ന് നമ്മുടെ ആനമയിൽ ഒട്ടകം ടീമിൻ്റെ അമളികൾ പാളിച്ചകൾ എന്തൊക്കെയെന്ന് നാട്ടുകാർ ഇനി അറിയാൻ കിടക്കുന്നേ ഉള്ളൂ. ഇന്നലെ നമ്മൾ പറഞ്ഞു ഇതൊരു സ്ലോ പോയ്സണിങ് വേർഷൻ 2, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് നമ്മളുടെ ജബ്ബാർ മാഷും എം അക്ബറുമായിട്ട് നടന്ന സംവാദത്തിന് ശേഷം എങ്ങനെയാണോ കേരളക്കരയിൽ അല്ലെങ്കിൽ മലയാള മണ്ണിൽ വലിയ തോതിലുള്ള അലയൊലികൾ ഉണ്ടായത്,
സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഇമ്പാക്റ്റാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും അയ്യൂബ് മൗലവി എന്ന് തെരയും. നമ്മളെപ്പോഴും പറയാറുണ്ട് ദ ഡെഡ്ലിയസ്റ്റ് ടൂൾ ഈ ഒരു മേഖലയിൽ ഇസ്ലാം എന്ന് പറയുന്ന സംഗതിയെ തകർക്കാൻ പോകുന്ന ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ള ടൂൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ഇൻ്റർനെറ്റ് തന്നെയാണ്. ഇൻ്റർനെറ്റിൻ്റെ അൽഗോരിതം എന്ന് പറയുന്ന അൽഗോരിതം അങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, കാക്കാമാരുടെ ആണല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള സാധനം അത് എങ്ങനെയാണ് ഇവിടെ കളിക്കാൻ പോകണമെന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കാരണം സ്വാഭാവികമായിട്ടും ഈ സംവാദത്തെക്കുറിച്ച് നാട്ടുകാരെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഈ സംവാദം നടക്കുന്ന സമയത്ത് ലൈവ് സ്ട്രീം പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നത് നമ്മുടെ ആനമയിലൊട്ടകം ടീമിൻ്റെ ചാനലിലാണ്. എൻ്റെ ചാനലിൽ നമ്മൾ ഒരു ലൈവ് റിയാക്ഷൻ അവിടെ കൊടുത്തു. അതുകൂടാതെ 2 ചാനൽ ലിയാക്കത്തിൻ്റെ അതുപോലെ ജബ്ബാർ മാഷിൻ്റെ ചാനലിൽ അത് ലൈവ് ഉണ്ടായിരുന്നു. ഫേസ്ബുക്കിലുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും എല്ലാ ചാനലും എടുത്ത് നോക്കിയാൽ നമ്മളുടെയൊക്കെ എല്ലാ ചാനലുകളിലും കമ്പൈൻ ചെയ്തെടുത്താലുള്ള വ്യൂവേഴ്സിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നത് ഈ ആനമയിലൊട്ടകം ടീമിൻ്റെ ചാനലിൽ തന്നെയാണ്. അതായത് വിശ്വാസികളായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൂടുതൽ ചർച്ച ചെയ്യപ്പെടും. ഫയൽവാൻ ജയിച്ചു, ജബ്ബാർ മാഷെ താറടിച്ചു എന്നൊക്കെ പറഞ്ഞ് അവിടെ വലിയ തോതിൽ കൊട്ടിഘോഷിക്കപ്പെടുമ്പോൾ ഇനി എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും ആളുകൾ വന്നിട്ട് ഗൂഗിൾ എടുക്കുന്നു, യൂട്യൂബ് എടുക്കുന്നു, എന്നിട്ട് അവിടെയൊക്കെ ടൈപ്പ് ചെയ്യും അയ്യൂബ് മൗലവി ജബ്ബാർ സംവാദം അല്ലെങ്കിൽ ഡിബേറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് സെർച്ച് ചെയ്യും. അത് മാത്രമേ പിന്നെ ഓർമ്മയുണ്ടാവുള്ളൂ. ഇസ്ലാമിൻ്റെ കാര്യം അതോടുകൂടി കട്ടപ്പുകയാണ്. കാരണം ശരിയാണ്, നമ്മളുടെ സംവാദമൊക്കെ കാണും, അത് കണ്ട് അവർ കുറച്ച് കോൾമയർ കൊള്ളും, അതൊക്കെ ഉണ്ടാവും, അതിലൊന്നും ഒരു സംശയമില്ല. കാരണം അതിനുള്ള രീതിയിലാണല്ലോ ഇതിനകത്ത് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സംവാദത്തിൽ തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഇതിൽ പറയാൻ സമയപരിമിതി ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിശദമായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം എന്ന് നമ്മളുടെ ജബ്ബാർ പറയുന്നു. അപ്പോൾ അതുടനെ സംവാദത്തിന് വന്നിട്ട് ഇവിടെ പറയാതെ യൂട്യൂബിലിടാമെന്ന് പറയുന്ന ഒരു അങ്ങനെ ഓടി ഒളിച്ചു ജബ്ബാർ ഇതാണ് പറയുന്നത്. ഇതേ സംഗതി നമ്മളുടെ അയ്യൂബ് മൗലവി അവസാനം പറയുന്നുണ്ട്. സ്വത്തവകാശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെ എന്താണ് അയ്യൂബ് മൗലവി പറയുന്നത്? അതിനെക്കുറിച്ചൊരു വീഡിയോ ഉടനെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഉടനെ അത് വരും, ഇവിടെ അത് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ പറയാറുള്ള ആ ബർമുഡ ഉദാഹരണം അതിവിടെയാണ് വാസ്തവമാകുന്നത്. അതായത് നിങ്ങളിട്ടാൽ അത് അടിപൊളി, നമ്മളിട്ടുമ്പോൾ അല്ല, നിങ്ങളിടുമ്പോൾ സൗണ്ടില്ലേ? അയ്യോ, കേൾക്കുന്നില്ലേ? ഹലോ 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 ഇവിടെ കാണുന്നുണ്ടല്ലോ പോകുന്നതായിട്ട്. ഹലോ ഓക്കെ, ഇതിലേതോ വൈറസ് വന്നിട്ട് പറയാണ്. സൗണ്ട് ഉണ്ടല്ലോ അല്ലേ? ഹലോ ഹലോ ഓക്കെ ഓക്കെ യെസ്. ഇന്ന് ഒരു മോണിറ്ററിൻ്റെ കുറവുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒരേ സമയത്ത് കാര്യങ്ങൾ കാണാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഉടനെ തന്നെ നമ്മളൊരു മോണിറ്ററും കൂടി വാങ്ങുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, നല്ല പൊളപ്പനായി കേൾക്കാം. താങ്ക് യു. അപ്പോൾ ആരും ഇവിടെ വന്നിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. യെസ്, വിട്ടു ഇനി ആരും പറയണ്ട. ഇനിയിപ്പോൾ ഇതിൽ എന്താ ഉണ്ടാവാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൈവൊക്കെ കഴിഞ്ഞ് ഇനി വീഡിയോ വരുമ്പോൾ അപ്പോഴും അവിടെ കമൻറ്റ് വരും, സൗണ്ട് ഓക്കെയാണ് എന്നാണ് കമൻറ്റിൽ വരും. ഇതാണ് നമ്മളുടെ മലയാളക്കരയുടെ അവസ്ഥ, പ്രബുദ്ധ മലയാളി. പോട്ടെ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ കണ്ട കാഴ്ച ഇതാണ്. അപ്പം ആ ഒരു കാഴ്ച, അതായത് ഇവിടുന്ന് ഇറങ്ങി സമയപരിമിതി കഴിയുമ്പോൾ ഉള്ളതുകൊണ്ട് ഇത് കഴിയുമ്പോൾ അവിടെ യൂട്യൂബിലിടുമെന്ന് പറയുമ്പോൾ ആ സംഗതി എടുത്തു വെച്ചിട്ടാണ് സംവാദത്തിൽ ആര് തോറ്റു ആര് ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ആഘോഷം. നമ്മൾ പറയുന്നത് ഇതിനകത്ത് ജയവും തോൽവിയൊന്നുമല്ല, ഈ വിഷയങ്ങൾ എങ്ങനെ അവിടെ കൈകാര്യം ചെയ്യുന്നു, അത് ചർച്ച ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ 2-3 പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ ഈ സംവാദ അവലോകനം എന്ന രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രധാനമായിട്ട് അയ്യൂബ് മൗലവിയുടെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം, അത് പ്രധാനമായും ഒരു ചോദ്യമായിട്ട് അവിടെ വന്നു. പുള്ളി അത് പ്രതീക്ഷിക്കുകയും ചെയ്തതാണ്. അതെന്താണ്? മുൻകാലങ്ങളിൽ താനൊരു യുക്തിവാദിയായിരിക്കെ, അറബി അറിയുന്ന എക്സ് മുസ്ലിമായ യുക്തിവാദിയായിരിക്കെ അന്ന് ഈ കാര്യങ്ങളൊക്കെ കണ്ടു. എന്നിട്ട് ഇത് മനസ്സിലാക്കാതെ പുള്ളി ഇസ്ലാമിനെതിരെ പറഞ്ഞുകൊണ്ട് നടന്നു. ഇപ്പോൾ താങ്കൾ പറയുന്നു താങ്കൾക്ക് ഈ അറബിയൊക്കെ അറിയാം, ഇപ്പോൾ എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് തിരുത്തി പറയുന്നു. അപ്പോൾ എന്താണ് അതിലെ വ്യത്യാസം? അന്ന് ഇന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നൊരു ഉത്തരം എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ പറയുന്നത്, ആദ്യത്തെ ഒരു ഘട്ടത്തിൽ അയ്യൂബ് മൗലവി ജബ്ബാർ മാഷുമായിട്ടുള്ള ആ വിഷയാവതരണം നടക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞത് എന്താണ്? മാഷിക്ക് അറബിയൊക്കെ അറിയാമായിരിക്കാം, പക്ഷേ
അറിയേണ്ട പോലെ അറിഞ്ഞില്ല, മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയില്ല. എന്തുകൊണ്ടാണ്? കാരണം ഹൃദയം തുറന്നു വെക്കണമായിരുന്നു, അത് വെച്ചില്ല. നിങ്ങൾ ഇതിനെ സ്വീകരിക്കാൻ പാകത്തിനുള്ള ഹൃദയത്തോടു കൂടി ഇരുന്നില്ല. ഇവർ ഈ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന പരിപാടി, അത് വിട്ടിട്ടുള്ള കളിയില്ല, അത് വേറെ കാര്യം. എന്തായാലും അതുകൊണ്ട് അങ്ങനെ ഒരു I have 27-inch new LED monitor. I am not using that. I can give you that, brother. Please allow me to do that. Okay. അത് നമ്മൾ അലൗ ചെയ്തിരിക്കുന്നു. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തുറന്നു വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ തുറന്നു വെച്ചില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ നമ്മുടെ ചോദ്യം അവിടെ വരുന്നുണ്ട്. ഒരാൾ തുറന്നു വെക്കണമെന്ന് വിചാരിച്ചാൽ തുറന്നു വെക്കാൻ പറ്റുന്ന സംഗതിയാണോ? അല്ലല്ലോ. അതായത് അള്ളാഹു വിചാരിക്കണ്ടേ തുറക്കണമെങ്കിൽ? അതല്ലേ അള്ളാഹു പറയുന്നത്. നാം ഉദ്ദേശിക്കുന്നവർക്ക് നേർവഴി കാണിക്കും, നാം ഉദ്ദേശിക്കുന്നവരെ ദുർമാർഗികളാക്കും. നാം ഇവിടെ ഈ സ്വർഗവും നരകമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആരൊക്കെ സ്വർഗത്തിൽ പോവും, ആരൊക്കെ നരകത്തിൽ പോകും എന്ന് നേരത്തെ വിചാരിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള കാര്യങ്ങളെ നടക്കുള്ളൂ. നിങ്ങൾ വെറുതെ കിടന്നിട്ട് കാലിട്ടടിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് ഖുർആനിൽ തന്നെ ഉള്ളപ്പോൾ പിന്നെ ഈ അയ്യൂബ് മൗലവി പറയുന്ന മാതിരി ഹൃദയം തുറന്നു വെച്ചുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഹൃദയം തുറക്കേണ്ട ആളാരാണ്? അതിൻ്റെ താക്കോലും പിടിച്ച് അവിടെ കുത്തിയിരിക്കുന്നത് ആരാണ്? അത് നമ്മളെ പഠിച്ചവനാണ്. അപ്പോൾ സത്യത്തിൽ ഈ സംവാദത്തിൽ യഥാർത്ഥ കളികൾ കളിച്ചതാരാണ്? ഈ സംവാദം വരെ ഉണ്ടാക്കിയതാരാണ്? ഈ അൽഗോരിതത്തിൻ്റെ മുന്നിലേക്ക് നമ്മളുടെ പാവം വിശ്വാസികളെ ഇങ്ങനെ തിന്നാൻ പിടിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് ആരാണ്? അത് അള്ളാഹു തന്നെയാണ്. അള്ളാഹു ഇടപെട്ടാണ് സത്യത്തിൽ ഈ സംവാദം പോലും ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പോൾ ഇവിടെ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന് ഇതിൽ ഹൃദയം തുറന്നു വെക്കുക. ഇനി അവസാന ഘട്ടത്തിൽ ഇതേ വിഷയം വന്നപ്പോൾ അവിടെ ചോദിക്കുന്നു, നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം, അതായത് മുൻപ് നിങ്ങൾക്ക് അറബി അറിയാമായിരുന്നിട്ടും നിങ്ങൾ ഇതിനെതിരെ പറഞ്ഞു, ഇപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്താണ്? അത് നിലപാടുകൾ ആളുകൾക്ക് മാറുമല്ലോ എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ അദ്ദേഹം പറയേണ്ടിയിരുന്ന ഉത്തരം എന്താണ്? അന്ന് ഞാൻ ഹൃദയം തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് താക്കോൽ എനിക്ക് കിട്ടിയത്, ഇപ്പോഴാണ് അത് തുറന്നത് എന്നല്ലേ പറയേണ്ടത്. മണിച്ചിത്രത്താഴ് സിനിമയൊക്കെ നമുക്ക് ഓർമ്മ വരണം. ആ പൂട്ടിയിട്ട ആ ഒരു എന്താണ് ചിത്രപ്പണികളൊക്കെ ഉള്ള ആ സംഗതിയൊക്കെ ഇങ്ങനെ തുറക്കുന്ന ആ ഹൃദയമൊക്കെ തുറക്കുമ്പോൾ ശബ്ദം വരുന്നില്ല, തൊണ്ടടഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കൊന്ന് ശബ്ദമൊക്കെ ഒരു മിമിക്രിയൊക്കെ ഇടായിരുന്നു. അപ്പോൾ ആ ഒരു സാധനമൊക്കെ ഇങ്ങനെ വെച്ച് എന്നൊക്കെ പറഞ്ഞ് തുറന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ അതിനകത്തേക്ക് ഇങ്ങനെ വവ്വാലുകളൊക്കെ 6-ാം നൂറ്റാണ്ടിൽ അവിടെ കൂടുകൂട്ടി കിടന്നിരുന്ന കുറേ വവ്വാലുകളൊക്കെ ഇങ്ങനെ പറക്കുന്ന ആ ചിത്രം, നമ്മളുടെ ആ സിനിമ ഉണ്ടല്ലോ, നമ്മളുടെ കുഴി വീണ മഞ്ഞുമൽ ബോയ്സ്, അതിനകത്തുണ്ടല്ലോ ആ വവ്വാലുകൾ ഇങ്ങനെ പറന്നു പോകുന്ന ആ ഒരു സാധനം, തെക്കിനി തുറക്കുമ്പോഴുള്ള ആ ശബ്ദം, ആ സാധനം അതിങ്ങനെ വരണം. അപ്പോൾ മാഷെ, എൻ്റെ ഹൃദയം, അതിൻ്റെ ആ തെക്കിനി, അത് ഇപ്പോഴാണ് ഞാൻ തുറന്നത്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് പറയാൻ കഴിയുന്നത്. പണ്ട് ഞാൻ ആ തെക്കിനി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അന്ന് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മാഷാണെങ്കിൽ ഇപ്പോഴും പൂട്ടിയിട്ടിരിക്കുന്ന ആളാണ്. തെക്കിനി എന്നെങ്കിലും ഒന്ന് തുറക്കും മാഷേ എന്നല്ലേ സത്യത്തിൽ അവിടെ പറയേണ്ടിയിരുന്നത്. അപ്പോൾ ഇത് തുടക്കത്തിൽ തെക്കിനി തുറക്കണമെന്ന് പറയുന്നു, അവസാനം വന്നപ്പോൾ പറയുന്നു സംഗതി തെക്കിനിയൊക്കെ തുറന്നു കിടക്കുകയായിരുന്നു, പക്ഷേ എൻ്റെ നിലപാട് മാത്രം മാറ്റം വന്നു എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇത് തന്നെ അയ്യൂബ് മൗലവിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലുള്ള ക്ലാരിറ്റി കുറവും, ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഒരു കാപട്യം കൊണ്ടു നടക്കുന്നു എന്ന് നമുക്ക് സംശയിക്കാനുള്ള എല്ലാ വകുപ്പുമാണ് ഇവിടെ വെച്ച് തരുന്നത്. അദ്ദേഹം ഇതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഈ നുണ പറയുന്ന സംഗതി നമ്മൾ ഒന്ന് കുറച്ചൊരു വ്യതിചലിച്ച്, ഞാൻ അധികം നീട്ടി പറയുന്നില്ല, നമുക്ക് നേരെ ചെറിയൊരു വീഡിയോ പ്ലേ ചെയ്ത് അതിൻ്റെ ഇടയിൽ നമ്മളുടെ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഫയൽവാൻ ജയിച്ചത് എന്ന് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വിശ്വാസികൾക്കുള്ള ദിവസമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് വിശ്വാസികൾ ക്യൂ പാലിക്കുക. നിങ്ങൾക്കുള്ള ആ നിങ്ങൾക്കുള്ള ആ ഫോൺ അതിവിടെ ഓണാക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വിളിച്ച് തുടങ്ങാം. നമ്മുടെ നമ്പർ ആരും മറക്കണ്ട, 9072555001. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ വിഷയം ഞാൻ ചുരുക്കിയൊന്ന് പറയുകയാണ്. ഇങ്ങനെ തെക്കിനി പൂട്ടിയിട്ട് നടക്കുന്ന ആളുകൾ. ഇനി ഇത് കൂടാതെ ഇദ്ദേഹം ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ അവിടെ ചോദിച്ചു, മഴ പെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ മുൻകാലങ്ങളിൽ ഇസ്ലാമിലെ ഖുർആനിലെയൊക്കെ ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കുന്നതിനെക്കുറിച്ച് വളരെ മോശം ആയിട്ട് കാര്യങ്ങൾ പറയുകയും അത് ശരിയല്ല എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആൾ, മഴയൊക്കെ പെയ്യുന്നത് ഖുർആനിൽ എഴുതി വെച്ചത് മണ്ടത്തരമാണ്, പൊട്ടത്തെറ്റാണ് എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ അത് മാറ്റി പറയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ചോദിച്ച ആളെ അവിടെ ശകാരിക്കുന്നതാണ് നമ്മൾ കേട്ടത്. നിങ്ങൾ എന്ത് വർത്താനാണ് കാരണം വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓരോ ചോദ്യമൊക്കെ ആയിട്ട് വന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്നിട്ട് ഫ്രസ്ട്രേറ്റഡ് മുതലാളിയാവുന്നത് നമ്മൾ കണ്ടു. ഇതാണ് സംഭവം. അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ ആകത്തുക ഒന്നും കൂടി നമ്മൾ പ്ലേ ചെയ്താൽ ഇത്രയേ ഉള്ളൂ. ഈ കിതാബ് ഒരു തരത്തിലും ഇതിന് കൊള്ളൂല്ല എന്ന് നമ്മളുടെ ജബ്ബാർ മാഷ് പറഞ്ഞു വെച്ചപ്പോൾ അത് 7-ാം നൂറ്റാണ്ടിലെ നന്മെങ്കിലും അതിനകത്തുണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയാമോ, ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിക്കുമ്പോൾ
വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കണ്ടില്ല അടിപൊളി എന്നൊക്കെ തോന്നുമെങ്കിലും അത് ഒന്നാം തരം മൂട്ടിൽ വെക്കുന്ന വെടിയാണ് എന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണ്ടേ. അതായത് 7-ാം നൂറ്റാണ്ടിലേ എടുക്കാൻ കൊള്ളുള്ളൂ, ഇന്നത്തെ കാലത്ത് അത് എടുക്കാൻ കൊള്ളില്ല എന്നും കൂടിയല്ലേ അതിൻ്റെ ധ്വനി. എന്ന് വെച്ചാൽ നിങ്ങൾ സ്വയം ആലോചിക്കുക, ഇതല്ലേ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മാഷ് ഇന്നതെടുക്കാൻ കഴിയില്ല, അത്രയ്ക്ക് വൃത്തികെട്ട സാധനമാണ് ഈ ഖുർആൻ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നത് അങ്ങനെയൊക്കെ പറയാമോ, ഇങ്ങനെയൊക്കെ പറയാമോ, നമ്മളൊക്കെ പിന്നെയും കാണേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇത് ഇപ്പോൾ എടുത്തില്ലെങ്കിൽ പോട്ടെ, അന്നെങ്കിലും അതെടുക്കാൻ കൊള്ളുമായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇതിനകത്ത് എടുത്ത് വെച്ച് നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് അന്ന് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് എന്നുകൂടി വരുമ്പോൾ ആ കാലഘട്ടത്തിലെ പല സാധനങ്ങളും ഈ 6-ാം വയസ്സിൽ കെട്ടുന്നത്, 9-ാം വയസ്സിൽ പൂശുന്നത്, അതുകൂടാതെ അടിമയെ ഭോഗിക്കുന്നത്, കൊള്ളയടിക്കുന്നത്, 5-ൽ-1 വേണ്ടി അവിടെ കടിപിടി കൂടുന്നത്, ഇങ്ങനെയുള്ള എന്ത് സാധനവും നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം അത് അക്കാലത്തുണ്ടായിരുന്നെന്നും ഇത് അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് നബി കൊണ്ടു നടക്കുന്നത് എന്നും നമ്മൾ പറഞ്ഞു വെക്കുന്നതിന് തുല്യമല്ലേ ഇദ്ദേഹം ഈ ചോദ്യം ചോദിക്കുമ്പോൾ. അപ്പോൾ സംവാദത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആകത്തുക അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്താണ് വിശ്വാസികൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 സാധനമാണ്. ഒന്ന്, ഈ സാധനത്തിന് എന്തോ തകരാറുണ്ട് എന്ന ഒരു ചിന്ത, അത് വിശ്വാസികളിലേക്ക് എത്തിക്കാൻ ഇത് വഴിവെക്കുന്നു, നല്ല മികച്ച രീതിയിൽ അതിന് വഴിവെക്കുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. സ്ലോ മോഡ് വേണ്ടാന്ന് പറയുന്നുണ്ട്, സ്ലോ മോഡ് ഇല്ല കേട്ടോ, ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം, ഞാൻ ഇട്ടിട്ടില്ല. ഇനി രണ്ടാമത്തെ എന്താണ്, നമ്മളുടെ അൽഗോരിതത്തിൻ്റെ മുന്നിലേക്ക് വിശ്വാസികളെ അവിടെ തിന്നാനിട്ട് കൊടുക്കുന്നു. ഇതുമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ സംവാദത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഇതാണ്. ഇതുപോലെ ഒരു 1-2 സംവാദങ്ങൾ കൂടി നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യം തീരുമാനമാവും എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഹൈത്തമിയുമായിട്ടുള്ള സംവാദം എടുക്കുമ്പോൾ അത് ഇസ്ലാമുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് അത് ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നാലും ഈ സെർച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളെ കണ്ടെത്താനൊക്കെ ഒരുപാട് വഴി വെച്ചിട്ടുണ്ടാവും, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇത് നേരിട്ട് ഇസ്ലാമിനെ ബന്ധിക്കുന്ന ഒരു വിഷയമാണ്. ഈ അറബി എന്ന് പറയുന്ന ഭാഷ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാവില്ല എന്നുകൂടി പറഞ്ഞു വെക്കുമ്പോൾ ഇത്രയ്ക്ക് അധപ്പതിച്ചൊരു ഭാഷ എന്ന് വെച്ചാൽ എഴുതിയത് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല, പറയാനുള്ളത് കൃത്യമായിട്ട് എഴുതാൻ കഴിയില്ല, ഇനി എഴുതാനും പറയാനും വായിക്കാനും ഒന്നും അറിയാത്ത ഒരാൾക്കാണ് ഇത് കൊടുത്തയച്ചത് എന്നൊക്കെ വരുമ്പോൾ സത്യത്തിൽ ഇതുപോലെ ഒരു തോൽവി പടച്ചോനും വേറെ ഇല്ല എന്നും കൂടിയല്ലേ നമുക്കിവിടെ കാണാൻ കഴിയുക. ഇതല്ലേ നമുക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഭാഷയെ കൂടി ഇവിടെ സംശയിക്കാൻ, ഇതുവരെ വിശ്വാസികളിലേക്ക് എത്താത്തൊരു ആംഗിളിലേക്ക് കൂടി ശ്രദ്ധ വിശ്വാസികളത് കൊണ്ടുപോകാൻ ഇത് വഴിവെക്കുന്നു. ഇതെല്ലാം കൂടി ഈ അൽഗോരിതത്തിന് മുന്നിലേക്കും കൂടി അവിടെ കൊണ്ടിടുമ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കുക, അവിടെ വിശ്വാസികൾ കൂടുതൽ മറുവശങ്ങളെക്കുറിച്ച് അറിയാനുള്ള സാധ്യത കൂടുന്നു. ആനമയിലൊട്ടകം ടീം അവിടെ വല്ലാതെ വേർക്കേണ്ടി വരും എന്നാണ് പറയാനുള്ളത്. എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വന്നത് ഈ നുണ പറയുമ്പോഴൊരു വിഷയം, ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഈ സംഭവിക്കുന്ന പെശകുകളായാലും ഇത്തരത്തിലുള്ള ആ ഫ്രസ്ട്രേഷൻ്റെ കാരണവും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മളൊരു ആത്മാർത്ഥമായിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് പറയുന്ന സമയത്ത് നമുക്കതിൽ ക്ലാരിറ്റി ഉണ്ടാവും, സ്വാഭാവികമാണ്. അതേസമയം നമ്മൾ ആ പറയുന്ന സമയത്ത് അവിടെ ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു കാപട്യം നമ്മൾ ഒളിച്ചു കിടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ പറയുന്നതിൽ അപ്പുറം ഇപ്പുറമൊക്കെ തെറ്റും, അവിടെ ഒപ്പിക്കുമ്പോൾ ഇവിടെ വിട്ടുപോകും. നമ്മൾ പറയാറുണ്ട്, ഒരു നുണ പറഞ്ഞാൽ അതിനെ നിലനിർത്താൻ നമ്മൾ അനേകം നുണകൾ പറയേണ്ടി വരും. കാരണം എന്താണ്, ഒന്ന് പാളിയാൽ മതി, കയ്യിൽ നിന്ന് പോവും. ഇതാണ് നുണയുടെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഇവിടെ സംഭവിക്കുന്നതും അതാണ് ഇന്നലെ സംഭവിച്ചത്. തുടക്കത്തിൽ പറഞ്ഞു തെക്കിനി തുറക്കാത്തതുകൊണ്ടാണ് മാഷിക്ക് സാധനം കിട്ടാഞ്ഞത്. എന്നിട്ട് അവസാനം ഇതേ ചോദ്യം സ്വയം നേരിട്ടപ്പോൾ പറഞ്ഞു തെക്കിനിയൊക്കെ തുറന്നു കിടക്കായിരുന്നു, പക്ഷേ എൻ്റെ നിലപാട് വ്യത്യാസമായിരുന്നു എന്ന് പറയുമ്പോൾ തെക്കിനിയുടെ കാര്യം അവിടെ വിട്ടുപോകുന്നു. അപ്പോൾ തെക്കിനിയുടെ താക്കോല് പടച്ചോൻ അവിടെ അണ്ടർവെയറിൽ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു എന്ന് പറയുന്ന സംഗതി പോലും അവിടെ മറന്നു പോകുന്നു. ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. കയ്യിൽ നിന്ന് പോയി എന്ന് പറയാം. അപ്പോൾ ഇനി ഇത് യൂട്യൂബിലിടുമെന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് ഖണ്ഡിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം അതൊക്കെ ആയിട്ട് നടന്നോ. പക്ഷേ അതൊന്നും ഇവിടെ ഒരു തരത്തിലും ഇതിനെ ബാധിക്കാൻ പോകുന്നില്ല. കാരണം വിശ്വാസികൾ ഇതിനോടകം തന്നെ അവർ ഇപ്പോൾ തന്നെ അൽഗോരിതത്തിൻ്റെ പിടിയിലായിരിക്കുന്നു ഇൻ്റർനെറ്റിൻ്റെ. ഇനി ഇതിൽ നിന്നും ഒരു തിരിച്ച് മടക്കം അതില്ല, ഒരു തിരിഞ്ഞ് നടത്തം അതില്ല, ഒരു തിരിഞ്ഞ് നോട്ടം അതും സാധ്യമല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് നമുക്കൊരു കോയ കോളിംഗ് വന്നിരുന്നു. ഒരു ഭാഷി എന്ന പേരിലുള്ള ഒരാൾ, ഒരു ഉടായ്പ കോയ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഇതുപോലെ ഈ അൽഗോരിതത്തിൻ്റെ പിടിയിൽപ്പെട്ടുകൊണ്ട്
അത്യാവശ്യത്തിന് ഹദീസൊക്കെ തള്ളി ഖുറാനിൽ ഉണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് അതിനെങ്ങനെ അത്യാവശ്യം നല്ല ബിർള പുട്ടിയൊക്കെ അടിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു ഉടായ്പ് കോയ, അത് വെച്ചുകൊണ്ട് നമ്മളെ വിമർശകരെ നേരിടാൻ വരുന്ന ഒരു ഉടായ്പ് കോയ. അതാണ് നമുക്ക് കിട്ടിയ ഒരു കോളർ. അപ്പോൾ ആ വീഡിയോ ഇന്നോ നാളെയൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോ വേറെ ഉണ്ട്. എന്തായാലും ഇത് നല്ല രസമുള്ളൊരു സാധനം ആയതുകൊണ്ട് അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു നല്ലൊരു സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നാളെ ഇടാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദം സ്വതന്ത്ര ഇന്ത്യക്കാരൊക്കെ അമ്മയും പെങ്ങളും ബോധിക്കുന്നു എന്നാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ഉള്ള ഒന്ന് എന്താ പറയുക, ഒന്ന് രോഷം ഒന്ന് പുകഞ്ഞു. സാധാരണ ഉണ്ടാകാറുള്ള എൻ്റെ ആ ഒരു കൂൾ ഒന്ന് നഷ്ടപ്പെട്ടെന്ന് വേണമെങ്കിൽ എനിക്ക് തന്നെ തോന്നിയിട്ടോ. ഇനി നിങ്ങൾ കേട്ടിട്ട് ബാക്കി പറയും. കാരണം അത് കേട്ട് കഴിയുമ്പോൾ എനിക്ക് പെരുവേരിൽ നിന്ന് തരിപ്പ് വരും. കാരണം എന്താണ്, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും പെങ്ങളും പോയിക്കണം എന്ന് വലിയ ആഗ്രഹമാണ്. പക്ഷേ ഞാൻ വിചാരിച്ചത് സ്വതന്ത്ര ചിന്തകനായി നടക്കുന്നു. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ അത് നടക്കില്ല. കാരണം എന്താണ്, നമ്മളുടെ മുന്നിലേക്ക് ശാസ്ത്രീയമായ വിവരങ്ങൾ, ഇത് ചെയ്താലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ മുന്നിൽ. എന്നാൽ അതോടൊപ്പം എനിക്ക് മനസ്സിലായി ഇത് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് ഇസ്ലാമിനകത്ത് നിൽക്കലായിരുന്നു. കാരണം എന്താണ്, ഇസ്ലാമിൽ നിങ്ങൾക്ക് ആദം ഹവ്വ കുടുംബം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താ? സ്വന്തം അമ്മയും പെങ്ങളെയൊക്കെ ബോധിക്കാം, ഇതാണ് പഠിപ്പിച്ചു തരുന്നത്. ഇനി അതുകൂടാതെ വേറെ സ്വർഗ്ഗത്തിൽ പോയാൽ നിങ്ങൾക്ക് നിങ്ങളെ പെങ്ങളെ ബോധിക്കാം, നിങ്ങൾക്ക് നിങ്ങളെ ഉമ്മുമാനെ കെട്ടാം. അതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളെ ഫസ്റ്റ് കസിനെ അറഞ്ചം പുറഞ്ചം കല്യാണം കഴിക്കാം. പിന്നെ അതുകൂടാതെ നിങ്ങളുടെ അവിഹിത ബന്ധത്തിൽ പിറന്ന കുട്ടിയാണെങ്കിൽ അവളെയും നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത്രയും തങ്കപ്പെട്ട സാധനങ്ങൾ ഉണ്ടായിരുന്ന ഇസ്ലാമിനെ വിട്ടിട്ടാണോ ഞാൻ ഈ സാധനത്തിന് വേണ്ടി പോകുന്നത് എന്നാലോചിക്കുമ്പോൾ എൻ്റെ പൊന്ന് കോയമാരെ ഞാൻ ആകെ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഏതായാലും ഇങ്ങനെ ചിന്തിച്ചിട്ട് ആരെങ്കിലും നടക്കുന്നുണ്ട് എങ്കിൽ, അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും സ്വതന്ത്ര ചിന്തകനാകാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഇസ്ലാമിനകത്ത് തന്നെ നിൽക്കുന്നതാണ് അമ്മയും പെങ്ങളെയും ബോധിക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് ഒന്ന് ഓർമ്മിക്കുക. ഇനി ഇത് പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആളുകൾ അതും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വരണ്ട. ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്, ഒരു സർക്കാസമാണ്. മനസ്സിലാകാത്ത മദ്രസ ജീവികൾക്ക് മറ്റ് മനസ്സിലായ ആളുകൾ ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ചില വീഡിയോസ് ഒന്ന് പരിചയപ്പെടാം. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ഒരു യാത്രയിൽ, അതായത് ഈ സ്വതന്ത്ര ചിന്തകനാകുന്ന ഇസ്ലാമിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു യാത്ര, ആ യാത്രയിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് പല സംഗതികൾ കണ്ടിട്ടുള്ള കൂട്ടത്തിൽ നമ്മളെ വല്ലാതെ സ്വാധീനിച്ച ചില പ്രസംഗങ്ങൾ ഉണ്ട്, ചില അധ്യാപനങ്ങൾ നമുക്ക് കേൾക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അയ്യൂബ് മൗലവി. അയ്യൂബ് മൗലവി പ്രധാനമായിട്ടും ഈ അറബി ഭാഷ നമ്മൾ ഇന്നലെ കേട്ടതുപോലെ അറിയുന്ന ഒരാളാണ് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം അത് വെച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് വല്ലാതെ ബോധിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് സംബന്ധിച്ചിട്ട് അന്ന് എൻ്റെ ശ്രദ്ധയിൽ, ഈ യാത്ര തുടങ്ങിയ സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ചില വീഡിയോസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ ഏറ്റവും പ്രധാനമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വിചാരിക്കുന്നു. ഒന്ന് ആബിർ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ്. ഇത് മതം ഉപേക്ഷിക്കുന്ന ആളുകൾ അവരുടെ ആ ഒരു സംഗതികളൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുടെ വിധിവിലക്ക് ഇതുപോലുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു നല്ലൊരു വീഡിയോ ആണ്. ഇത് നമുക്കിവിടെ കാണാൻ കഴിയും. ഇതുകൂടാതെ മറ്റൊരു വീഡിയോ ആണ് ഖുർആനിലെ ഭ്രൂണശാസ്ത്രം എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു 4 വർഷം മുന്നേ ഉള്ളൊരു വീഡിയോ ആണ്. ഇതൊക്കെ ചെറിയ വീഡിയോസാണ്, അതുകൊണ്ട് നമുക്ക് കാണാനും പറ്റും. പിന്നെ ഒരെണ്ണം നമ്മളുടെ എസൻസിൻ്റെ ലിറ്റ്മസ്, അതിനകത്ത് അവതരിപ്പിച്ചൊരു സാധനം. ഈ വേദിയിൽ വെച്ചാണ് ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് ഓർമ്മയുണ്ട്, ഈ പച്ച ടീഷർട്ട് ഇട്ട് അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ ഞാൻ അവിടേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ മനസ്സിലായി, ഓർമ്മയുണ്ട്, കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോകുന്നു. അങ്ങനെ ഒരു വളരെ ക്ലോസ് എൻകൗണ്ടർ എനിക്ക് തോന്നുന്നു അന്നാണ് ആകെയും അവസാനമായിട്ടും കണ്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അതിന് ശേഷം മുന്നേയും കണ്ടിട്ടില്ല. അതാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തത് ദ റാഷണൽ ബിഹൈൻഡ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു ചെറുതല്ല, 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്നൊരു വീഡിയോ. ഇത്രയും വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഭ്രൂണശാസ്ത്രം ഇത് സംബന്ധിച്ച് എം അക്ബർ നടത്തിയ ചില പരാമർശങ്ങൾക്ക് മറുപടി എന്നോണം നമ്മളുടെ എം അക്ബറിന് കൊടുക്കുന്ന മറുപടി ഈ ഒരു വിഷയത്തിൽ അത് നമുക്കൊന്ന് കേട്ട് കളയാം. എന്താണ് അയ്യൂബ് മൗലവി നമുക്ക് പഠിപ്പിച്ചു തരുന്നതെന്ന് നമുക്ക് കേൾക്കാം. എന്നിട്ട് നമ്മളുടെ കോളേഴ്സിലേക്ക് നമുക്ക് പോകാം. ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് അതിൻ്റെ ഇടയിൽ കോൾ വരികയാണെങ്കിൽ നമുക്ക് എടുക്കാം. എസൻസിൻ്റെ ചാനലിലുണ്ട്, കാണേണ്ടവർക്ക് കാണാം കേട്ടോ. വരട്ടെ. നമസ്കാരം. നമ്മളിപ്പോൾ ഒരുങ്ങുന്നത് ശ്രീ എം അക്ബറിൻ്റെ ഈ ഭ്രൂണ വിജ്ഞാനീയം ഖുർആനിലും ഹദീസിലും വിമർശനങ്ങൾക്ക് മറുപടി എന്നാണ്. ആ വിമർശനങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് വിശകലനം ചെയ്യാനാണ് ഇപ്പോൾ വിചാരിക്കുന്നത്.
ഇത് ഭൗതികവാദികൾക്കുള്ള ഒരു വിമർശന പുസ്തകം എന്നാണ് പറയുന്നത്. അക്ബർ ഈ പുസ്തകത്തിൽ സ്വീകരിച്ച 2 കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം സഗ്ലൂൽ അൻ നജ്ജാർ, അതുപോലെ അദ്നാൻ ഇബ്രാഹിം ഫലസ്തീനി തുടങ്ങിയ ആളുകളുടെ വാദങ്ങൾ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. ഇസ്ലാമിക പക്ഷത്തു നിന്നുകൊണ്ട് ഖുർആനെ ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കുന്ന പണിയാണ് അവർ ചെയ്യുന്നത്. അത് അക്ബർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അക്ബർ മറ്റൊരു കാര്യവും ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ 350K അറൗണ്ട് അവിടെ വെച്ച് സ്റ്റക്കായി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. സ്റ്റക്കായിട്ടുണ്ടോ വെച്ചാൽ ഉണ്ട്. കാരണം നമ്മുടെ ചാനൽ കുറച്ചധികം യെല്ലോ ഐക്കൺസ്, അതായത് ഇതിൻ്റെ മോണിറ്റൈസേഷൻ സംബന്ധിച്ചും ആ ഒരു റെസ്ട്രിക്ഷൻ സംബന്ധിച്ചിട്ടുള്ള ചില സാധനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ചില വർക്ക് അറൗണ്ട്സ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ചെറപറ ഇതിൽ നിന്നും ഷോർട്സുകൾ അനർഗളം നിറുകളം പ്രവഹിക്കുന്നതായിരിക്കും. അതിനുശേഷം പിന്നെ വെച്ചടി മുകളിലേക്കായിരിക്കും. അധികം വൈകാതെ 500K ആകും. ഡോണ്ട് വറി, നമ്മൾ എഡിറ്റർ കട്ടയ്ക്ക് കൂടെ ഉണ്ട്. ഓക്കെ. ഇപ്പോൾ ഇന്നത്തെ സൗദിയിലെ ചില പണ്ഡിതന്മാർ ഖുർആനിനെ ശാസ്ത്രവൽക്കരിക്കുന്നതിന് എതിരാണ്. അത് ഭൗതിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും അങ്ങനെയുണ്ട്. ഇസ്ലാമിൽ തന്നെ നിൽക്കുന്ന ഖാലിദ് മുൻതസിറിനെ പോലുള്ള ഡോക്ടർ അബ്ദക്തൂർ ഖാലിദ് മുൻതസിർ, പിന്നെ കുറേ മദീന യൂണിവേഴ്സിറ്റിയിലെ പണ്ഡിതന്മാരൊക്കെ ഖുർആൻ ശാസ്ത്ര ഗ്രന്ഥമല്ലെന്നും അത് പഠിപ്പിക്കാൻ വന്ന ഗ്രന്ഥമല്ലെന്നും അത് മനുഷ്യനെ നെറുവയിലേക്കാക്കാനുള്ള ഹിദായത്തിനുള്ള ഗ്രന്ഥമാണെന്നും ഒക്കെ പറയുന്നുണ്ട്. 2 പക്ഷം ലൈവിൽ പരസ്യം വരുന്നുണ്ടല്ലോ എന്നാണ് പറയുന്നത്. ലൈവിൽ മാത്രമേ വരൂ, അത് കഴിയുമ്പോൾ വരില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഓക്കെ, അത് കഴിയുമ്പോൾ ഇത് റെസ്ട്രിക്ഷനിലേക്ക് പോവുകയാണ്. അക്ബർ നിൽക്കുന്നത് ഒരുപോലെ കാണാൻ കഴിയും. ഒരേ സമയം ഖുർആനെ ശാസ്ത്രമാക്കാൻ വേണ്ടിയുള്ള പെടാപ്പാട് ഇതിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ തുടക്കത്തിൽ ഇത് പറയുന്നത് വെച്ചാൽ ഖുർആൻ ശാസ്ത്രത്തിൻ്റെ ഗ്രന്ഥമല്ല, അങ്ങനെയല്ല എന്ന് പറയുന്നത് 2 ഉണ്ട്. സത്യത്തിൽ ഈ ബുക്ക് ഭൗതികവാദികൾക്കുള്ള മറുപടി എന്നാണ് പറയുന്നതെങ്കിൽ, ഈ സഗ്ലൂൽ അൻ നജ്ജാർ അല്ലെങ്കിൽ അദ്നാൻ ഇബ്രാഹിം ഒക്കെ നേരിടുന്നത് ആരെയെന്ന് വെച്ചാൽ സാമിയ അദ്ദീബ്, കാമിൽ അൻ നജ്ജാർ, അൽ കബ്ബാഞ്ചി, അൽ ഖസീമി തുടങ്ങിയ അറബ് ലോകത്ത് തന്നെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഭൗതികവാദികളുണ്ട്. അവരും ഇവരുമാണ് തമ്മിൽ. സഗ്ലൂൽ അൻ നജ്ജാർ, അദ്നാൻ ഇബ്രാഹിം ഒക്കെ നടക്കുന്ന സംവാദം ഇവരുമായിട്ടാണ്. എന്ന് വെച്ചാൽ അറബി അറിയുന്ന ആളുകൾ തമ്മിലാണ്. നോട്ട് ദ പോയിന്റ്. ആ വാദങ്ങളൊന്നും അക്ബർ അത്ര വേണ്ടത്രത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഇതിലുള്ള ചില പരാമർശങ്ങളെയാണ് നമ്മൾ വിമർശന വിധേയമാക്കുന്നത്. ഒന്ന്, ഇതിൽ 5-ാം അധ്യായത്തിൽ അദ്ദേഹം കൊടുക്കുന്ന അർത്ഥം തന്നെ ഇതാണ്: ഫൽ യൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിക മിമ്മ ഇൻദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. എന്നാൽ മനുഷ്യൻ ചിന്തിച്ചു നോക്കുന്നില്ലേ, അല്ലെങ്കിൽ ചിന്തിച്ചു നോക്കട്ടെ, അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. തെറിച്ചു വരുന്ന ഒരു വെള്ളത്തിൽ നിന്നത്രേ അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് മുതുകല്ലിനും നെഞ്ചലുകൾക്കും ഇടയിൽ നിന്ന് പുറത്തു വരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഹെഡിങ് തന്നെ ബൈന സുൽബി വത്തറായിബ് എന്നാണ്. 119-ാമത്തെ പേജിലാണ് അതുള്ളത്. ഇതിൽ ഞാൻ പറഞ്ഞ അതേമാതിരി ഞാനൊന്ന് വായിക്കാം. കാരണം അദ്ദേഹം ഇതിന് മാറ്റം വരുത്തി പറയുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ, താൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. തെറിച്ചു വീഴുന്ന ഒരു ദ്രാവകത്തിൽ നിന്നത്രേ അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതെവിടുന്നാണ് വരുന്നത്? ഇദ്ദേഹം തന്നെ പറയുക, മുതുകല്ലിനും വാരിയെല്ലുകൾക്കുമിടയിൽ നിന്ന് അത് പുറത്തു വരുന്നു. അതാണ് ഞാൻ അണ്ടർലൈൻ ചെയ്തത്. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ പരിശുദ്ധ ഖുർആനിലെ ഏത് വചനം എടുക്കുമ്പോഴും ആ വചനത്തിൻ്റെ അർത്ഥതലങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും നമ്മൾ ഒന്നാമതായി പരിശോധിക്കേണ്ടത് പരിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾക്ക് ഖുർആനിനെ നേർക്കുനേരം മനസ്സിലാക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ കേട്ട ആളുകൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന്. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷമാണ് അത് എത്രത്തോളം ശരിയാണ് ശരിയല്ല എന്ന് നമ്മൾ പരിശോധിക്കുവാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിയ സ്വഹാബിമാർ എങ്ങനെയാണ് ഈ വചനത്തെ മനസ്സിലാക്കിയത് നിങ്ങൾ പരിശോധിച്ച് നോക്കണം. പരിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ഏറ്റവും പുരാതന വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൊന്നായ തഫ്സീറുസ് തൊബരിയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും മുജാഹിദ് റളിയല്ലാഹു അൻഹുവുമെല്ലാം ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് എന്ത് സംസാരിച്ചു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്: സുൽബിൽ നിന്ന് വരുന്ന ദ്രാവകം, പുരുഷന്റെ സുൽബിൽ നിന്ന് വരുന്ന ദ്രാവകവും സ്ത്രീയുടെ തറായിബിൽ നിന്ന് വരുന്ന ദ്രാവകവും കൂടിച്ചേർന്നുകൊണ്ടാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന കാര്യമാണ് ഈ വചനങ്ങൾ വ്യക്തമാക്കുന്നത് എന്നാണ്
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുള്ള ഈ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളുടെ വ്യാഖ്യാനമായി ത്വബരി ഇമാം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ. വീഡിയോയിൽ പറയുന്ന കാര്യം ഞാനിവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഖുർആനിലെ പദപ്രയോഗങ്ങളുടെ കൃത്യത. അതായത് അദ്ദേഹം പുസ്തകത്തിൽ തന്നെ പറയുന്നത് ശാസ്ത്രീയമായ അറിവുകളുടെ വെളിച്ചത്തിൽ ഖുർആനിലും ഹദീസുകളിലും പരാമർശിക്കുന്ന ഭ്രൂണദശകളെക്കുറിച്ചുള്ള പദപ്രയോഗങ്ങൾ അത് കൃത്യമാണ്, സൂക്ഷ്മമാണ്. അള്ളാഹു ആ വാക്കുകൾ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് വഹിയിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യവും വ്യക്തവുമാണ്, സൂക്ഷ്മമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഖുർആനിലെ ഭ്രൂണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഹദീസിലും ഖുർആനിലും പറഞ്ഞ എംബ്രിയോളജിയെക്കുറിച്ച് സയ്യിദ് അബുൽ ആല മൗദൂദി പറയുന്നത് അതവിടെ സ്ക്രീനിൽ കണ്ടോളൂ. അതൊരു കാട്ടറബിക്ക് പോലും, ആ കാലത്തെ കാട്ടറബിക്ക് പോലും ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഖുർആനിൽ പരാമർശമുള്ളൂ. ഇന്നത്തെ ആധുനിക മനുഷ്യൻ അവൻ്റെ പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്തിയ കാര്യങ്ങളൊന്നും ഖുർആനിലില്ല. മറിച്ച് അന്നത്തെ മനുഷ്യർക്ക് മനസ്സിലാകുന്നതും അന്ന് ആളുകൾക്ക് ബോധ്യമാകുന്നതുമായ കാര്യങ്ങൾ മാത്രമേ ഖുർആനിലുള്ളൂ എന്നത് അബുലാല മദീദ് എവിടെ പറഞ്ഞത്? തഫ്ഹീമുൽ ഖുർആൻ, അദ്ദേഹത്തിൻ്റെ തഫ്ഹീമുൽ ഖുർആനിലാണുള്ളത്. മറ്റൊരു പണ്ഡിതനാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച അമാനി മൗലവിയുടെ തഫ്സീർ. അതിൽ പറയുന്നത്, ഇനി നമുക്ക് ഇദ്ദേഹം പറഞ്ഞല്ലോ എവിടുന്നാണ് ഈ ശുക്ലം പുറത്തോട്ട് വരുന്നത് എന്നതിന് അമാനി മൗലവി ഇപ്പോൾ സൂറത്തു ത്വാരിഖിലെ 5, 6, 7 വചനങ്ങൾക്ക് അമാനി മൗലവി കൊടുക്കുന്ന അർത്ഥം പുരുഷൻ്റെ നട്ടെല്ലുകൾക്കും സ്ത്രീയുടെ മേലെ നെഞ്ചല്ലുകളുമാകുന്നു. അത് പുറത്തു വരുന്ന സ്ഥലം പുരുഷൻ്റെ നട്ടെല്ലെന്ന് പറഞ്ഞാൽ ലഹിർ, സ്ത്രീയുടെ മേലെ നെഞ്ചല്ല് എന്ന് പറഞ്ഞ തറായിബ്. ഇതാണെന്ന് അമാനി മൗലവി പറയാണ്. സുൽബ് തറായിബിന് മൗദൂദി കൊടുക്കുന്ന അർത്ഥം അദ്ദേഹത്തിൻ്റെ തഫ്ഹീമിൽ ഒരാളായിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സുൽബ് തറായിബ് എന്നീ പദങ്ങളാണ് മൂലത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നട്ടെല്ലിനാണ് സുൽബ് എന്ന് പറയുന്നത്. തറായിബിൻ്റെ അർത്ഥം വാരിയല്ലുകൾ. അമാനി മൗലവി പറഞ്ഞത് സ്വദർ എന്നുള്ള അർത്ഥത്തിനാണ്, നെഞ്ചല്ല് എന്നാണ്. ഇദ്ദേഹം പറയുന്നത് വാരിയല്ല് എന്നാണ്. സ്ത്രീ പുരുഷന്മാരുടെ പ്രജനനധാതു മനുഷ്യൻ്റെ നട്ടെല്ലിനും വാരിയല്ലിനും ഇടക്കുള്ള ശരീരഭാഗത്തു നിന്ന് ഉത്ഭവിക്കുന്നതാകയാൽ പറയുകയാണ്, മാറിടത്തിനും ഉദരത്തിനും ഇടയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ദ്രാവകത്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് ആണിൻ്റെ തന്നെ സുൽബും ആണിൻ്റെ തന്നെ തറായിബുമാണ് എന്നാണ് മൗദൂദി പറയുന്നത്. ഇനി മുഴുവൻ ഞാൻ പറയുന്നില്ല, നിങ്ങൾ ആ തഫ്ഹീമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്, നോക്കിയാൽ മതി. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വ്യാഖ്യാനം പരിശോധിച്ചാൽ പുരുഷന്റെ സുൽബിൽ നിന്നും സ്ത്രീയുടെ തറായിബിൽ നിന്നും പുരുഷന്റെ സുൽബ് എന്താണ്? പുരുഷന്റെ സുൽബ് എന്ന് പറഞ്ഞാൽ സുൽബ് എന്ന പദത്തിന് അരക്കെട്ട് എന്നാണ് അർത്ഥം, കടിപ്രദേശം എന്നാണ് അർത്ഥം. അരക്കെട്ട് എന്ന് പറഞ്ഞാൽ പൊക്കിളിന്റെയും കാലിന്റെ തൊടയുടെ മുകൾ പ്രദേശത്തിന്റെയും ഇടയിലുള്ള ഭാഗമാണ്. അവിടെ നിന്ന് പുറത്തു വരുന്ന എന്ന് പറയുമ്പോൾ വളരെ കൃത്യമാണ്, ശുക്ലത്തെക്കുറിച്ചുള്ള പ്രയോഗമാണ് അത് എന്നുള്ളത്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കേട്ടല്ലോ. വീഡിയോ കേൾക്കുമ്പോൾ മൗദൂദി പറഞ്ഞ അതേ ആശയമാണ് അക്ബറും പറയുന്നത്. ഒരാളിൻ്റെ പിന്നെ വാരിയല്ലിനും നട്ടലിനും ഇടക്ക് എന്നാണ്. പക്ഷേ അതെവിടെയാണ് മൗദൂദി പറയുന്നതിന് പുറമെ ഇദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം അതെവിടെയാണ്? സെമിനൽ വെസിക്കിളിലാണ്. സെമിനൽ വെസിക്കിൾ എവിടെയാണ്? അത് പിന്നെ വൃഷ്ണത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. സെമിനൽ വെസിക്കിൾ എവിടെ ചെയ്യുന്നത്? ഇന്നോടത്താണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അതാണ് ആ വീഡിയോ കേൾക്കുന്നത്. ഒരാളിൽ നിന്നാണ് അത് വരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആണിൽ നിന്നും പെണ്ണിൽ നിന്നൊന്നും പറയുന്നില്ല ഈ വീഡിയോയിൽ, ഒരാണിൽ നിന്ന് തന്നെയാണ്. അത് പിന്നെ അദ്ദേഹം അത് ആക്കി തീർക്കണം എന്താ വെച്ചാൽ സെമിനൽ വെസിക്കിൾ എന്നാക്കി മാറ്റാണ്. അതെവിടെയാണ്? അത് ഇതിൻ്റെ അടിയിൽ നിന്നാണ് പറയുന്നത്, നട്ടലിൻ്റെ വാരിൻ്റെ അടിയിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. അതിങ്ങ് കിട്ടണമെങ്കിൽ അദ്ദേഹം വെബ്സൈറ്റ് പറയുന്നു, അവിടെ ചെന്ന് തിരഞ്ഞാൽ കാണുന്നുള്ളതാണ്. ഖുർആൻ പറയുന്നത് ബീജം പുറത്തു വരുന്നു എന്നല്ല, ദ്രാവകമാണ്, മാഉൻ ദാഫിഖാണ്. ആ മാഉൻ ദാഫിഖ് എവിടെ നിന്നാണ് പുറത്തു വരുന്നത്? സെമിനൽ വെസിക്കിളിൽ നിന്നാണ്. സെമിനൽ വെസിക്കിളിന്റെ സ്ഥാനം നിങ്ങൾക്ക് ഇപ്പോൾ ഇന്റർനെറ്റിൽ പോയി ഗൂഗിളിൽ സെർച്ചിൽ പോയിട്ട് ഇമേജസ് എടുത്തിട്ട് സെമിനൽ വെസിക്കിൾസ് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് അതിന്റെ പിക്ചർ കറക്റ്റ് കിട്ടും. നട്ടലിനും വാരിയലിനും ഇടയിലാണ്, വളരെ കറക്റ്റ്. ഞാൻ പറയുന്നത് ഇന്നലകളിൽ ഇത് എങ്ങനെയാണ് ബീജം ഉണ്ടാകുന്നത്? അതിപ്പോൾ നമ്മളുടെ തലയുടെയും കാലിൻ്റെയും ഇടയിൽ എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയല്ലേ? ഇതിലിപ്പോൾ എന്താ അത്ര വലിയ പ്രത്യേകത? ഇതേതായാലും നമ്മൾ ചോദിക്കുമ്പോൾ പ്രശ്നമായിരുന്നു. ഇപ്പോൾ അയ്യൂബ് മൗലവിനെ ചോദിച്ചുകൊണ്ട് കുഴപ്പമില്ല. ഭക്ഷണത്തിലാണല്ലോ, പിന്നെ എങ്ങനെയാണ് നട്ടലിനും വാരിയലിനും ഇടയിൽ എന്ന് ആലോചിച്ച് ബേജാറായിരുന്നു. എന്നാൽ അപ്പോ നമ്മൾ അതിനനുസരിച്ച് വ്യാഖ്യാനിക്കാതെ പടച്ചവൻ പറഞ്ഞതിന്റെ പൊരുൾ നമുക്ക് പിന്നീട് പിടുത്തം കിട്ടാം എന്ന് വിചാരിക്കുന്നതാണ് ഒരു മുസ്ലിം. ഇദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്ന കാര്യം ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇപ്പം ആദ്യം പറഞ്ഞതിൽ നിന്നൊരു വ്യത്യാസമാണ് ഇപ്പോൾ ഈ പറയുന്നത്. ആദ്യം പറയുന്നത് എന്താ? ഒരാണിൽ നിന്ന് തന്നെയാണ് വരുന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞത്.
ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയാണ്? പ്രാമാണികർ മനസ്സിലാക്കിയതുപോലെ മുഹമ്മദ് നബി, സ്വഹാബത്ത്, അതിൻ്റെ താബികൾ എങ്ങനെ ഖുർആൻ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ സ്വന്തം നിലക്ക് പറയരുത്. ഞാനിപ്പോൾ സാന്ദർഭികമായിട്ടൊരു കാര്യം ഞാനിപ്പോൾ ഇത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കണ്ടതാണ്. എങ്ങനെയാണ് ഈ ഇൻ്റർനെറ്റിൻ്റെ അൽഗോരിതം എന്ന ആ ഒരു സാധനം. ഇപ്പം നമ്മളുടെ ഇവിടെ ലൈവ് ഏതാണ്ട് 1100 ആളുകൾ, ഇവിടെയും 2 ചാനലിലും കൂടിയിട്ട്. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് നമ്മളുടെ എക്സ് മുസ്ലിം സമീറിൻ്റെ ലൈവ്, അവിടെ 1100-ലധികം ആളുകൾ അവിടെ ലൈവ്. പിന്നെ ക്രിസ്ത്യൻ പ്രിൻസ് വേഴ്സസ് ഡോൺ ഡി ടാൻ, അവിടെ 2000 ആളുകൾ അവിടെ ലൈവ്. പിന്നെ നമ്മുടെ ലിയാക്കത്തിൻ്റെ ചാനലിൽ അവിടെയും 1000-ഓളം ആളുകൾ അവിടെയും ലൈവ്. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ നടക്കുന്ന ചാനലുകളോ ഇതുപോലുള്ള സാധനം എടുത്തു കഴിഞ്ഞാൽ ദിക്ർ ഹൽക്ക, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് സാന്ദർഭികമായിട്ടൊരു കാര്യം പറയണം. ഈ നബിദിനം എന്നാ വരുന്നത്? അത് ഈ ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ? അതൊന്ന് ഇവിടെ ആരെങ്കിലും ഒന്ന് പറയാമോ? നമ്മളുടെ കോൻ ബനേഗ കോയാപ്പതിയുടെ ഒരു മാരത്തോൺ ഇവൻറ്റ് അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ഡേ ഇവൻ്റായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. വിത്ത് നമ്മളുടെ പന്നിയിറച്ചിയും സാധനമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് നമ്മളുടെ ഗ്രൂപ്പ് വഴി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലൊരു പൊളപ്പൻ സാധനം നമ്മൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ചില സമ്മാനങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. അപ്പോൾ അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും മൺഡേ ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സൺഡേ ചെയ്ത് കളയാം, മൺഡേ ആണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോൾ എന്തായാലും നബിദിനത്തിൻ്റെ തലേന്ന്, അതായത് അതിൻ്റെ രാവിൽ നമുക്ക് പരിപാടി ഒപ്പിച്ച് കളയാം. മുഹമ്മദ് നബിയുടെ പേര് വെച്ചുകൊണ്ട് ഒരു അടിപൊളി ഒരു കോൻ ബനേഗ കോയാപ്പതി അത് ഒന്ന് പ്രതീക്ഷിക്കാം. സോ ബാക്ക് ടു അവർ വീഡിയോ. നമുക്ക് ഖുർആൻ മനസ്സിലാക്കാൻ ഒരു മൻഹജു സലഫുണ്ട് എന്നാണ് ആ അർത്ഥത്തിൽ. ഇനിയിപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ സുൽബും അദ്ദേഹം തൊബിരിയാണ് ഉദ്ധരിക്കുന്നത്, തഫ്സീറു തൊബിരി. അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇബ്നു അബ്ബാസിന് ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് പറയുന്നത് എന്താണ്? സ്ത്രീയുടെ മാറിൻ്റെ ഇടക്കിൽ നിന്നാണ് അത് വരുന്നത്. തറായിബ് ഉദ്ദേശിക്കുന്നത് സ്ത്രീയുടെ മാറിടമാണ്. സുൽബ് പുരുഷനാണ്. അപ്പോൾ പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നുമാണ് അത് വരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതാണ് അദ്ദേഹം മാത്രമല്ല അത് കൃത്യമായിട്ട് പറയുന്നത്. വഖ്തലഫ അഹ്ലു തഅ്വീൽ ഫീ മാന തറായിബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തൊബിരി തുടങ്ങുന്നത് തന്നെ. തഅ്വീലിൻ്റെ ആളുകൾ ഇഖ്തിലാഫ് ആയിട്ടുണ്ട് എന്നാണ് എപ്പോഴും തൊബിരി ഇങ്ങനെയാണ് പറയുക. എന്നിട്ട് അദ്ദേഹം പറയുന്നതാണ്, ഇബ്നു അബ്ബാസ് ഇങ്ങനെയാണ് പറഞ്ഞത്, തറായിബ് എന്നത് സ്ത്രീയുടെ ബൈനസദിയിൽ മർഅത്തി, സ്ത്രീയുടെ 2 സ്തനങ്ങൾക്കിടയിൽ നിന്നാണ് ഇത് വരുന്നത് എന്നാണ്. ഓക്കെ. സൺഡേ ഓണം സെലിബ്രേഷൻ ആണ്, അന്ന് കോളില്ലെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അന്ന് സൺഡേ ആണല്ലേ ഓണം, അത് ഞാൻ വിട്ടുപോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓണത്തിൻ്റെ പരിപാടി കഴിഞ്ഞ് തിങ്കളാഴ്ച നമുക്ക് ചെയ്ത് കളയാം. എന്ത് പറയുന്നു? ഓക്കെ അല്ലേ? അപ്പോൾ ഓണത്തിൻ്റെ അന്ന് നമ്മൾ ഓണം, അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം നമുക്ക് നബിദിന സ്പെഷ്യൽ കോൻ ബനേഗ കോയാപ്പതി. അപ്പോൾ അത് തിങ്കളാഴ്ചത്തേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് നേരത്തെ നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞതാണിത്. പിന്നെ അതിനൊരു അർത്ഥമുണ്ട്. എന്താണ്? മൗലിഉൽ ഖിലാദ, സ്ത്രീയുടെ മാറിൽ കണ്ടാഭരണം തൂങ്ങിക്കിടക്കുന്ന സ്ഥലം. നമ്മൾ സ്ത്രീകൾ ഇങ്ങനെ മാലിട്ടാൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമല്ലോ, അത് തന്നെയാണ് ഈ സദി എന്ന് പറയുന്ന സ്ഥലവും. സ്ത്രീയുടെ സ്തനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഏതർത്ഥം പറഞ്ഞാലും ഇതാണ് ഇബ്നു അബ്ബാസ് ഉദ്ദേശിച്ചതെന്നാണ്. ഇപ്പം അക്ബർ പറഞ്ഞ ഇത് വെച്ചുകൊണ്ട് ഖുർആനിൽ വരേണ്ടിയിരുന്നത്, അക്ബറിൻ്റെ വാദമനുസരിച്ച് ഹുലിക മിമ്മാഇനി ദാഫിഖൈനി എന്ന് പറയണം. കാരണം 2 വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെടുന്നത്, പുരുഷൻ്റെ വെള്ളവും സ്ത്രീയുടെ വെള്ളവും. പുരുഷൻ്റെ വെള്ളം എവിടുന്നാണ് വരുന്നത്? സുൽബിൽ നിന്ന്. സ്ത്രീയുടെ വെള്ളം വരുന്നത് അവിടെ തറായിബിൽ നിന്ന്. അങ്ങനെ വരുമ്പോൾ 2 വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഹുലിക മിമ്മാഇനി, 2 വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ആ 2 വെള്ളമാകട്ടെ ദാഫിഖൈനിയാണ്. സ്ത്രീയുടേതും തെറിച്ചു വീഴുന്നു, പുരുഷൻ്റേതും തെറിച്ചു വീഴുന്നു. നമുക്ക് പുരുഷൻ്റെ വെള്ളം തെറിച്ചു വീഴാൻ നമുക്കറിയാം, സ്ത്രീയുടേതും തെറിച്ചു വരുന്നത് ഉണ്ടാക്കി തീർക്കേണ്ട അക്ബർ, അത് ഞാൻ പിന്നീട് പറയാം. അപ്പൊ ഇങ്ങനെയാണ് പറയേണ്ടത്, എന്ന് അല്ല പറയേണ്ടിയിരുന്നു അക്ബറിന്റെ വാദം അനുസരിച്ച്. അതായത് ഇപ്പോൾ അയ്യൂബ് മൗലവിക്ക് അറബി അറിയാം എന്നുള്ള കാര്യം ഇന്നലത്തോടുകൂടി സ്ഥാപിക്കപ്പെട്ടു. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ആളുകൾ, വിശ്വാസികൾ അയ്യൂബ് മൗലവിയെ സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം വരും. ഈ വരുന്ന സമയത്ത് ഇത് കേൾക്കുമ്പോൾ അവർക്കും കുറച്ച് അറബിയൊക്കെ അറിയാം എന്നും കൂടി വന്നാൽ ഇതിൻ്റെ എഫക്റ്റ് 10 മടങ്ങാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ സംഗതി കേൾക്കുമ്പോൾ, അതായത് തെറിച്ച് വീഴുന്ന ദ്രാവകത്തിൽ നിന്നും എന്ന് പറയുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് പുരുഷൻ്റേതാണ്. പക്ഷേ അത് സ്ത്രീയുടെയും പുരുഷൻ്റെയും എന്ന് പറയാൻ വേണ്ടി എം അക്ബർ നടത്തുന്ന കപടശ്രമം, ആ ഒരു കബളിപ്പിക്കൽ,
അതാണ് ഇവിടെ പണ്ട് നമ്മളുടെ അയ്യു മൗലവി നടത്തിയതും അത് കയ്യോടെ പിടികൂടി ഇവിടെ അവതരിപ്പിക്കുന്നത്. കാരണം എന്താണ്? അയ്യു മൗലവിക്ക് അറബി അറിയാലോ, അയ്യു മൗലവി പോളിടെക്നിക്കിൽ പോയിട്ടുണ്ടേ അറബിക്. അപ്പോൾ അതുകൊണ്ട് പുള്ളി പറയുന്ന കാര്യം അവിടെ ശരിയാണ്. ഇനി അതല്ല, ഇപ്പോൾ ഈ പറഞ്ഞ സംഗതി അയ്യു മൗലവി ഒന്ന് പറയണം, അത് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതിൽ തെറ്റാണ്, അതങ്ങനെ ഐനി എന്ന് പറയണ്ട, കാരണം രണ്ട് എന്ന അർത്ഥത്തിൽ പറയണ്ട, ഒന്ന് പറഞ്ഞാൽ അത് രണ്ടും കൂടിയാണ് എന്ന് ഇന്ന് പറയണം. കാരണം അറബി പുള്ളി പറയുന്നത് നിങ്ങൾക്ക് കേട്ട് കാണും, പുള്ളി കൃത്യമായ അറബിയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് നമുക്ക് സംശയിക്കാൻ യാതൊരു വകുപ്പില്ല. ഒന്നുകൂടി മണി കേട്ടോളൂ. പുരുഷൻ്റേതും തെറിച്ചു വീഴുന്നു. നമുക്ക് പുരുഷൻ്റെ വെള്ളം തെറിച്ചു വീഴാൻ നമുക്കറിയാം, സ്ത്രീയുടേതും തെറിച്ചു വരുന്നത് ഉണ്ടാക്കി തീർക്കേണ്ട അക്ബർ, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് പറയേണ്ടത്, ഹുലിക മിമ്മഅൈനി ദാഫിഖൈൻ. മനസ്സിലായോ? മഅൈൻ ദാഫിഖൈൻ, തെറിച്ചു വീഴുന്ന രണ്ട് എന്നർത്ഥം. ഐൻ. ഓക്കെ, എനിക്കും ഇച്ചിരി അറബിയൊക്കെ അറിയേ എന്ന് അള്ളാഹ് പറയേണ്ടിയിരുന്നു അക്ബറിൻ്റെ വാദം അനുസരിച്ച്. യഖ്റുജാനി, ആ രണ്ട് വെള്ളവും പുറത്തു വരുന്നത് മിൻ ബൈനി സുൽബി വത്തറായിബ്, തറായിബിൻ്റെയും സുൽബിൻ്റെയും ഇടയിൽ നിന്ന് അത് പുറത്തോട്ട് വരുന്നു എന്നാണ്. ഇവിടെ ഇതിൻ്റെ ഇടയിൽ വിശ്വാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കണം കേട്ടോ. ഞാൻ ഇതിൽ പറഞ്ഞ പോലെ വിശ്വാസികൾക്കാണ് ഇന്ന് പ്രയോറിറ്റി. അപ്പോൾ കാക്കാമാർ ഒന്ന് വിളിച്ചാൽ നന്നായിരിക്കും. നിങ്ങളിൽ നിന്നാണ് ഇന്ന് കൂടുതൽ അറിയാനുള്ളത്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ കോൾ. ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. വിളിച്ചതൊക്കെ കാഫിറുകൾ മാത്രം. അവരെ നമ്മൾ ഇന്ന് എടുക്കുന്നില്ല, കുറച്ച് കഴിയട്ടെ. അള്ളാഹു എന്ത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, സുൽബിർ റജുലി വതറായിബിൽ മർഅ, സ്ത്രീയുടെ തറായിബ് എന്നും സുൽബിർ റജുൽ പുരുഷൻ്റെ നെഞ്ചല്ല് എന്നും സ്ത്രീയുടെ നെഞ്ചല്ല്, തറായിബിൽ മർഅ സ്ത്രീയുടെ നെഞ്ചല്ല് എന്നും അസുൽബുൽ റജുൽ പുരുഷൻ്റെ മുതുകല്ല് എന്നും അള്ളാഹ് പറഞ്ഞിട്ടില്ല. ഖുലിക മിമ്മഅൈനി ദാഫിഖൈൻ യഖ്റുജാനി മിന സുൽബി വത്തറായിബ്. എന്താ ഇത്? ഇങ്ങനെയാണ് പറയേണ്ടത് കേട്ടോ. ഇപ്പോൾ കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ പറയലാണ്. പദങ്ങളുടെ കൃത്യത ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഇത് തെക്കിനി തുറന്നു വെച്ച അയ്യോ മൗലവിയാണ് കേട്ടോ, നിങ്ങളത് മറക്കരുത്. സ്ത്രീയുടെ നെഞ്ചല്ലിൻ്റെയും പുരുഷൻ്റെ മുതുകല്ലിൻ്റെയും ഇടയിൽ നിന്ന് പറയുമ്പോൾ ഇത് രണ്ടും അല്ലാത്തൊരു സ്ഥലമാണ് വരിക. പുരുഷൻ്റെയും ആവില്ല, സ്ത്രീയുടേതും ആവില്ല. അപ്പം ഞാൻ പറയാം, നിലമ്പൂരിൻ്റെയും ചന്തക്കുന്നിൻ്റെയും ഇടയിൽ നിന്ന് പറഞ്ഞാൽ ഇത് നിലമ്പൂരിനും അല്ല ചന്തക്കുന്നും അല്ലാത്തൊരു ഇടക്കുന്നൊരു സ്ഥലം. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എം അക്ബറിൻ്റെ ഇയാളുകൾ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ എന്താണ് ചെയ്യുക എന്ന ആ ചോദ്യം, അത് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഇയാളുകൾ നമ്മളെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നു. ഇപ്പോൾ നിങ്ങളെ നിന്നും എന്നിൽ നിന്നുമുള്ള ഇടയിൽ നിന്നെന്ന് പറഞ്ഞാൽ എന്തേക്കാരം, നിങ്ങളെ വീടിൻ്റെയും എൻ്റെ വീടിൻ്റെയും ഇടക്കെന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ വീട്ടൊന്നും അല്ല, എൻ്റെ വീട്ടൊന്നും അല്ല, ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഒരു ബൈനയുണ്ട് ഇടയിൽ. മിംബൈന സുൽബി വത്തറായിബ്, തറായിബിൻ്റെയും സുൽബിൻ്റെയും. ഷാഹുലിനെ ബ്ലോക്ക് ചെയ്യരുത്. ഷാഹുലിനെ ആരും ബ്ലോക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഇടയിൽ നിന്നാണ്. എടാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത് ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇടയിൽ നിന്നെന്ന് പറഞ്ഞാൽ ആണിൻ്റേതും അല്ല പെണ്ണിൻ്റേതും അല്ല, ഒരു പുറത്തു നിന്നായി പോകും. അപ്പോൾ ബൈന വരുന്നതോട് കൂടി അത് സ്വയ്പാണ്. സത്യത്തിൽ പറയേണ്ടത് വിപിൻ വിളിച്ചിട്ടൊരു കാര്യമില്ല. വിപിൻ അല്ലെങ്കിൽ അറ്റം മുറിച്ച് കോയയായിട്ട് വരും. ഇന്ന് നമ്മൾ കോയമാരെയാണ് പ്രതീക്ഷിക്കുന്നത്. ഖുലിക മിമ്മഅൈനി ദാഫിഖൈൻ യഖ്റുജാനി മിനസ് സുൽബി വത്തറായിബ, ബൈന ഒഴിവാക്കി പറയേണ്ടിയിരുന്നു. അങ്ങനെയും പറഞ്ഞു കാണുന്നില്ല. ഇപ്പം ഇവിടെ മനസ്സിലായല്ലോ അദ്ദേഹം ഉപയോഗിച്ച അർത്ഥം. ആദ്യം അദ്ദേഹം ഉപയോഗിച്ചത് പണ്ഡിതൻ, അറബി പണ്ഡിതൻ. അദ്ദേഹം തന്നെ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുള്ളത് നമ്മൾ പറഞ്ഞു. അത് പറയുന്നത് വാരിയല്ലിൻ്റെയും നട്ടലിൻ്റെയും ഇടയിൽ നിന്ന് വരുന്ന കാര്യമാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ. പിന്നെ അദ്ദേഹം പറഞ്ഞു അത് രണ്ടും ഒരാളാണ്, രണ്ടാളല്ല എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായിട്ട് അദ്ദേഹം പറയുന്നത്, ഇമാം തൊബിരി ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് പറയുന്നത് ഇങ്ങനെയാണ്, സുൽബ് ആണാണ്, തറായിബ് പെണ്ണാണ്. അപ്പോൾ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇടയിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്. അപ്പോൾ രണ്ട് വെള്ളങ്ങളെക്കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് പറയേണ്ടത് ഞാൻ പറഞ്ഞു. ഇയാളോട് എനിക്ക് പ്രേമം തോന്നി തുടങ്ങിയിട്ടോന്ന്, അയ്യോ മൗലവിയോടോ. അതിപ്പോൾ നമ്മളെങ്ങനെ അറിയിക്കാൻ? മൗലവിയുടെ നമ്പർ തരാം, നമ്മൾ വിളിച്ചാൽ എന്തായാലും ഫോൺ എടുക്കാറില്ല, നിങ്ങൾ നേരിട്ട് വിളിച്ച് പറഞ്ഞോ. മാത്രമല്ല അവിടെ രണ്ട് വെള്ളങ്ങൾ അല്ല ചേർന്നല്ല കുഞ്ഞുണ്ടാകുന്നത്, അത് നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ മൗദൂദി പറഞ്ഞൊരു നിലപാടും അമാനി മൗലവി പറഞ്ഞതും അക്ബർ പറഞ്ഞതും ഒന്ന് ഞാനൊന്ന് ക്രോഡീകരിക്കാം. അമാനി മൗലവി പറയുന്നത് ഒരാളിൽ നിന്നാണ് അത് വരുന്നത്. പക്ഷേ അത് ഈ സുൽബും തറായിബും എങ്ങനെയാണ്, അത് പിന്നീട് വൃഷ്ണത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെയാണ് മൗദൂദി അത് അങ്ങനെ ആക്കുകയാണ്. അമാനി മൗലവി കൃത്യമായിട്ട് പറയാണ്, പുരുഷൻ്റെ ബീജത്തിൻ്റെ കേന്ദ്രം അത് നട്ടലും, സ്ത്രീയുടെ അണ്ടത്തിൻ്റെ കേന്ദ്രം, സ്ത്രീയുടെ വെള്ളത്തിൻ്റെ കേന്ദ്രം സ്ത്രീയുടെ വാരിയല്ലുമാണ് എന്ന് അമാനി മൗലവി കൃത്യമായി പറയുന്നു. തറായിബാകട്ടെ പെണ്ണിന്റെ ശരീരത്തെ മാത്രം കുറിക്കുന്ന പ്രയോഗമാണ്. പെൺ ശരീരത്തിൽ
പെൺ ശരീരത്തിൽ കഴുത്തിനും കാലിനും ഇടക്കുള്ള ഏത് സ്ഥലത്തെക്കുറിച്ചും തറായിബ് എന്ന് പറയാം. തറായിബ് എന്ന ശബ്ദം യഥാർത്ഥത്തിൽ അറബിയിൽ കോമൺ ആയിട്ടുള്ള ഒരു പ്രയോഗമല്ല. നിങ്ങൾക്ക് ഞാനിത് പറയുമ്പോൾ എന്റേതായ വ്യാഖ്യാനമല്ല, പുതിയ വ്യാഖ്യാനമല്ല. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ, ഈ കണ്ടല്ലോ അല്ലേ? അറബിയാണ്, പോളിടെക്നിക്കിൽ പോയിട്ടുള്ള ആളെ ഇപ്പം കൃത്യം പറഞ്ഞു തരും. എം അക്ബർ അണ്ണാക്കിലേക്ക് കൊടുക്കും അറബി. വീഡിയോയിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയണം തറായിബ് എന്ന വാക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൊക്കെ കുറേ ഡിക്ഷണറി എന്നാണ് ഉദ്ധരിക്കുന്നത്. എന്തായാലും ആവട്ടെ, ഖുർആൻ വ്യാഖ്യാനത്തിൽ ഡിക്ഷണറിക്ക് എത്രത്തോളം പങ്കുണ്ട് എന്നുള്ളത് നമുക്കറിയാലോ. അറിയില്ല. അത്തഫ്സീറു ബി മുജറദിർ റഈ എന്നാണ്. അവരവരുടെ യുക്തിക്കനുസരിച്ച് അവരവർ നേടിയെടുത്ത ഭൗതിക വിദ്യാഭ്യാസത്തിനനുസരിച്ച് ഖുർആൻ വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ് എന്നാണ് പ്രാമാണികമായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഓഹോ, അന്ത മാതിരിയാ. ശരി. ഇന്ന തഫ്സീറിനാണ് അത്തഫ്സീറു ബി മുജറദിർ റഈ എന്ന് പറയുക. ഏതായാലും അവിടെ കട്ടെ, അദ്ദേഹം ഡിക്ഷണറിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രാമാണിക പണ്ഡിതനായ അത്വബിരിയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് തറായിബ് എന്നത് എന്താണ് എന്നുള്ളതാണ്. അത് സ്ത്രീയുടെ ഇവിടെ നിന്നാണ് തുടങ്ങി, കാല് തുടങ്ങുന്നത് വരെ എന്നാണ് അദ്ദേഹം പിന്നീട് ആക്കുന്നത് കേട്ടോ. അത് എവിടെ നിന്നാണ് അതിന് തെളിവെന്നറിയില്ല. തറായിബ് ഇവിടെ നിന്നാണ് തുടങ്ങും, ഒരു സ്ത്രീയുടെ ഇവിടെ നിന്നാണ് തുടങ്ങിയിട്ട് കാലുമൻ്റെ ഇതുവരെ വരികയാണ്. അതവിടെ കട്ടെ. തറായിബ് എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ മാലയിടുന്ന മൗദിഉൽ ഖിലാദ, ഇതാണ് സ്ഥലം മൗദിഉൽ ഖിലാദ. എം അക്ബർ പ്ലീസ് നോട്ട്, തറായിബ് അതല്ല, അത് ഇതാണ്. ഓക്കെ, സ്ഥിതി നിൽക്കുന്ന സ്ഥലം. അല്ലെങ്കിൽ വേറൊരു അർത്ഥം അതിന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇതിന് സത്യത്തിൽ സ്വദിർ, നെഹ്ർ എന്നൊക്കെയാണ്. പിന്നെ ഒരു കാര്യം, തറായിബ് എന്നുള്ള ബഹുവചനമായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. തെരീബ എന്നുള്ള ഏകവചനമുണ്ട്, സുൽബ് ഏകവചനാണല്ലോ, അസുലാബ് ബഹുവചനമാണ്. ഇവിടെ ഒരാളെ വെള്ളത്തെപ്പറ്റി പറയുമ്പോൾ തറായിബ് ബഹുവചനാക്കിയാണ് പറയുന്നത്. അത് ആ വാക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ അറബിൽ കുറേ വാക്കുകളുണ്ട്. ഇപ്പോൾ പിന്നെ നമ്മൾ അവലംബം കൊടുക്കുന്ന വാക്കുണ്ടല്ലോ, പിന്നെ അതിന് മറാജ് എന്നാ പറയുള്ളൂ, മർജ എന്ന് പറയില്ലല്ലോ. അതേപോലെ തറായിബ് എന്നേ പറയാം. അതേപോലെ തറായിബിന് വേറെ നമുക്ക് വിശക്കുന്നു എന്ന് പറയുന്ന പോലെ എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ അത്രയേ ഉള്ളൂ. പ്രത്യേകത ഉണ്ട്. അത് അധികവും സ്ത്രീകളെ കുറിക്കാനാണ് ആ പദം ഉപയോഗിക്കുക. പുരുഷനും ആ വാക്ക് ഉപയോഗിക്കും കേട്ടോ. തറായിബ് എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ സ്വതറിനും പറയും, സ്ത്രീയുടെ സ്വതറിനും പറയും. അപ്പോൾ മലപ്പുറത്ത് നമ്മളെ കോഴിക്കോട് ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ആളുകൾ ചോദിക്കും നിങ്ങളെ പെണ്ണുങ്ങളാ എന്ന് ചോദിക്കും. എന്നുവെച്ചാൽ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലെന്താ, പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ബഹുവചനം. അപ്പോൾ പെണ്ണുങ്ങളാ എന്ന് ചോദിച്ചാൽ നമ്മൾ വിചാരിക്കും നിങ്ങൾ കുറേ പെണ്ണുങ്ങൾ എന്നുള്ളതല്ല, നിങ്ങളുടെ ഭാര്യയാണോ എന്ന ചോദ്യമാണ്. അപ്പോൾ നിങ്ങളെ പെണ്ണുങ്ങളെവിടെ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ ഭാര്യ എവിടെ എന്നാണ്. അപ്പോൾ ഭാര്യ എന്ന് പറയുന്നത് സിംഗുലർ ആണെങ്കിലും അപ്പോൾ ഭാര്യമാർ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് പെണ്ണുങ്ങൾ എന്നാണ് അവിടെ പറയുക. അപ്പോൾ ഇത് ഭാഷയിൽ ചില ആളുകൾ ഇപ്പോൾ നിങ്ങളെവിടെ എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ ഈ നിങ്ങൾ എന്ന് പറയുന്നൊരു വാക്ക് കോഴിക്കോട്, മലപ്പുറം ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ആളെ കണ്ടാൽ നിങ്ങളെ പേരെന്താ, നിങ്ങൾ ഇരിക്കി, നിങ്ങൾ എപ്പോഴാണ് വന്നേ എന്നൊക്കെ നമ്മൾ ചോദിക്കും. നിങ്ങൾ കുത്തിരിക്കി എന്നൊക്കെ നമ്മൾ പറയും. അതേസമയം ഇപ്പോൾ തെക്കൻ ജില്ലയിൽ ഈ ഭാഗത്തേക്കൊക്കെ പോയിട്ട് നിങ്ങൾ എന്നൊന്ന് പറഞ്ഞാൽ അവിടെ തെറി വിളിക്കുന്നതിന് തുല്യമാണ്. ഇത് പണ്ട് എനിക്ക് അനുഭവമുള്ളത്. ഞാൻ കോളേജിൽ ജോയിൻ ചെയ്ത സമയത്ത് ഒരു പറയും കോയ. യെസ് കോയ, പറയൂ. ഹലോ, യെസ് പറയൂ. ആരാണെന്നോ? ഹരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ വ്യക്തിയാണോ? ആ അതെ. നിങ്ങളാരാണ്? ഞാന് എന്തേ കോയാന്ന് വിളിക്കാൻ കാരണം? നിങ്ങളെ പേരൂടെ കണ്ടു, ഷാജിദ്. പേര് കണ്ടാ കോയാന്നാണ് വിളിക്കുന്നത്. നല്ല എന്നോട് പേര് മാറ്റാൻ പറയാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. എന്റെ പേര് കണ്ടിട്ട് എന്നെ കോയെന്ന് ആൾക്കാർ വിളിക്കാറുണ്ട്. നല്ലൊരു സ്വഭാവമല്ല. ആണോ? 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 നിങ്ങളല്ലേ ചിന്തിക്കണം. ഒരാളെ നമ്മളെ വല്ല റെസ്പെക്ട് ഇല്ലേ ഒരാളെ വിളിക്കുമ്പോ? ഇല്ല. നിങ്ങൾ വിളിച്ച കാര്യം പറയൂ. എന്താ ചെയ്യാ, ഇത് കോയ കോളിങ്ങിന്റെ നമ്പറാണ്. ആ വിളിക്കുന്ന ആളുകൾ കോയമാരായിരിക്കണം. അതാണ് അതിന്റെ ഒരു കണ്ടീഷൻ. ഫോൺ കട്ട് ചെയ്യില്ലല്ലോ, ബ്ലോക്ക് ചെയ്യില്ലല്ലോ. എന്തിനാണ്? നിങ്ങൾ ലൈവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചോളൂ. ഓക്കെ, വിളിച്ചത് ശരിയല്ല. ഏതായാലും ഇന്റെ കൾച്ചറിന് അത് ശരിയല്ല. നിങ്ങളെ കൾച്ചർ വേറെ, ഞാൻ തെക്കനാ. നമ്മളങ്ങനെ യവനായാലും ഒരു മാന്യത എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിനനുസരിച്ച് ഞാൻ തെക്കനാണ്, നമ്മളങ്ങനെ വിളിക്കാറ്. നിങ്ങൾ പറയൂ, കാര്യം പറയൂ. അപ്പോ ഞാൻ കാര്യം പറഞ്ഞെന്ന് വെച്ചാല്, ഇപ്പോ നിങ്ങള് എത്തിസ്റ്റ് പോലുള്ള ആളുകള് കൂടുതലുള്ള രാജ്യങ്ങള് സ്ഥലം അറിയോ? ഇല്ല, പറയൂ. ഇല്ല, അങ്ങനെ രാജ്യങ്ങളോ സ്ഥലങ്ങളോ നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെ രാജ്യങ്ങളുണ്ട്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെല്ലാം ഉണ്ട്. ആ രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീ ശരീരം എന്ന് പറഞ്ഞാൽ പച്ച ഇറച്ചി വിൽക്കുന്ന പോലെയാണ്. ഏത് തെരുവിലും വേണ്ട പോലെ കിട്ടും. തുണി കഴിച്ചിട്ടിട്ട് ഗ്ലാസിന്റെ ചില്ലും കൂട്ടില് നിരത്തി വെക്കും. നിങ്ങളെ രാജ്യങ്ങളിൽ, നിങ്ങൾ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളില്
വേണ്ട പോലെ കാശ് കൊടുത്തിട്ട് ശരീരത്തിന്റെ പിന്നില് ഡോളറിന്റെ സംഖ്യ എഴുതി വെച്ചിട്ടുണ്ടാവും. കൊടുക്കുക, വാങ്ങുക, പോരാ. അത് ആസ്വദിക്കുക. അതിന് ഇസ്ലാം വായിച്ചിട്ടുണ്ടോ? എന്തെന്നാണ് ഇസ്ലാം അതിനെ വിലക്കുന്നു. ഇസ്ലാം വിവാഹത്തിലൂടെ വായിച്ചിട്ടുണ്ടോ? ഇസ്ലാമിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഞാൻ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? വായിച്ചിട്ടില്ല. അതിനകത്ത് അടിമച്ചന്തയിൽ പെണ്ണുങ്ങളെ വിൽക്കുന്നതിന്റെ ഒരു വിവരണം അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? യുദ്ധത്തിലുള്ള അടിമകൾ എന്ത് ചെയ്യണമായിരുന്നു? യുദ്ധത്തിലല്ല, കൊള്ളയിൽ പിടിച്ചതാണ്. കൊള്ളയിൽ രാജ്യാന്തര തലത്തിലുള്ള യുദ്ധത്തിൽ പിടിക്കപ്പെട്ട വനിതകൾ എന്ത് ചെയ്യണമായിരുന്നു? കൊള്ളയിൽ പിടിച്ച സ്ത്രീകളെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുമ്പോൾ അവരെങ്ങനെയാണ് ഡീൽ ചെയ്തിരുന്നതെന്ന് നിങ്ങൾക്ക് അറിയോ? വരുന്ന സ്ത്രീകളെ എന്ത് ചെയ്യണമായിരുന്നു? അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്ന കൊള്ളയിൽ പിടിച്ച സ്ത്രീകളെ എന്താ ചെയ്തിരുന്നെന്ന് നിങ്ങൾക്ക് അറിയോ? യുദ്ധങ്ങൾ നടക്കും, സ്വാഭാവികമാണ്. യുദ്ധമല്ല, കൊള്ള 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 ബദർ കൊള്ള, സ്ത്രീകളെ എന്ത് ചെയ്യണമായിരുന്നു? കൊള്ളയാണ്. എന്ത് ചെയ്യണമായിരുന്നു? കൊള്ളയിൽ പിടിക്കുന്ന സ്ത്രീകളെ എന്ത് ചെയ്യണമായിരുന്നു? പാസ്റ്റ് ടെൻസ് ആണ്. കൊള്ളയിൽ പിടിക്കുന്ന സ്ത്രീകളെ എന്താ ചെയ്യുന്നത് പറയൂ. സജസ്റ്റിന്റെ ഈ റെക്കോർഡ് ഇത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന വെല്ലുവിളിക്കണം. വെല്ലുവിളിക്കേണ്ടത് ലൈവാണ്. നിങ്ങൾ ലൈവിലാ സംസാരിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾ ലൈവിലാ സംസാരിക്കണേന്ന്. മലപ്പുറം ഞാൻ ഇവിടെ അടുത്ത് നിങ്ങളെ വെച്ചിട്ട് കോഴിക്കോട് വെച്ചിട്ട് എന്താ സ്ഥലം തൃശ്ശൂർ വെച്ചിട്ട് കണ്ടിരുന്നത്. നിങ്ങൾ ലൈവിലാ സംസാരിക്കുന്നത്. നിങ്ങളെ ലൈവിലാണ് സംസാരിക്കുന്നത്. അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്ന ആ സ്ത്രീകളെ എങ്ങനെയാണ് എന്ന് പറയും. തടവുകാരെ ഏത് രാജ്യവും എന്ത് ചെയ്യണം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ പറഞ്ഞതാ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം നിങ്ങൾ പറഞ്ഞു കൊടുക്കണമായിരുന്നു. പറയൂ, എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ. നിങ്ങൾ പറയണം. നിങ്ങൾ പറയാം. നിങ്ങൾ ഫതവുൽ മുഈൻ വായിച്ചിട്ടില്ലല്ലോ, അപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമെന്നാണല്ലോ പറയുന്നത്. അപ്പൊ എങ്ങനെയാന്ന് പറയൂ. സ്ത്രീകളെ എന്ത് ചെയ്യണമായിരുന്നു അറിയില്ല, നിങ്ങൾ പറഞ്ഞു തരൂ. എനിക്കറിയില്ല. ഞാൻ ഈ അടിമ സ്ത്രീകളെയൊക്കെ വെക്കുന്നതിന് എതിരാണ്. നിങ്ങളല്ല അതിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ആളുകൾ. അപ്പൊ നിങ്ങൾ പറയൂ, എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ. പ്രവർത്തിക്കുന്ന യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളെ എന്ത് ചെയ്യണമായിരുന്നു? എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ. പറഞ്ഞതാ. നിങ്ങൾ സജഷൻ ചെയ്യണം. ഞാനെന്തിനാ സജഷൻ ചെയ്യുന്നത്? നിങ്ങളല്ലേ ഇസ്ലാമിന്റെ ഗുണ്ട. നിങ്ങളല്ലേ ഇസ്ലാമിന്റെ ഗുണ്ട. ഇസ്ലാമിന്റെ ഗുണ്ട നിങ്ങളല്ലേ. നിങ്ങൾ പറയും, എങ്ങനെയാന്ന് പറയും. നിങ്ങൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് കോയ. നിങ്ങൾ ലൈവിലാണ്. നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്ക്. ലൈവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിടിക്കപ്പെട്ട രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളെ എന്ത് ചെയ്യണമായിരുന്നു സജഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ബലാത്സംഗം ചെയ്യണം. ആരിഫ് ഹുസൈനെ ഞാൻ അവിടെ വന്ന് ക്ഷയിക്കാൻ കഴിയും. ബലാത്സംഗം ചെയ്യണമെന്ന് ഇല്ല, പറയണം. നിങ്ങൾ എന്ത് ചെയ്യണം? അവര് എന്ത് ബലാത്സംഗം ചെയ്യണം. ശുക്ലം യോനിയിൽ കളയാതെ ബലാത്സംഗം ചെയ്യണം. ശുക്ലം യോനിയിൽ കളഞ്ഞോ കളയാതെയോ നിങ്ങൾക്ക് ബലാത്സംഗം. ഇതാണ് നബി പഠിപ്പിച്ചത്. അവരെ എന്താ പബ്ലിക് വേശ്യകളാക്കി എടുക്കാൻ പറ്റൂല. പറ്റും. അവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേശ്യാവൃത്തിക്ക് വിടാം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പോയി പഠിക്കും. ഇസ്ലാം പോയി പഠിക്കുക. ഇസ്ലാം പോയി പഠിക്കുക. ഞാൻ പഠിച്ചിട്ട് തന്നെയാണ് സുഹൃത്തെ. അപ്പൊ നിങ്ങൾ ഫതവുൽ മുഈൻ വായിച്ചിട്ടുണ്ടോ? ഫതവുൽ മുഈൻ വായിച്ചിട്ടുണ്ടോ? അവരെ ഇത് ചെയ്യണമായിരുന്നു. ഫതവുൽ മുഈൻ വായിച്ചിട്ടുണ്ടോ? അത് പറയും. ഫതവുൽ മുഈൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടുണ്ട് ആരിഫ്. എന്നാ പറയും. അതിലെന്താ എഴുതിയിരിക്കുന്നത്? ഈ അടിമകളെ എങ്ങനെയാണ് എന്നൊന്ന് പറയൂ. ഈ അടിമകൾ എങ്ങനെ ഉണ്ടാവുന്നത് അത് പറയും. കൊള്ളയടിച്ചിട്ട് സിറ്റുവേഷനിൽ അടിമകളിൽ നിന്ന് പറഞ്ഞ വിഷയം നടക്കണില്ല. കൊള്ളയടിച്ചിട്ട് സ്വതന്ത്ര സ്ത്രീകളായിട്ട് നടക്കുന്ന സ്ത്രീകളെ പിടിച്ച് അടിമയാക്കണം. ഇതാണ് ഇസ്ലാമിൽ നടന്നത്. അത് നിങ്ങളെ കൂടെയുള്ള കുറച്ച് ഈ എന്താണ് വട്ടമേശത്തിലുള്ള അതാ പറഞ്ഞു. സ്വതന്ത്ര സ്ത്രീകളായിട്ട് കഞ്ഞിയും പയറും ഉപ്പും മുളകൊക്കെ കൂട്ടി അവര് തിന്ന് കുടിച്ച് നടന്നിരുന്ന ആളുകളെ, ആ ഗോത്രങ്ങൾ നേരം വെളുക്കുന്നതിന് മുന്നേ പോയി വളഞ്ഞ് അത് പോയി കൊള്ളയടിച്ച് അതിലെ സ്ത്രീകളെ പിടിച്ചു കെട്ടി അവരെ ബലാത്സംഗം ചെയ്യാൻ ഇട്ടുകൊടുത്ത് അതിലെ കുട്ടികളെ മുണ്ടുപൊക്കി നോക്കി അവരെ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് വീണ്ടും ഇതുപോലെ അടിമകളാക്കി, മുതിർന്നവരാണെങ്കിൽ അവരുടെ തല വെട്ടി. ഇതാണ് അവിടെ നടന്നത്. അപ്പൊ അടിമയെ എന്ത് ചെയ്യണം പറയൂ. അടിമയെ എന്ത് ചെയ്യണം എന്ന് പറയൂ. നിങ്ങൾ കാരണം ലൈവിൽ 1400 ആളുകളായിട്ട്. താങ്ക്സ് ഫോർ ജോയിനിങ്. രാജ്യത്തിന്റെ തലത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗങ്ങളാണത്. എന്ത് അടിമയെ പോയിക്കലോ? അടിമയെ പോയിക്കൽ ഏത് ഇസ്ലാമിലെ ഭാഗമാണെന്നാണോ പറയുന്നത്?
അടിമയെ ഭോഗിക്കൽ ഇസ്ലാമിലെ ഭാഗമാണെന്നാണ് പറയുന്നത്. ഭോഗിക്കൽ ഒരു തെറ്റാണോ? സെക്സ് തെറ്റാണോ? ഇസ്ലാമിൽ പറയുന്നത് അടിമയെ നിങ്ങൾക്ക് ഭോഗിക്കാമെന്നാണ്. റേപ്പ് ഒരു തെറ്റല്ല എന്നാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് അടിമയെ ബലാത്സംഗം ചെയ്യാമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് അടിമയെ ബലാത്സംഗം ചെയ്യാം. നിങ്ങൾക്ക് അടിമയെ ബലാത്സംഗം ചെയ്യാം ഇസ്ലാമിൽ. നിങ്ങൾക്ക് ഇസ്ലാമിൽ അടിമയെ ബലാത്സംഗം ചെയ്യാം എന്നാണ് പഠിപ്പിക്കുന്നത്. അടിമയെ വെച്ച് നിങ്ങൾക്ക് പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്താം. അടിമയെ വെച്ച് നിങ്ങൾക്ക് പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്താം. നിങ്ങൾക്ക് ഒരാൾക്ക് ഒരടിമയെ വാങ്ങിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ 10 ആൾ കൂടി ഷെയർ ഇട്ടിട്ട് നിങ്ങൾക്ക് അടിമയെ വാങ്ങി പൂശാം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി ശരീരം ദാനം ചെയ്ത കഥ അത് വേറെയുണ്ട്. ശരീരം ദാനം ചെയ്യുന്ന കഥ വേറെയുണ്ട്. മുത്താ കല്യാണം എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ കണ്ടെത്തിയാൽ അവൾക്ക് വെള്ള തുണിയും കൊടുത്തിട്ട് അവളെ പോയി നിങ്ങൾക്ക് പൂശാം. അതിനെ നിങ്ങൾ മുത്താ കല്യാണം എന്ന് പറയും. അതും ഇസ്ലാമിൽ ഹലാലാണ്. ഇസ്ലാമിൽ മുത്താ കല്യാണം എന്ന് പറയുന്ന സംഗതി പച്ചയായ വ്യഭിചാരമാണ്. അത് ഇസ്ലാമിൽ ഹലാലായ സാധനമാണ്. അപ്പൊ നിങ്ങൾ ബലാത്സംഗം തെറ്റാണെന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ ഹലാലാണ്. നിങ്ങൾ ഇതുപോലെ വ്യഭിചാരം തെറ്റാണെന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി പോലും ഇതേപോലെ വ്യഭിചരിച്ച് നടന്നിരുന്ന ആളാണ്. മുഹമ്മദ് നബി പോലും ബലാത്സംഗം ചെയ്തിട്ടുള്ള ആളാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ ഇമാരി സാധനമൊക്കെ വെച്ചിട്ട് നിങ്ങൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ അതുപോലെ ഉള്ള മറ്റു സ്ഥലങ്ങളിൽ അവിടെയുള്ള ആളുകൾ അവരുടെ ഇച്ഛപ്രകാരം അവർക്ക് പറ്റുന്ന രീതിയിൽ കൺസെൻഷ്വൽ ആയിട്ട് ചെയ്യുന്ന കാര്യത്തെ അളക്കാൻ പോയാൽ മുഹമ്മദ് നബി എയറിൽ കയറും. അതാണ് ഉണ്ടാവുക. ഓക്കെ, മുഹമ്മദ് ആയിഷയെ പ്ലക്കിയത് എത്രാമത്തെ വയസ്സിലാണെന്നൊന്ന് പറയൂ കോയ. ആയിഷയെ പ്ലക്കിയത് എത്രാമത്തെ വയസ്സിലാണ് ഒന്ന് പറഞ്ഞേ. 9-ാം വയസ്സിലുള്ള പിഞ്ചു ബാലികയെ ഇതുപോലെ പൂശിയ മഹാനല്ലേ നിങ്ങളുടെ പ്രവാചകൻ. നാണമുണ്ടോ പൊന്നു കോയ? ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഒരു PDF ഫയലായിട്ടുള്ള മുഹമ്മദിന്റെ ചരിത്രമൊക്കെ വെച്ച് നിങ്ങൾ ഇതേപോലെ ഇറങ്ങി തിരിച്ചാൽ എങ്ങനെയാണ് ഇസ്ലാം എയറിൽ കയറാതിരിക്കുക? ഇതിപ്പോ അവിടെ ശൂന്യാകാശത്തേക്ക് എത്തിയില്ലേ? അതാ പറഞ്ഞേ, ശൂന്യാകാശത്ത് എത്തിയില്ലേ? സ്നേഹ ബഹുമാനമൊക്കെ അറിയാം. കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടി കൊല്ലണം. അതുപോലെ നിങ്ങളുടെ തൊട്ട അയൽവാസിയായിട്ടുള്ള കാഫിറിന്റെ വെളിച്ചം പോലും ഹറാമാണ് എന്ന് പഠിപ്പിക്കുന്ന മതമല്ല ഇസ്ലാം. അതാ പറഞ്ഞേ, കാഫിറിന്റെ വെളിച്ചം പോലും ഹറാമാണെന്നല്ലേ പറയുന്നത്. ഇതൊക്കെയല്ല ഇസ്ലാമിൽ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതിപ്പോൾ വിളിച്ചതുകൊണ്ട് 1500ഓളം ആളുകൾ ഇപ്പോൾ ലൈവിൽ കയറി. വളരെ നന്ദിയുണ്ട് ജോയിൻ ചെയ്തത്. അതാ പറയുന്നത്, നിങ്ങൾ വളരെ കറക്റ്റ് ടൈമിനാണ് കയറിയത്. നിങ്ങൾ കറക്റ്റ് ടൈമിനാണ് കയറിയത്. അതാ പറഞ്ഞത്, നിങ്ങൾ വളരെ കറക്റ്റ് ടൈമിനാണ് കയറിയത്. യു ആർ ഓൺ ലൈവ്. ഈ കോൾ അവിടെ ഓൾറെഡി വീഡിയോ വന്നു കഴിഞ്ഞു. താങ്ക്സ് ഫോർ ജോയിനിങ്. നിങ്ങൾ ലൈവാണ് കോയ, നിങ്ങൾ ലൈവാണ്. വീഡിയോ വന്നു കഴിഞ്ഞു. ലൈവാണ്, നിങ്ങൾ ലൈവാണ്. നിങ്ങളുടെ തലതൊട്ടപ്പൻ ഇന്നലെ അവിടെ തേഞ്ഞല്ലോ, എഴുന്നള്ളിച്ചുകൊണ്ട് കിടന്ന ആള്. ബബ്ബ അടിച്ച് നമ്മൾ കണ്ടു. അപ്പൊ അതുകൊണ്ട് ഇനി അയ്യോ മൗലവിയെ തല പൊക്കി കിടന്നു. നമുക്കിവിടെ കുറച്ച് അയ്യോ മൗലവിയുടെ ബാക്കി കാര്യങ്ങളോട് കിടക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ അവിടെ ഒന്നിരുന്ന് കേട്ടോളൂ. 9 മിനിറ്റ് ആയിട്ടുള്ളൂ. ഒരു 10 മിനിറ്റ് കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോക്കുള്ള വകുപ്പായി. പ്രിയപ്പെട്ട എഡിറ്റർ പ്ലീസ് നോട്ട്. അപ്പൊ പറയൂ 9-ാം വയസ്സുള്ള പിഞ്ചു ബാലികയെ പ്ലക്കിയ ആ മഹാൻ പഠിപ്പിച്ച മതമല്ലേ ഇസ്ലാം. ഭാര്യയെ തല്ലാൻ പഠിപ്പിച്ച മതമല്ലേ ഇസ്ലാം. അടിമയെ ബലാത്സംഗം ചെയ്യാൻ പഠിപ്പിക്കുന്ന മതമല്ലേ ഇസ്ലാം. നിങ്ങൾക്ക് മുത്താ കല്യാണം എന്ന് പറയുന്ന വ്യഭിചാരം ഹലാലാക്കിയ മതമല്ലേ ഇസ്ലാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര അടിമയെ പൂശാമെന്ന് പഠിപ്പിച്ച മതമല്ലേ ഇസ്ലാം. നിങ്ങൾക്ക് ഇതുപോലെ അടിമയെ പങ്കിട്ടെടുത്ത് വാങ്ങിച്ച് ബോയിക്കാമെന്ന് പഠിപ്പിച്ച മതമല്ലേ ഇസ്ലാം. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ആധുനിക ലോകത്തുള്ള ചെറിയ പ്രശ്നങ്ങളെ ഇതുപോലെ എടുത്ത് വിമർശിക്കാൻ വന്നാൽ മുഹമ്മദ് നബിയും അള്ളാഹും ഇസ്ലാമും മൊത്തത്തോടെ അങ്ങ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതാണ് കാര്യം. എന്താ കാണിച്ചിട്ടുണ്ട് ഹദീസ് പറയൂ. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെ പറയുന്ന ഇന്നെ റേപ്പ് ചെയ്തു, ഇന്നെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരൊറ്റൊന്ന് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എത്ര എണ്ണം വേണം നിങ്ങൾക്ക്? എത്ര എണ്ണം വേണമെന്ന് പറയും. എന്താ വേണ്ടത്?
ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെ സംസാരിച്ച ഒരൊറ്റൊന്ന് എതിരെ സംശയം മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് കേൾക്കും. നിങ്ങൾക്ക് വാട്സപ്പ് ഒന്നുമില്ല, അത് ഇപ്പൊ വായിക്കും, ഇപ്പൊ പറയും, നിങ്ങൾക്ക് പോയി കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇത് വീഡിയോ ഞാൻ കട്ട് ചെയ്തിടുമ്പോൾ അതിനകത്ത് ഹദീസ് ഉണ്ടാവും. വീഡിയോ കട്ട് ചെയ്തിടുമ്പോൾ അവിടെ ഹദീസ് വരും, നിങ്ങൾക്ക് പോയി കാണാം. ഹദീസ് ഇതാണ്, ഞാൻ പറയുന്നു. അതായത് മുഹമ്മദ് നബിയുടെ അടുത്ത് ശരീരം ദാനം ചെയ്യാമെന്ന പെണ്ണുങ്ങൾ വരുന്നു. അങ്ങനെ വന്നിട്ട് മുഹമ്മദ് നബിയെ ഞാനിതാ എൻ്റെ ശരീരം ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ പറഞ്ഞപ്പോൾ ആയിഷ ചോദിക്കുകയാണ്, എന്തൊട്ട് പടച്ചോനും പെണ്ണുങ്ങളാണിത്, ഇത്രയ്ക്ക് നാണം കെട്ട പെണ്ണുങ്ങളോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉടനെ ആയത്തിറക്കിയിട്ട് അത് ഹലാലാക്കിയപ്പോൾ ആയിഷ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങളെ പടച്ചോൻ നിങ്ങൾക്ക് പെണ്ണ് കൂട്ടിത്തരാൻ എന്തൊരു കഴപ്പാണ് എന്ന് ചോദിക്കുന്ന പടച്ചോനെയാണ് എന്ന് ചോദിക്കുന്ന ആയിഷയാണ്. നിങ്ങൾ മിണ്ടാതെ കേൾക്കൂ എന്ന് കേൾക്കൂ. ഇത് വിവാഹമല്ല, ശരീരം ദാനം ചെയ്യാൻ വേണ്ടി വന്നതാണ്. ശരീരം ദാനം ചെയ്യാൻ വേണ്ടി വന്ന സ്ത്രീയാണ്. ശരീരം ദാനം ചെയ്യാൻ വേണ്ടി തെറ്റല്ലെങ്കിൽ പോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആയിഷയ്ക്ക് അത് തെറ്റായിട്ട് തോന്നി, അതാണ് നമ്മുടെ പ്രശ്നം. നിങ്ങൾക്ക് തെറ്റല്ലായിരിക്കാം, പക്ഷെ ആയിഷയ്ക്ക് അത് തെറ്റായിട്ട് തോന്നുകയും അങ്ങനെ ശരീരം ദാനം ചെയ്യാൻ വന്ന പെണ്ണുങ്ങളെ കണ്ട് അത് എത്ര മ്ലേച്ഛമായ പ്രവൃത്തിയാണെന്ന് ചോദിക്കുക മാത്രമല്ല, അത് അനുവദിച്ചു കൊടുത്ത അള്ളാഹുവിനെ തെറി വിളിച്ച മഹദിയാണ് ആയിഷ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത്രയ്ക്ക് എങ്ങനെയാണ് ഇത്രയ്ക്ക് തെണ്ടിത്തരം എങ്ങനെ കാണിക്കാൻ പറ്റുന്നത്? നിങ്ങൾക്ക് പെണ്ണുകൂട്ടി തരാൻ പടച്ചോൻ ഇത്ര തിടുക്കമോ എന്ന് ചോദിക്കുന്ന ഹദീസ് പോലും ഉണ്ട്. എൻ്റെ പൊന്നു കോയ, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ വെറുതെ ഇസ്ലാമിനെ ന്യായീകരിക്കാൻ വന്നാൽ നിങ്ങളുടെ കാര്യം കട്ടപ്പോവുകയാണ്, ഇസ്ലാമിന്റെ കാര്യം കട്ടപ്പോവുകയാണ്, മുഹമ്മദ് നബിയുടെ കാര്യം കട്ടപ്പോവുകയാണ്, അള്ളാഹുവിന്റെ കാര്യം കട്ടപ്പോവുകയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, നിങ്ങൾ അറബി പറയാനുള്ള കാര്യം ഇംഗ്ലീഷിൽ പറഞ്ഞാലും മണ്ടത്തരം തന്നെയാണ്. ഓക്കെ, അപ്പൊ പുതിയത് എന്താണ്? ഇനി എന്താ പുതിയത് ചോദ്യം? അപ്പൊ ഹദീസ് ചോദിച്ചു, ഹദീസ് കാണിച്ചു തന്നു. ഇനി അടുത്ത പറയൂ. ഹദീസ് ചോദിച്ചു, ഹദീസ് കാണിച്ചു തന്നു, പറഞ്ഞു തന്നിട്ടുണ്ട്. വീഡിയോ കട്ട് ചെയ്തിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാം. പറയൂ, അത് കാണിച്ചു തരാന്നേ. അപ്പോ നമുക്ക് വേറെ വീഡിയോ ഇവിടെ കണ്ടിന്യൂ ചെയ്യണം. ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ അവിടെ ഹദീസ് ഉണ്ടാവും. സോ യു ക്യാൻ ഗോ ദെയർ ആൻഡ് വാച്ച്. ഓക്കെ, സോ വെൽക്കം ടു ദ പാർട്ടി. ഒരു മഴ പോയ പോലെ. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എവിടെ പോയി? ഏതായാലും ഒരു കോയ വന്നപ്പോൾ ഒരു ഉഷാറായി കാര്യങ്ങൾ. എന്തിനാണ്? സ്ത്രീയുടെ സ്വതർ എന്ന് മാത്രം. ഇവിടെ അദ്ദേഹം അത് ആക്കുന്നത് എന്താണ്? സ്വതർ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടം വരെ ആക്കുക. ഇവിടം വരെ ആക്കുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ അദ്ദേഹം ആക്കുകയാണ്. ഇങ്ങനെ ആക്കാൻ ഒരു അവലംബം തൊബരി ഒന്നും പറഞ്ഞു അല്ല. ആരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇങ്ങനെ ഈ കൂളായിട്ട് പറയുന്നത്, ഇങ്ങനെയാണ് കൂളായിട്ട് പറയുന്നത്. ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അത് അദ്ദേഹത്തിന്റെ വകയാണ്. ബൈബിളിൽ പല സ്ഥലത്തും സുൽബ് ഈ കടിപ്രദേശം എന്ന പ്രയോഗമുണ്ട്. കടിപ്രദേശത്തിൽ നിന്നുണ്ടായവർ എന്ന് മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇരക്കെട്ടിൽ നിന്നുണ്ടായവർ എന്ന് മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പെൽവിക് ആർക്ക് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഗർഭാശയവുമായി ബന്ധപ്പെട്ട് പൊതുവെ നടത്താവുന്ന ഒരു പരാമർശമാണ്. താനും ഇവിടെ എവിടെയാണ് ശാസ്ത്രം ഉള്ളതെന്ന് ഇനി നോക്കുക. കടിപ്രദേശത്തിന് നിന്ന് ഉണ്ടായവർ എന്നുള്ള പ്രയോഗം എല്ലായിടത്തുണ്ട്. കാരണം എന്താണ്? കാരണം എന്താ? കടിപ്രദേശം എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ലിംഗം ഉൾക്കൊള്ളുന്ന ഭാഗമാണ്. ലിംഗത്തിൽ നിന്നാണ് ശുക്ലം പുറത്തു വരുന്നതെന്നും ശുക്ലം കുഞ്ഞിന്റെ ജനനത്തിന് കാരണമാകുമെന്നും പറഞ്ഞു തരാൻ അതിനൊരു സയൻസും ആവശ്യമില്ല. ഏത് മനുഷ്യർക്കും മനസ്സിലാക്കാവുന്ന, നിരീക്ഷിക്കാവുന്ന കാര്യമാണത്. ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണത്. അതിന് സയൻസിന്റെ യാതൊരു കാര്യമല്ല. ഇതാണ് ബൈബിളിലുള്ളത്. ഇനി സുൽബ് എന്ന് പറഞ്ഞാൽ ലഹ്റ് എന്നാണ്. പുറം നമ്മുടെ ഇതുണ്ടല്ലോ നട്ടല്, അതിനാണ്. അത് അദ്ദേഹം ആ സുൽബും അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ട് ഇപ്പം എന്താ ആക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കടിപ്രദേശമാക്കുകയാണ്. സുൽബ് എന്ന് പറഞ്ഞാൽ നട്ടല്. പിന്നെ അതിനെ അദ്ദേഹം പോയിട്ട് ആ നട്ടല് എവിടുന്നാണ്ടാക്കണ്? അത് പിറകോട്ടുണ്ടാക്കി മാറ്റുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് കടിപ്രദേശമാക്കുകയാണ്. ഇതിലൊക്കെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരെ അയ്യോ മൗലവിയുടെ അടുത്ത് പോയി ചോദിക്കുക. നിങ്ങൾ അന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ അറബി വെച്ചിരുന്നല്ലേ, ആ അറബി ഇപ്പം മാറിയോ എന്ന് എന്നോടല്ല ചോദിക്കേണ്ടത്, അയ്യോ മൗലവിയോട് ചോദിക്കുക. ഇത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് എടുത്തത്. നിങ്ങൾ ഈ പിക്ചർ കണ്ടില്ലേ? ഇതാണ് ബൈന സുൽബ്. വിളിച്ചുകൊണ്ടിരിക്കുന്ന രാജേഷിൻ്റെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു വീഡിയോയിൽ ബിസിയാണ്. ദയവായി കാത്തു നിൽക്കുക, അല്ലെങ്കിൽ അല്പനേരം കഴിഞ്ഞ് വീണ്ടും വിളിക്കുക. തൽക്കാലം കോയമാരുടെ കോൾ മാത്രമേ നമ്മൾ ഇപ്പോൾ എടുക്കുകയുള്ളൂ. ഇതേ ചോദ്യം ബൈബിളിലും കടിപ്രദേശത്തു നിന്നാണ് കുഞ്ഞുണ്ടാകണമെന്ന് ബൈബിളിലുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഖുർആൻ പറഞ്ഞത് എങ്ങനെ ശാസ്ത്രീയമാകുക? ഖുർആൻ വരുന്നതിന് മുമ്പ് തന്നെ ബൈബിളിൽ കടിപ്രദേശത്തു നിന്നുണ്ടാകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന ഉത്തരം എന്താ? അതേ വേദി കൊടുക്കുന്ന ഉത്തരം എന്താ? അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമല്ലേ, അതെങ്ങനെ ശാസ്ത്രീയമാകുന്നതാണ്. ബൈബിളിൽ വരുമ്പോൾ അശാസ്ത്രീയവും, അതേ അദ്ദേഹം തന്നെ ഖുർആനിൽ കടിപ്രദേശം ഉണ്ട് എന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട് വരുമ്പോൾ അതിന് ശാസ്ത്രീയവുമാകുകയാണ്. കടിപ്രദേശം എന്ന് പറഞ്ഞാൽ മൗലി ഉൽ ആന, നമ്മുടെ ഈ രോമം മുളക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ അതിനാണ് മക്കാനുൽ ആന അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന സ്ഥലം. ഇതാണ് ആനത്ത്. അറബിയാണ് കേട്ടോ.
അറബി പണ്ഡിതനാണ്, പോളിടെക്നിക്കിൽ പോയിട്ടുള്ള ആളാണ്, അറബിക് പോളിടെക്നിക്കിൽ. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയണ്ടല്ലോ. ഓക്കെ. മുളക്കുന്ന സ്ഥലം മന്ദിഖുൽ ആന എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് ഈ കടിപ്രദേശം. ആണുങ്ങളെ കടിപ്രദേശവും പെണ്ണുങ്ങളെ കടിപ്രദേശവും മൗലിയുൽ ആന എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ മൗലിയുൽ ആന പിന്നെ അത് ആണിൻ്റെത് മാത്രമാക്കുകയാണ്. മൗലിയുൽ ആന ഈ കടിപ്രദേശം ആരതാണ്? ആണിൻ്റെത് മാത്രം. നമ്മളുടെ ഇപ്പോൾ വിളിച്ച ആ കോയ വീണ്ടും വിളിക്കുന്നുണ്ട്. എടുക്കണോ വേണ്ടേ? നിങ്ങൾ പറഞ്ഞെടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ എടുക്കുന്നില്ല, അല്ലെങ്കിൽ വീണ്ടും പോവും. എന്താ വേണ്ടത്? വേം പറയൂ. എടുക്കണോ വേണ്ടേ? യെസ് ഓർ നോ? യെസ് ഓർ നോ? വേം പറയൂ. കൊളക്കട്ടെ. ഇനി വരാണെങ്കിൽ എടുക്കണോ വേണ്ടിയെന്ന് ഇപ്പോൾ പറയൂ. യെസ് മാത്രം. പെണ്ണുങ്ങൾക്കും ഇതേ പ്രയോഗമുണ്ട്. അവിടെ കടിപ്രദേശമുണ്ട്. അവിടെ തറായിബ് അവർക്ക് കൊണ്ടുവരാതെ അതാ പിന്നെ. യെസ് പറയൂ. ഫോൺ കട്ട് ചെയ്തു. നമുക്ക് സമയമില്ല, ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു വിഷയം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ കേട് മാറിയോ? കോയയുടെ പ്രിയപ്പെട്ട കോയയുടെ വിഷമം മാറിയോ? എൻ്റെ വാപ്പ ഒരു കോയയാണ്, പേടിക്കണ്ട. നിങ്ങളുടെ അത് ശരി, തെറി വിളിച്ച പ്രശ്നമാണ്. ഓക്കെ, അതവിടെ വെച്ചോ. അപ്പോൾ അതാണ് കഥ. യെസ്. അപ്പോൾ നമുക്ക് ബാക്കി പിന്നെ ഇങ്ങോട്ട് നെഞ്ഞുമെന്നാണ് തുടങ്ങിയിട്ട് താഴെ വരെ ആക്കുകയാണ്. ഇനി അക്ബർ പറഞ്ഞതിൽ നിന്ന് ചുരുക്കമായി ഞാനിവിടെ കാണിക്കുന്നത് എന്താ വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഒരു വ്യാഖ്യാന ഫാക്ടറി എന്ന് തന്നെ പറയും. അക്ബർ പഴയ അഭിപ്രായത്തിൽ ബീജം വൃഷ്ണത്തിൽ ആണെങ്കിലും അത് തെറിച്ചു വരാൻ കാരണമാകുന്ന ഫ്ലോയിഡ് ഉണ്ടാകുന്ന സെമിനൽ വെസിക്കിൾ വാരിയലിനും നട്ടലിനും ഇടയിലാണ്. അപ്പോൾ അത് പുരുഷൻ്റെ മാത്രം കാര്യമാണ് അദ്ദേഹം ആദ്യം പറയുന്ന കാര്യം. സയ്യിദ് അബുൽ അല മൗദൂദി അതന്നെ പറയുന്നത്. രണ്ടാമത്തെ ഒരു വീക്ഷണം അക്ബറിൻ്റെ തന്നെ. അക്ബർ തന്നെ പുതിയ അഭിപ്രായത്തിൽ സുൽബിന് മുതുകല്ല്, പിന്നെ ആ മുതുകല്ലിനെ അങ്ങോട്ട് കൊണ്ടുപോയി പറഞ്ഞു വെച്ചാൽ മുതുകല്ലിൻ്റെ വാലിന് മുമ്പിലുള്ള സെമിനൽ വെസിക്കിളുകൾ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, കൗപേസ് ഗ്രന്ഥി എന്നിവയിൽ നിന്നും അടിയിൽ തൂങ്ങിക്കിടക്കുന്ന വൃഷ്ണങ്ങളിൽ നിന്നും. അപ്പോൾ വൃഷ്ണത്തേക്ക് എങ്ങനെ എത്തിയെന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ വന്നിട്ട് അത് വൃഷ്ണത്തേക്ക് എത്തി. മറ്റൊരു അഭിപ്രാർത്ഥം കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുരുഷൻ്റെ കടിപ്രദേശം. ഇപ്പോൾ സുൽബിന് അദ്ദേഹം ഇങ്ങനെ കൊണ്ടുവന്ന രീതി അതാണ്. ഇങ്ങനെയാണ് ഖുർആനിൽ പിന്നെ പുരുഷൻ്റെ. ഓക്കെ. അപ്പോൾ അയ്യൂബ് മൗലവി ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അറബിയാണ്. അറബി പോളിടെക്നിക്കിൽ പഠിച്ചിട്ടുള്ള ആളാണ് പുള്ളി എന്ന് ഇന്നലെ നമ്മൾ തെളിയിച്ചു തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സംശയം പാടില്ല. അത് വളരെ കൃത്യമാണ് അയ്യൂബ് മൗലവി ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ആരും തന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഓക്കെ, ബാക്കി കേൾക്കാം. ശുക്ലം വരുന്നത് ഇവിടുന്നാണെന്ന് വരുത്തി തീർക്കുന്നത്. തറായിബിന് അദ്ദേഹം പറയുന്നത്, തറായിബ് എന്ന് പറഞ്ഞാൽ വാരിയല്ല്, സ്ത്രീയുടെ. നമ്മളെ ചങ്ങാതി ഓൺ കോൾ ഇവിടെ ഉണ്ട് കേട്ടോ, അവിടെ ഇരുന്ന് നമ്മൾ പറയണതൊക്കെ കേൾക്കട്ടെ. അപ്പോൾ എന്തായാലും പുള്ളി തെറിയൊക്കെ വിളിച്ച് ഒരു തനി കോയയുടെ സ്വഭാവം കാണിച്ചതുകൊണ്ട് തൽക്കാലം ഇനി നമ്മൾ എടുക്കുന്നില്ല. തെറി നമ്മളിവിടെ അനുവദിക്കാൻ മാട്ടെ. അപ്പോൾ അതുകൊണ്ട് പുള്ളി നമ്മളെ സംസാരമൊക്കെ ഇവിടെ നിന്ന് കേൾക്കട്ടെ. നമുക്ക് ബാക്കി കേൾക്കാം ഇവിടെ. അപ്പോൾ കോയ കേൾക്കുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറയുകയാണ്, നിങ്ങളുടെ വീഡിയോ ഓൾറെഡി ലൈവായിട്ട് ഇവിടെ യൂട്യൂബിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പോയിരുന്ന് രണ്ടാമത് കേൾക്കാം. എന്നിട്ട് മുഹമ്മദ് നബി നടത്തിയ ബലാത്സംഗ കഥകളും അതുപോലെ വ്യഭിചാര കഥകളും അതുപോലെ അടിമയെ പങ്കിട്ട് പണിയതും അതൊക്കെ നിങ്ങൾക്ക് അവിടെ പോയിട്ട് കേൾക്കാം. കേട്ടോ കോയെ, പുന്നാരക്കോയെ. ഓക്കെ. യുടെ മാലയിടുന്ന സ്ഥലം വസ്തി കമാനം, വാരിയല്ലിൻ്റെ കൂടിനു താഴെ വസ്തിക. ഇദ്ദേഹത്തിൻ്റെ നമ്പർ ചോദിക്കുന്നുണ്ട്, നമ്പർ നോട്ട് ചെയ്തോളൂ. 9633220188. അതാണ് ഇപ്പം നമ്മളെ വിളിച്ച ഷാജിദ് കോയ അദ്ദേഹത്തിൻ്റെ നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, 9633220188. ഓക്കെ, യെസ്. ഇനി നിങ്ങൾ വിളിച്ച അദ്ദേഹത്തിൻ്റെ സംശയമൊക്കെ ഒന്ന് തീർത്തു കൊടുത്തോളൂ. മാനത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഗർഭാശയത്തിൻ്റെ രണ്ടറ്റത്തായി കാണപ്പെടുന്ന അണ്ഡാശയങ്ങളും അനുബന്ധ അവയവങ്ങളിലുമായാണ് കൃത്യമായും ഖുർആൻ അത്തറായിബ് എന്ന് വിളിച്ചത്. ഇതൊക്കെ ഇപ്പോൾ എവിടുന്ന് അദ്ദേഹത്തിന് കിട്ടിയത്? തറായിബ് എന്ന് പറഞ്ഞാൽ മൗലിഉൽ ഖിലാദ, മൗലിഉ സദിയയിൽ മർഅത്തി എന്നാ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ അദ്ദേഹം ഈ കാട്ടിയതൊക്കെയോ ഇത് അദ്ദേഹത്തിൻ്റെ ഖുർആൻ ശാസ്ത്രമാക്കാൻ വേണ്ടി നടത്തുന്ന അഭ്യാസമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ, എന്തുകൊണ്ട് ഖുർആൻ ബൈന സുൽബി വത്തറായിബ് എന്ന് പറഞ്ഞു, നേരെ മറിച്ച് വൃഷ്ണത്തിൽ നിന്നാണ് ശുക്ലം വരുന്നു എന്ന് പറഞ്ഞില്ല? അക്കാലത്ത് തന്നെ വരിയുടക്കുന്ന സിസ്റ്റമുണ്ട്. നമുക്കറിയാം, കാളക്കൊക്കെ വരിയുടക്കുന്ന കണ്ടില്ലേ? അതുപോലെ വരിയുടക്കുന്ന സിസ്റ്റമുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല? അന്ന് ഇപ്പോൾ അടിമകളുടെ വരിയുടച്ചിരുന്നു. ഇപ്പോൾ മുഹമ്മദ് നബിയുടെ തന്നെ ഒരു സംഭവം വായിച്ചാൽ, മുഹമ്മദ് നബിയുടെ സുരിയയായ മാരിയത്തുൽ ഖബ്തിയയുടെ മാമൂൻ്റെയും ഒരു സംഭവം പറയാറുണ്ട്. അതായത് മാരിയത്തുൽ ഖബ്തിയ ഇബ്രാഹിം എന്ന കുട്ടിക്ക് ഗർഭം ധരിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു, ഇവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബമായ മാമൂൻ വന്നു പോവാറുണ്ട് മാരിയത്തിനെ കാണാൻ. കാരണം പിന്നെ ആ രാജാവ് കൊടുത്തപ്പോൾ
രണ്ട് സ്ത്രീകളെയും മാമൂനിനെയാണല്ലോ കൊടുത്ത്. അപ്പോൾ ആ മാമൂൻ ഇവിടെ വന്നു പോവാറ്. ഇത് ഡോക്സിങ് അല്ല കേട്ടോ, ഇത് എൻ്റെ നമ്പർ പബ്ലിക്കാണ്. ആ നമ്പറിൽ വിളിച്ചിട്ട് അനാവശ്യം പറയുന്ന ആളുകളുടെ നമ്പർ നമ്മൾ പബ്ലിക്കായിട്ട് ഇടും. കാരണം ഇതൊരു പേഴ്സണൽ കോളൊന്നുമല്ല, ഇത് ഇസ് എ പബ്ലിക് കോൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിളിക്കുന്ന ആളുകളുടെ നമ്പർ ഡിസ്പ്ലേ ചെയ്ത് തന്നെയാണ് നമ്മളിവിടെ ഇടേണ്ടത്. അത് ഇടാറില്ല എന്നേ ഉള്ളൂ. സോ ഇതിൽ ഡോക്സിങ് ഒന്നും വരുന്നില്ല. ഓക്കെ, എൻ്റെ നമ്പർ പബ്ലിക് തന്നെയാണ്. അതിലേക്ക് വരുന്ന കോളും പബ്ലിക് ആകാനും അതിൽ പബ്ലിഷ്ഡ് ആകാനും ഉള്ള ആ ഒരു ഡിസ്ക്ലെയിമർ നമ്മൾ വെച്ചിട്ട് തന്നെയാണ് ആ വീഡിയോ ചെയ്യുന്നത്. സോ അത് അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി അലിയെ ചുമതലപ്പെടുത്തി അതിൻ്റെ വിവരം അറിയാൻ. അലി മാമൂനെ തേടിപ്പോയപ്പോൾ അലിയുടെ വരവ്, വാളും പിടിച്ചിട്ടുള്ള വരവ് കണ്ടപ്പോൾ മാമൂന് ഓടിപ്പോയിട്ട് ഈത്തപ്പനമ്മ കണ്ട് കയറിയപ്പോൾ അയാളെ എന്തോ പിന്നെ ഇത് തടഞ്ഞ് വീണു പോയപ്പോൾ അയാളെ ഹുസിയഹി ഉടച്ച ആളാണ്. അയാളെ ഹുസിയ ഉണ്ടല്ലോ, അയാൾ ഉടച്ച ആളാണ്. അതിന് വരി ഉടച്ച ആളാന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറയാണ് അയാളെ കുട്ടിയൊന്നല്ല എന്ന് പറയുകയാണ്. കാരണം അയാൾ ഇങ്ങനത്തെ ആളാണെന്ന് പറയുകയാണ്. എത്ര മനോഹരമായ ആചാരങ്ങൾ. ഈ മാരിയത്തുൽ കിബ്തിയുടെ കഥ ഇപ്പോൾ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ കോയ ഇവിടെ പറഞ്ഞാണ് വലിയ കാര്യമായിട്ട്. അതായത് ഈ മാരിയത്തുൽ കിബ്തിയുടെ ഒരു കഥ തന്നെ ഉണ്ട്. അതായത് അത് സമ്മാനമായിട്ട് ലഭിച്ച അടിമ പെണ്ണാണ്. അതായത് യുദ്ധത്തിൽ പിടിച്ചൊന്നുമല്ല, അങ്ങനെ സമ്മാനത്തിൽ കിട്ടിയ അടിമപ്പെണ്ണ്. ആ അടിമപ്പെണ്ണ് വീട്ടിലുണ്ടായിരിക്കെ തൻ്റെ ഭാര്യ അവിടെ ഉണ്ടാവുന്ന സമയത്ത് ഹഫ്സയെ ഹഫ്സയുടെ ബാപ്പ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ച് പുറത്തേക്ക് വിട്ട്. അപ്പോൾ പറ്റിച്ച പ്രവാചകൻ. ഓക്കെ, എന്നിട്ട് അവിടെ പോയി പറഞ്ഞു. അപ്പോൾ ഹഫ്സ ശരി ബാപ്പ വിളിക്കണ്ടോയെന്ന് ചോദിച്ച് പോകുന്നു. അവിടെ ചെല്ലുന്നു, കാണുന്നു. നമ്മളതിൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ പോയ തക്കത്തിൽ ഈ ഹഫ്സയുടെ കട്ടിലിൽ വെച്ച് ഡിങ്കോൾഫി, നമ്മളുടെ പ്രവാചകനും മാരിയത്തുൽ കിബ്തിയും തമ്മിൽ അങ്ങനെ ഡിങ്കോൾഫി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കോളിംഗ് ബെല്ലില്ലാത്ത വീടായിരുന്നു. നേരെ നമ്മൾ ഹഫ്സ കയറി വരുന്നു. അവിടെ ആ കോംപ്രമൈസ്ഡ് പൊസിഷനിൽ അവർ പിടിക്കപ്പെടുന്നു. അതോടുകൂടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാലിൽ വീണ് മാപ്പ് പറയുന്നു. ദയവായിട്ട് ഹഫ്സ ഇത് എൻ്റെ ബാക്കി ഭാര്യമാരുടെ അടുത്തൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് കേഴുന്ന കാഴ്ച. അങ്ങനെ പിന്നെ അത് അറിയുന്നു, അത് വലിയ പ്രശ്നമാകുന്നു. പിന്നീട് അവിടെ നിന്നുണ്ടായിട്ടുള്ള കഥകളൊക്കെ നമുക്കറിയാം. അതായത് ഇതാണ് മുഹമ്മദ് നബിയുടെ കയ്യിലിരിപ്പ്. അതായത് സ്വന്തമായിട്ട് ഭാര്യ ഉണ്ടായിരിക്കെ അടിമ പെണ്ണിനെ ഇതുപോലെ ഭാര്യയെ പറഞ്ഞു വിട്ട് പൂശിയ ഒരു പ്രവാചകനാണ് ഈ ലോകത്ത് ഇനി വരാനുള്ള ആളുകൾക്ക് കൂടി മാതൃക എന്നും കൂടി നമ്മൾ ആലോചിക്കണം. ഓക്കെ, അപ്പം അങ്ങനെ പറഞ്ഞ അങ്ങനെയാണ് തന്നെ കൂട്ടുക എങ്കിൽ അള്ളാഹ്ക്ക് എന്തുകൊണ്ട് അന്നത്തെ കാലത്ത് അറിയുമായിരുന്നെങ്കിൽ യഖ്റുജു മിൻ ബൈനി ഖിസിയത്തൈനി എന്ന് പറഞ്ഞൂടെ, 2 ഖിസിയത്തിൻ്റെ ഇടക്ക് നിന്നാണ്. കാരണം ഇതിന് ഈ സംഗതികൾക്കിടയിൽ നിന്നാണ് വരുന്നത്. ഈ ശുക്ലം എന്ന് പറഞ്ഞാൽ 2-3 ഭാഗമാണല്ലോ. ആ ഭാഗങ്ങളിലൊക്കെ കൂടി ചേർത്തിട്ട് ഈ ഹുസൈൻ്റെ ഉള്ളിൽ നിന്ന് എന്നോ അല്ലെങ്കിൽ ഹുസൈകൾക്കിടയിൽ നിന്ന് എന്നോ പറയാമായിരുന്നില്ലേ? എന്തുകൊണ്ട് അതാ പറഞ്ഞില്ല? അതന്നെ നമ്മൾ ചോദിക്കുന്നത്, ഇതറിഞ്ഞിട്ട്. പക്ഷെ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ബീജം ഉണ്ടാകുന്ന സ്ഥലം പിന്നെ വൃഷ്ണത്തിൽ നിന്നാണ് എന്നുള്ളത് അക്കാലത്ത് അറിയൊന്നുമില്ല. പിന്നെ എന്തറിയാമായിരുന്നു? ഉദ്ധാരണത്തിന് ശുക്ലം കാരണമാകുന്നത് ഈ വൃഷ്ണമാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആളൊക്കെ വരി കൊടുക്കുന്നതും അടിമക്ക് വരി കൊടുക്കുന്നതും ശുക്ലം എന്നാലും വരുമല്ലോ. അപ്പോൾ ഇവിടെ തന്നെ വാസക്ടമി ചെയ്ത ആളുകൾക്ക് ശുക്ലം പുറത്തോട്ട് വരും. പക്ഷെ ബീജം വരുന്നതാണ് അവർ ഓപ്പറേഷൻ ചെയ്ത് കെട്ടിടുകയോ അല്ലെങ്കിൽ മുറിച്ചു മാറ്റുകയോ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ പിന്നെ അവർക്ക് വികാരം ഉണ്ടാവില്ല, ഉദ്ധാരണം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് ലിംഗം ഉദ്ധരിക്കാതിരിക്കാനാണ് വരി ഉടക്കുന്നത്, അല്ലാതെ ബീജം പുറത്തോട്ട് വരാതിരിക്കാനല്ല. ഒരു സെക്കൻഡ്, നമ്മുടെ കോയമാർ ഇനി വിളിച്ചാൽ കിട്ടില്ല. ഇദ്ദേഹം കോളിൽ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഡിസ്കണക്ട് ചെയ്ത് ഒന്ന് ബ്ലോക്ക് ആക്കുന്നുണ്ട്, ഒന്നും വിചാരിക്കരുത്. നമുക്ക് അടുത്ത കോയയിലേക്ക് പോകേണ്ടതാണ്. അടുത്ത കോയ വന്നോട്ടെ. മഹേഷ് എടുക്കില്ല. മഹേഷ് അറിയുന്നതിന് വേണ്ടി നിങ്ങൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോയമാരുടെ കോളുകൾ മാത്രമേ എടുക്കുകയുള്ളൂ. ദയവായി കാത്തു നിൽക്കുക, അല്ലെങ്കിൽ അല്പനേരം കഴിഞ്ഞ് വീണ്ടും വിളിക്കുക. അണ്ണും ശുക്രനും കൂടി യോജിക്കുമ്പോൾ മാത്രമാണ് അവിടെയാണ് മനുഷ്യന്റെ സൃഷ്ടി സംഭവിക്കുന്നത്. ഇദ്ദേഹം ഇവിടെ കുറെ കാലയിൽ കണ്ടിട്ട് നമ്മൾ അറേബ്യൻ കൊലയാളി ആരെങ്കിലും കാണാറുണ്ടോ? മിസ്സാവുന്നു വല്ലാതെ. ഈ അണ്ടം ശുക്രനും സംയോജിക്കുന്നത് എവിടെയാണ്? സ്ത്രീയുടെ ശരീരത്തിലാണ്, സ്ത്രീയുടെ ശരീരത്തിന്റെ ഉള്ളിലാണ്. ഈ പറഞ്ഞ നട്ടലിന്റെയും വാലിന്റെയും ഇടയിലാണ് അണ്ടും ശുക്രനും സംയോജിക്കുന്നത്. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കുത്തിവെക്കുന്ന ചിലപ്പോൾ കണ്ടല്ലോ, അവരുടെ ഈ സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിലത്തെ കാര്യമൊക്കെ കാണിച്ചാൽ അവിടെയാണ് ഈ കുത്തിവലിക്കുന്ന അണ്ടവും ശുക്രനും ചേർന്നതിന് ശേഷം അത് ഗർഭപാത്രത്തിലേക്ക് കുത്തിവലിക്കുന്ന വെള്ളം ഒരു ജലമായിട്ടാണ് വരുന്നത്. അതാണ് അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. കൂട്ടത്തിലൊരു തമാശക്ക് വെച്ചതാണ് കേട്ടോ. അറേബ്യൻ ബ്ലോഗ് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവർ അക്ബർ, ശ്രീ MM അക്ബർ പറഞ്ഞതും സയ്യിദ് അബുല്ലാല മൗദൂദി പറഞ്ഞതും അമാനി മൗലവി പറഞ്ഞതൊന്നുമല്ല, സ്ത്രീയുടേതാണ് പ്രശ്നം. ഈ ബൈനസുൽബി വത്തറായിബ് എന്ന് പറഞ്ഞാൽ നട്ടലിൻ്റെയും വാരിൻ്റെ ഇടയിൽ നിന്ന് പറഞ്ഞാൽ അതാരാ? അത് സ്ത്രീയുടേതാണെന്നാണ് നമ്മൾ അറേബ്യൻ ബ്ലോഗർ പറഞ്ഞത്. ഞാൻ തമാശക്ക് വെച്ചതാണ്. ഇപ്പം തന്നെ പറഞ്ഞതിൻ്റെ ആകെ സംക്ഷിപ്തം എന്താണെന്ന് വെച്ചാൽ, ഖുർആൻ മനസ്സിലാക്കേണ്ടത് അക്ബർ ഒരു രീതി പറയണമെന്ന് വെച്ചാൽ പൂർവികർ മനസ്സിലാക്കിയ
ആ രീതി അനുസരിച്ച് അതൊരു മൻഹജ് സലഫുണ്ട്. ഖുർആനിൽ നിന്ന് നേരിട്ട് കേട്ട, മുഹമ്മദ് നേരിട്ട് പഠിപ്പിച്ചിട്ടായിരിക്കും ആ സ്വഹാബത്തിനാണ്. അവർ പിന്നീട് തലമുറ താബികൾക്ക് പഠിപ്പിച്ചു, അവർ താബികൾക്ക് പഠിപ്പിച്ചു. ഇങ്ങനെ ഒരു മൻഹജു സലഫുണ്ട്. അവർ പ്രാമാണികരായ മുഫസ്സിറുകൾ എങ്ങനെ ഖുർആൻ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്നാൽ അദ്ദേഹം ചെയ്യുന്നതാവട്ടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലക്ക്, അദ്ദേഹത്തിൻ്റെ ഭൗതിക വിദ്യാഭ്യാസത്തിനനുസരിച്ച് അദ്ദേഹം സഗലൂൽ അൻ-നജ്ജാറിനൊക്കെ പോലുള്ള നമ്മൾ ചാനൽ ഇപ്പോൾ 1500ഓളം ആളുകൾ കണ്ടിട്ടും ലൈക്ക് വീണിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്താലേ മുന്നോട്ട് പോകുള്ളൂ. അതുവരെ ഞാൻ തൽക്കാലം നമ്മളുടെ മറ്റേ ബിസ്ക്കറ്റ് ഫാക്ടറിയുടെ മുന്നിൽ ഇന്നസെൻ്റ് നിൽക്കുന്ന പോലെ നിൽക്കാൻ പോവാണ്. ഓക്കെ, ഒരു കോൾ എടുത്തേക്കാം അതിൻ്റെ ഇടയിൽ. ഇപ്പോൾ കുറേ നേരം വിളിക്കുന്നു. പറയൂ ബിബിൻ. ഹലോ 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 ഓക്കെ. ആളുകൾ പറയുന്ന വ്യാഖ്യാനമാണ് പിന്നെ പറയുന്നത്. പിന്നെ അദ്ദേഹം ഉപയോഗിക്കുന്നതാവട്ടെ ഡിക്ഷണറികളിൽ ഈ പദത്തിന് എങ്ങനെയൊക്കെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. പ്രാമാണികമായ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ മാതിരി ഒരൊറ്റ ഡിക്ഷണറിയിലും കാണുന്നില്ല. പുതിയ ഖുർആൻ പരിഭാഷയിലും ഡിക്ഷണറിയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ തൊബിരി തന്നെ ചരിത്രകാരനാണ്. അദ്ദേഹം എല്ലാ അഭിപ്രായം ഉദ്ധരിക്കും. അദ്ദേഹം തന്നെ സുൽബിൻ്റെ അർത്ഥം ഉപയോഗിച്ചിട്ടുണ്ട്, തറായിബിൻ്റെ അർത്ഥം ഉപയോഗിച്ചിട്ടുണ്ട്. സുൽബ് ഇന്ന് പോലും അറബികൾ ഒരു സ്വന്തം മോനെ കണ്ട ഹാദ സുൽബി അബി, ഇയാൾ ഇന്ന ആളുടെ മോനാണെന്ന് പറയാറുണ്ട്. ഓക്കെ, ഒരു നോൺ കോയ വിളിക്കുന്നുണ്ട്, കുറേ നേരമായി പാവം. ഹലോ ഹലോ, ആരിഫ് അല്ലേ? ആ പറയൂ. അവിടെ മ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ ശ്രദ്ധിക്കും. എന്റെ പേര് അനൂപ് എന്നാണ്. ആ പറയൂ. മസ്കറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. ആ വളരെ ഉപകാരം. ഒരിക്കൽ ഞാൻ 2 വർഷം മുമ്പ് പെരുമ്പാവൂർ വെച്ച് ആരിഫിനെയും രവിചന്ദ്രനെയും ഒക്കെ കണ്ടിരുന്നു. ഞാൻ വളരെയധികം ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ സംവാദം കണ്ടിരുന്നു. ഈ സംവാദത്തില് അതിനുശേഷം ഞാൻ ഇപ്പൊ പല ആൾക്കാരുടെ റിവ്യൂവും കണ്ടായിരുന്നു. നമ്മളൊരു റിവ്യൂ ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ. അത് ഞാൻ കാണുന്നുണ്ട്, ഇടയ്ക്ക് അതൊന്ന് വിളിച്ചു നോക്കിയതാ. അപ്പൊ ആ സമയത്ത് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരാളുടെ റിവ്യൂ കണ്ടിട്ട് എനിക്കത് വളരെ ഒട്ടും ഒരു മാന്യമല്ലാത്തതായിട്ട് തോന്നി. കാരണം അവിടെ എന്തോ അട്ടിമറിച്ചെന്നോ ഒക്കെ. പക്ഷെ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ വളരെ 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 വൺ സൈഡഡ് ആയിരുന്നു ഇന്നലത്തെ സംവാദം എന്ന് പറയുന്നത്. പക്ഷെ അതിനകത്ത് ചെറിയ രീതിയിൽ എന്തോ ജബ്ബാർ മാഷ് എന്തോ ഞാൻ ഇനി ഒരു യൂട്യൂബ് വീഡിയോ ഇടുമെന്ന് പറഞ്ഞതിനെ മാത്രം എടുത്തിട്ട് അതെന്തോ തോറ്റ് സംസാരിക്കുന്ന പോലെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല ആക്ച്വലി ആ സംഭവം നടന്നത്. എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് വിവരിക്കാൻ എന്തോ ഉറക്കെ പറയൂ എന്ന് പറയുന്നുണ്ട് ആൾക്കാർ. ആണോ? ഞാൻ പറയുന്നത് കേൾക്കാൻ വയ്യേ? എനിക്ക് കേൾക്കാം, പുറത്തേക്ക് വരുന്നില്ല. വേഗം പറയൂ. ഓക്കെ. അങ്ങനെ എന്തായിരുന്നാ തന്നെ വളരെ വൺ സൈഡഡ് ആയിട്ടുള്ള പല റിവ്യൂ ഉണ്ട്. പക്ഷെ ഞാൻ ആക്ച്വലി അതിനെ സപ്പോർട്ട് ചെയ്യും, അങ്ങനത്തെ റിവ്യൂസ്. കാരണം എന്താന്ന് വെച്ചാൽ തോൽപ്പിച്ചല്ലോ എന്ന് വിചാരിച്ച് തന്നെ കുറെ ആൾക്കാർ ഇത് വന്ന് കാണാനുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പൊ അത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാവും. ഇന്നലെ യഥാർത്ഥത്തിൽ ജബ്ബാർ മാഷ് ഇന്നലെ ഫുൾ ഫോമിലായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞ അയ്യൂബ് മൗലവിയോട് ശരിക്കും പറഞ്ഞ ഒരുപാട് ഒരു സഹതാപവും തോന്നുന്നുണ്ട്. കാരണം എന്റെ അമ്മയും ഞാനും തമ്മിൽ ഈ വിഷയങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പം അമ്മയും ഇത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അമ്മ പറയുകയായിരുന്നു, യഥാർത്ഥത്തിൽ ഒരാൾക്ക് അറിഞ്ഞുകൊണ്ട് ഈ വഴിയിലേക്ക് വന്നതിന് ശേഷം ഒരു തിരിച്ചുപോക്ക് അസാധ്യമാണ്. അപ്പം അദ്ദേഹത്തിന് എന്തോ കാരണങ്ങൾ ഉണ്ടായിരിക്കാം ഈ നിലപാട് എടുക്കുന്നതിൽ. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഉള്ളിന്റെ ഉള്ളിൽ എവിടെ ഇപ്പം ആരിഫ് കാണിക്കുന്ന വീഡിയോയിലുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അയ്യൂബ് മൗലവിക്ക് പണ്ട് ഉണ്ടായിരുന്നു, അതൊന്നും കാണാനില്ല. കാരണം എനിക്ക് തോന്നുന്നൊരു ആത്മവഞ്ചന ആയിരിക്കാം ഒരു പക്ഷെ കാരണം അതിന്റെ. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. എനിവേ, നമ്മൾ ഇന്നത്തെ കോൾ മാറ്റിവെച്ചിരിക്കുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ്. അയ്യൂബ് മൗലവിയെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫയൽ 1 ജയിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് താങ്കളിൽ അധികം സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്നില്ല. കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി പോയി സമാധാനമായിട്ട് കിടന്നുറങ്ങ്. ബാക്കി വീഡിയോ കണ്ട് ലൈക്ക് ചെയ്തോ വീഡിയോ? ശരി. അപ്പോൾ ഇത് വീഡിയോ കഴിയുമ്പോൾ ഒരു കമന്റ് ഇടാനും മറക്കണ്ട. ഓക്കെ, താങ്ക് യു. അത് അറബിയിലൊരു പ്രയോഗമാണ്. അതാണ്. അത് എൻ്റെ മുമ്പുണ്ട്.
ഡിക്ഷണറിയിൽ ഒരു വാക്കിന് പല അർത്ഥം ഉണ്ടാവും കേട്ടോ. ആ അർത്ഥമൊക്കെ കൂടിയിട്ട് ഒരു ഖുർആൻ പരിഭാഷയിൽ എത്രത്തോളം കൊണ്ടുവരാൻ കഴിയുമെന്ന് അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണം ഐന് എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നാണ്. ആ ഡിക്ഷണറി നോക്കുമ്പോൾ അതിന് കണ്ണ് എന്നർത്ഥമുണ്ട്, അരുവി എന്നർത്ഥമുണ്ട്, മുട്ടുംകാല് എന്നർത്ഥമുണ്ട്, ഇങ്ങനെ ഒരു 10,000 അർത്ഥം ഉണ്ടാവും. അതൊക്കെ ഒരു മക്കാമിൽ അതിൻ്റെ സിയാക്ക് നോക്കിയിട്ട് അതിൻ്റെ സന്ദർഭം നോക്കിയിട്ടാണ് അതിന് അർത്ഥം തീരുമാനിക്കുക. ആ അർത്ഥം തന്നെ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഇദ്ദേഹം തന്നെ ഒരു പറയുന്ന പോലെ പ്രാമാണികർ എങ്ങനെയാണോ അതിനർത്ഥം പറഞ്ഞത്, ഖുർആൻ മുഹമ്മദ് നബി എങ്ങനെയാണോ ബയാൻ ചെയ്തത്, സ്വഹാബത്ത് എങ്ങനെയാണോ അത് തഫ്ഹീം ചെയ്തത്, അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത് എന്നാണ്. ഡിക്ഷണറി നോക്കിയിട്ട് ഖുർആൻ അർത്ഥം പറയാൻ പറ്റുമോ? ഇത് തന്നെയാണ് ഇപ്പോൾ ഇന്നലെയും വന്ന് ചോദിച്ചത്. അതെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ വിമർശിക്കാനും അയ്യോ മൗലവി അത് തന്നെയാണ് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ ജബ്ബാർ മാഷിക്കെതിരെ ഇത് തന്നെയാണ് ചോദിക്കുന്നത്. സത്യത്തിൽ ജബ്ബാർ മാഷ് എന്താ ചെയ്തത്, നമ്മളുടെ അതിൻ്റെ അവതരണ പശ്ചാത്തലം അതെടുത്ത് വെച്ച് അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കി ആ തരത്തിലുള്ള അർത്ഥം ഡിക്ഷണറിയിൽ നിന്നോ എവിടെ നിന്നാണെങ്കിലും തപ്പിയെടുക്കാൻ പറ്റുമെങ്കിൽ അതും എടുത്ത്, അല്ലാതെ തന്നെ തഫ്സീറുകളിലുള്ള അർത്ഥം അതെടുത്ത് അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്ത് വെക്കുന്നത്. ഇതാണ് ജബ്ബാർ മാഷയുടെ ഖുർആൻ ക്ലാസ്സിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ഇവിടെ വന്നിരുന്നിട്ട് വിമർശിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഇദ്ദേഹം പറഞ്ഞു തന്നെയല്ലേ അവിടെ ജബ്ബാർ മാഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ വ്യത്യാസം? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ തെക്കിനി അത് തുറന്നു വെച്ചിട്ടുള്ള ആ ഒരു വ്യത്യാസം അതിൻ്റെയാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി കേൾക്കാം. അദ്ദേഹത്തിന് ഒരു സ്ഥലത്ത് അങ്ങനെ പറയാണ്, ഡിക്ഷണറിയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഞാൻ പിന്നീട് അത് പറയാം. സുൽബ് തറായിബ് ആൺ പെൺ വ്യത്യാസം ഖുർആൻ പരാമർശിച്ചിട്ടില്ല. സുൽബ് എന്ന് പറഞ്ഞാൽ ആണിൻ്റേതാണ്, സുൽബിർ റജുൽ, തറായിബ് പറഞ്ഞ സ്ത്രീയുടെ, തറായിബുൽ മർഅ എന്ന് ഖുർആൻ വേർതിരിച്ചിട്ടില്ല. അതിനെ പിന്നെ അത്തൊബിരിയെ പോലുള്ള ഇബ്നു അബ്ബാസ് പറഞ്ഞതായിട്ട് ലൈക്ക് ചെയ്യാത്ത കുറച്ചും കൂടി ആളുകൾ ഇവിടെ കറങ്ങി നടപ്പുണ്ട്. അവർ നമ്മളുടെ വിശ്വാസികളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ദയവായിട്ട് കോൾ ചെയ്യുക. നമ്മൾ കോയ കോളിംഗ് നമ്പറിലാണ് വിളിക്കാനുള്ളത്. ഈ വീഡിയോ ഇവിടെ കാണുന്നത് ഇങ്ങനെ ആയതുകൊണ്ടാണ് അതിവിടെ ഡിസ്പ്ലേ ചെയ്യാത്തത്. സോ ഇവിടെ ചാറ്റ് ബോക്സിൽ ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി കാണാം. നമ്പറിൽ വിളിക്കാം. വിശ്വാസികൾ വിളിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ഇന്നലെ നമ്മളുടെ സംവാദത്തിൽ ശ്രീലാളിതനായ നമ്മളുടെ ഫയൽവാന് ആ ഒരു അഭിനന്ദനം അറിയിക്കാൻ ഉള്ള ഈ ഒരു അസുലഭ നിമിഷം നിങ്ങൾ ഉപയോഗിക്കണം എന്ന് ഇവിടെ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്, ഓർപ്പിക്കുകയാണ്. ഓക്കെ ആയിട്ടാണുള്ളത്. ഖുർആനിൽ അങ്ങനെ കൃത്യമായി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഖുർആൻ്റെ പദപ്രയോഗങ്ങളുടെ കൃത്യത ഉണ്ടെന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ ഖുർആൻ പറയുന്നത് മാ ഉൻ എന്നാണ്. മാ ഉൻ എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ്. നമ്മുടെ നാട്ടിൽ തന്നെ പ്രയോഗം വെള്ളം വിടുക എന്നൊക്കെ പറഞ്ഞ് നാടൻ പ്രയോഗമാണ് ഖുർആനിലുള്ളത്. സത്യത്തിൽ അത് വെള്ളമാണോ ദ്രാവകമാണോ? മാ ഉൻ എന്ന് പറഞ്ഞതിന് പകരം വാക്കിൻ്റെ കൃത്യതക്കാണ് പറയണമെങ്കിൽ മാ ഇ ഉൻ എന്ന് പറയേണ്ടിയിരുന്നു. ഇപ്പം മനസ്സിലായി നമ്മുടെ വീഡിയോയ്ക്ക് എന്താണ് ഈ മോണിറ്റൈസേഷൻ പ്രോപ്പറായിട്ട് കിട്ടുക. ഇമാതിരി വർത്താനമാണ് ഇതിനകത്ത് വീഡിയോയിൽ പലതിലും വരുന്നത്. ഞാനല്ല, ഈ അർത്ഥം പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇസ്ലാമിലെ സാധനങ്ങൾ നമ്മൾ അർത്ഥം പുറത്തു വന്ന് പറഞ്ഞാലുള്ള അവസ്ഥ ഇതാണ്. മാപ്പാക്കണം. ഖുർആൻ ഉപയോഗിച്ചിട്ട് മാ ഉൻ ദാഫിക്, തെറിച്ച് വീഴുന്ന വെള്ളം, മാ ഉൻ മഹീൻ, നിസാരമായ വെള്ളം. സത്യത്തിൽ അത് നിസാരമായ വെള്ളമല്ല കേട്ടോ. ഈ വെള്ളമല്ലേ പിന്നീട് അലക്കയായി മുതുകയായി അങ്ങോട്ടായി ഇങ്ങോട്ടായി എന്ന് പറയുന്നത്. അപ്പോൾ അത് മാ ഉൻ നഫീസാണ്, അത് വിലമതിക്കാനാവാത്ത വെള്ളമാണ്. പറയേണ്ടത് മാ ഉൻ എന്നല്ല, മാ ഇ ദ്രാവകമാണ്, മാ ഇ ഉൻ ദാഫിക് എന്നാണ് പറയേണ്ടത്. പിന്നെ അദ്ദേഹം പറയുന്നത് വെച്ചാൽ പിന്നെ ഈ ഒരു സംഗതിയാണ്, ഈ സുൽബ് മുതുകല്ലുണ്ടല്ലോ, അത് ഭാഷയിൽ ആണിനും പെണ്ണിനും ഉപയോഗിക്കും. എന്നാൽ ഇവിടെ ആണിനും മാത്രമാണെന്ന് പറയാൻ ഒരു പ്രത്യേക തെളിവ് വേണം. എന്താ തെളിവ്? ഒരു തെളിവില്ല. തറായിബ് എന്നത് ആണിനും പെണ്ണിനും ഉപയോഗിക്കും. പക്ഷെ അധികം ഉപയോഗമുള്ളത് എവിടെയാണ്? സ്ത്രീകൾക്ക് മാത്രമാണ് അത് പറയാറുള്ളത്. തറായിബ് അത് തന്നെ ബഹുവചനമാക്കിയിട്ടാണ് പറയാ. തെരീബ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തെരീബയുടെ ബഹുവചനമാണ് തറായിബ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് ബഹുവചനം ഉപയോഗിച്ചെന്ന് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടില്ല. അറബി വാക്കിൽ ചിലത് ബഹുവചനം പറഞ്ഞാൽ അതിന് സ്വീകാര്യതയുള്ളൂ. അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. ഏകവചനം പെണ്ണുങ്ങൾ, നോം, നമ്മൾ, നിങ്ങൾ എന്നൊക്കെ പറയും. ഞാൻ നേരത്തെ അനുഭവം പറയാമെന്ന് വിട്ടുപോയി. എൻ്റെ ഇടയിലാണ് കോൾ വന്ന്. കോളേജിൽ ജോയിൻ ചെയ്ത സമയത്ത് ഹോമിയോ കോളേജാണെങ്കിലും സംഗതി കോളേജാണല്ലോ, അങ്ങനെ വന്ന് അപ്പോൾ നമ്മുടെ സീനിയേഴ്സൊക്കെ അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ കോഴിക്കോടുകാരനാണ് അന്ന്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സംസാരമൊക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ ബഹുമാനം കുറച്ച് കൊടുത്ത് കളയാം എന്ന് വിചാരിച്ചിട്ട് അവിടെ ഉച്ചയൂണിൻ്റെ സമയത്ത് കഴിക്കാൻ വന്ന ആ കൂട്ടത്തിൽ എൻ്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സീനിയറാണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം അദ്ദേഹം കോളേജിൽ ഒരു ക്രോണിക് ഒരു ബാച്ചിലർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ക്രോണിക് സ്റ്റുഡൻ്റാണ്. എന്ന് വെച്ചാൽ കുറേ കാലമായി പഠിക്കുന്നു, പരീക്ഷയ്ക്ക് പാസ്സാവാത്തതുകൊണ്ട് വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 5-8 വർഷമായി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു വലിയൊരു മനുഷ്യൻ, നമ്മൾ +2 കഴിഞ്ഞ് ചെന്ന കിളുന്ത് പയ്യൻ. അപ്പോൾ
അവിടെ ചെന്ന് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ആളുടെ അടുത്ത് ചെന്ന് എന്നിട്ട് ഇപ്പോൾ ആളെവിടെയാണോ അറിയില്ല, വലിയ കൂട്ടുകാരനായിട്ടോ, വേറെ കാര്യം. അപ്പോൾ ആളോട് ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ ഇരിക്കണേ എന്നിങ്ങനെ ചോദിച്ചു. ഭക്ഷണം കഴിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു. നമ്മൾ കോഴിക്കോടുകാരനാണല്ലോ ഒന്ന്. അപ്പോൾ ഒന്ന് ഒരു ബഹുമാനം, ആളോടൊരു ആദ്യത്തെ മര്യാദ എന്നൊക്കെയുള്ള രീതിയിൽ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് കോളേജിലുള്ള ആളുകളൊക്കെ നമ്മൾ ചെന്ന് കയറുന്ന സമയത്ത് നമ്മളെ വല്ലാതെ റാഗിങ് പോലെയുള്ള ചില സംഗതികളൊക്കെ ഉള്ളപ്പോൾ ഈ ഉപദ്രവിക്കാത്ത ഏതെങ്കിലും നല്ല മനുഷ്യന്മാരെ കാണുകയാണെങ്കിൽ ഒന്ന് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ സംസാരിക്കുന്നതിൻ്റെ അസ്കിത അന്നുള്ളതുകൊണ്ട് പുള്ളിയോട് പോയിട്ട് അങ്ങോട്ട് സംസാരിച്ചതാണ്. അപ്പോൾ ആളോട് ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, നിങ്ങൾ കഴിച്ചിട്ടാണോ ഇരിക്കണേ എന്ന് ഒന്ന് വെറുതെ ചോദിച്ചാണ്. ആളങ്ങ് വല്ലാതെ ചൂടാവാൻ തുടങ്ങി, വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി, ദേഷ്യം, ആൾ ചാടി അങ്ങ് എഴുന്നേറ്റു. എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, എന്താ വിളിച്ചതെന്ന് ചോദിച്ചു. അല്ല, ഞാൻ ഒന്നും വിളിച്ചില്ലല്ലോ, നിങ്ങളെ പേരൊന്നും ഞാൻ വിളിച്ചില്ലല്ലോ. നിങ്ങളോ എന്ന് ചോദിച്ചു. അതെ, അതെ, നിങ്ങളെന്നൊക്കെയാണോ എന്നെയൊക്കെ വിളിക്കാറ്? നിങ്ങളുടെ പരിചയമില്ലാത്ത ആളുകളെയൊക്കെ നിങ്ങൾ എന്നാണോ വിളിക്കുക എന്നൊക്കെ ചോദിച്ചു. പുള്ളി അങ്ങ് റൈസായി. കാരണം പുള്ളി മറ്റേ കടയിരുപ്പ് ആ ഭാഗത്ത് എവിടെയാണ്, നമ്മളെ കോട്ടയം ജില്ല ആ ഭാഗത്താണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ് വരുന്ന സമയത്ത്, ആളുകളുമായിട്ട് അകന്നു നിൽക്കുന്ന സമയത്ത്, അടുപ്പമൊന്നും ഇല്ലാത്ത ആളുകളെ വിളിക്കുന്ന ഒരു വാക്കാണ് നിങ്ങൾ എന്ന അഭിസംബോധന. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, കോഴിക്കോടുകാരെ സംബന്ധിച്ചിടത്തോളം അന്ന് ഈ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നും കൂടിയാണ് പറയും. നിങ്ങളെന്നൊന്നും പറയാറില്ല, നിങ്ങൾ എന്നങ്ങ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏറ്റവും വലിയ ബഹുമാനമാണ്. അപ്പോൾ ഇത് തമ്മിൽ അങ്ങ് ചേർന്നില്ല. പുള്ളി എന്നെ തല്ലിയില്ല എന്നേ ഉള്ളൂ. ഏതായാലും ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, നമ്മൾ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് വന്നതാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ അറിയുള്ളൂ, നിങ്ങൾ മാപ്പാക്കണം എന്ന് പറഞ്ഞ് പുള്ളിയുടെ കയ്യും കാലും പിടിച്ച് എനിക്ക് ഇങ്ങോട്ട് വാ, എന്നെ കാണിച്ചു തരാം. പിന്നെയാണ് മനസ്സിലായത് പുള്ളി സീനിയറാണെന്ന്. അതോടെ എൻ്റെ ഉള്ള കാറ്റും കൂടി പോയി. ഇതാണ് ഉണ്ടായത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വിഷയം. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ ചില വാക്കുകൾ അതിൻ്റെ ആ ഒരു ബഹുവചനത്തിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ചില ഭാഷയിൽ, ഈവൻ സ്ലാങ്ങിൽ പോലും വ്യത്യാസം വരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം അവിടെ യു എന്നൊക്കെ പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ഏത് വലിയ ആളെടുത്ത് പോയിട്ട് വേണമെങ്കിലും യു എന്ന് നമുക്ക് അഭിസംബോധന ചെയ്യാം, അല്ലെങ്കിൽ ഹിസ്, ഹെർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അഭിസംബോധന ചെയ്യാം, ഒരു പ്രശ്നമില്ല. അതേസമയം ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെയൊക്കെ പല കൃതികൾ നിങ്ങൾ പഴയതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ആ കിങ്ങിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് യു എന്നൊന്നും പറയില്ല, ദോ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം അതൊരു വേറെ പ്രയോഗം, അത് ബഹുമാനം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉപയോഗിക്കുന്ന രീതിയിൽ വരുന്നതാണ്. ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും ഭാഷയിലെ ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്നാണ് അറബി പണ്ഡിതനാണ് എന്ന് ഇന്നലെ തെളിയിച്ച അതിൻ്റെ പ്രായമറിയിച്ച നമ്മളുടെ ഫയൽവാൻ മിസ്റ്റർ സെൽഫ് ഗോൾ അയ്യോ മൗലവി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, പ്രയോഗിക്കാറില്ല. അതാണ്. പിന്നെ ഇവിടെ ബൈന എന്ന് പറഞ്ഞു. എന്താ ബൈന? ആണിൻ്റെ തെറായിബിൻ്റെ ഇടയിൽ നിന്നും സുൽബിൻ്റെ ഇടയിൽ നിന്നും, ആ തെറായിബാകട്ടെ പെണ്ണും സുൽബ് ആണ്. അപ്പോൾ ഇടയിൽ നിന്ന് പറയുമ്പോൾ ഒരു ശൂന്യതയിൽ നിന്നാണ് വരേണ്ടത്, രണ്ടിൻ്റെ ഇടക്കുന്ന് പറയുമ്പോൾ അതാണത്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ്രാവകം എന്ന് പറഞ്ഞാലും ശരിയാവില്ല. കാരണം രണ്ട് ദ്രാവകത്തിൽ നിന്നല്ല കുഞ്ഞുണ്ടാകുന്നത്. ആണിൻ്റെ ദ്രാവകമോ പെണ്ണിൻ്റെ ദ്രാവകത്തിൽ നിന്നോ അല്ല കുഞ്ഞുണ്ടാകുന്നത്, വെള്ളത്തിൽ നിന്നല്ല കുഞ്ഞുണ്ടാകുന്നത്, മറിച്ച് കോശങ്ങളുടെ സംഘാതമാണ്, ഖലിയയാണ്, അല്ലെങ്കിൽ ഖലായ എന്ന് പറഞ്ഞാൽ കോശങ്ങളിൽ നിന്നാണ് കുഞ്ഞുണ്ടാകുന്നത്. രണ്ട് കോശങ്ങൾ ചേരുമ്പോഴാണ് കുഞ്ഞുണ്ടാകുന്നത്. പിന്നെ ഈ അണ്ടത്തെക്കുറിച്ചും ബീജത്തെക്കുറിച്ചും ഖുർആൻ പരാമർശിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം ഖുർആനിൽ പരാമർശിച്ചതാക്കി ഉണ്ടാക്കി മാറ്റുന്നുണ്ട്. ഞാനത് പിന്നെ രണ്ടാമത്തെ ഇതിൻ്റെ സ്ലൈഡിൽ പറയാം. പിന്നെ അൽ ബുവൈല അണ്ടത്തിന് അങ്ങനെ പറയുന്നുണ്ട്, അൽ ഹയവാനുൽ മനവി ബീജത്തിന് അങ്ങനെയാണ് പറയേണ്ടത്, അങ്ങനെ അല്ല ഉപയോഗിച്ചിട്ടില്ല. ഇന്നും സൗദി അറേബ്യയിലൊക്കെ MBBS കോളേജ് ഉണ്ട്, ബക്കാലൂരിയൂസ് ഫിത്തിബി വൽ ജിറാഹ. പിന്നെ MBBS സിലബസ് അവിടെയുണ്ട്. അവിടെ ഇൽമുൽ ഹയാത്ത് പഠിപ്പിക്കുന്നുണ്ട്, പിന്നെന്താണ് ബയോളജി പഠിപ്പിക്കുന്നുണ്ട്. അവിടെയൊക്കെ കൃത്യമായ വാക്കുകളാണ് പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് പഠിപ്പിക്കുന്നത്? അല്ലെ ഇവർക്ക് ഓപ്പറേഷൻ ചെയ്യാനും ചികിത്സിക്കാനും ചെയ്യാൻ കഴിയുമോ ഈ ആധുനിക സമൂഹത്തിൽ? അപ്പോൾ അവിടെ കൃത്യമായാണ് അത് പഠിപ്പിക്കുന്നത്. ആ പുസ്തകം ഉണ്ടാക്കിയതാവട്ടെ ഖുർആനും ഹദീസും മുന്നിൽ വെച്ചുകൊണ്ടൊന്നല്ല, മോഡേൺ സയൻസ് വെച്ചുകൊണ്ടാണ് അത് അറബിയിൽ രചിച്ചിട്ടുള്ളത്. പലയിടത്തും ഇംഗ്ലീഷിലാണ് ഈ പുസ്തകമെങ്കിൽ സൗദിയിലൊക്കെ അറബിയിലാണ് എംബ്രിയോളജിയുടെ ഈ പുസ്തകം ഉള്ളത്. അപ്പോൾ അത് ഖുർആൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒന്നാമത്തെ ഭാഗത്തിൽ കുറഞ്ഞ സമയമുണ്ട്, ഞാൻ നിർത്തുകയാണ്. പറയാൻ വിചാരിച്ചത് ഇത്രയേ ഉള്ളൂ. ഒന്നാം ഭാഗത്തിൽ ഇദ്ദേഹം ബൈന സുൽബി വത്തറായിബ് എന്ന് പറഞ്ഞതിന് അദ്ദേഹത്തിൻ്റെ ആദ്യകാല വ്യാഖ്യാനവും പിന്നീട് അദ്ദേഹത്തിന് വന്ന മാറ്റവും ഞാൻ പറഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കാതെയാണ് അദ്ദേഹം തന്നെ ഭൗതികവാദികൾ ഇന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു വിമർശനത്തിൻ്റെ രൂപം അയാൾ ഉണ്ടാക്കിയിട്ട് അയാൾ വെറുതെ വിമർശിക്കുകയാണ്. സത്യത്തിൽ ഇവിടെ നമ്മൾ ചോദിക്കുന്നത്, ഇവിടെ ആ പെണ്ണിൻ്റെ വെള്ളത്തെക്കുറിച്ച് ഖുർആനിൽ എവിടെ പറഞ്ഞു?
കൃത്യമായി പദപ്രയോഗം ഉണ്ടെന്ന് പറയുന്നു, ആ പദപ്രയോഗങ്ങളുടെ കൃത്യത കാണുന്നില്ല. ബൈന സുൽബിവത്തറ എന്നുള്ള ബൈന എന്തിനിവിടെ ഉപയോഗിച്ചു? ഹലായ കോശങ്ങളെ കുറിച്ചിട്ടുള്ള പദപ്രയോഗങ്ങളെ, 2 കോശങ്ങളാണല്ലോ, ബീജവും കോശമാണ്, അണ്ടവും കോശമാണ്. പുരുഷകോശവും കോശവും ചേർന്ന സിക്താണ്ഡത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമസ്കാരം. യെസ്, കാര്യങ്ങൾ ഏതാണ്ട് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഇതേപോലെയുള്ള പല തരത്തിലുള്ള സാധനങ്ങൾ ഇദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ വീഡിയോ കൂടി, അതിൻ്റെ ചെറുതല്ല, അവര് ചെയ്യുന്നത് മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ. ഇസ്ലാം മതം യുക്തിക്കന്യമല്ല. അതായത് ജനങ്ങളുടെ ചിന്താരീതി സയൻസിന്റെ ചിന്താരീതി. നമ്മളെ കുറേ നേരമായി നമ്മുടെ സുഹൃത്ത് വിളിക്കുന്നു. ഹലോ ഹലോ ഹലോ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കൂ, കോളിൽ ശ്രദ്ധിക്കൂ, അവിടെ മ്യൂട്ട് ചെയ്തിട്ട്. ഹലോ. ആ, പറയൂ. ഞാന് കൊറേ ആയി ശ്രമിക്കുന്നു. അപ്പൊ മറ്റേ ഈ നമ്പറിൽ അല്ലാതെ ഹിന്ദുക്കളുടെ നമ്പറിൽ വിളിക്കുമ്പോൾ കിട്ടില്ല, ഈ നമ്പറിൽ തന്നെ സമയത്ത് കിട്ടില്ല. ഇത് ലൈവിൻ്റെ സമയത്ത് വിളിച്ചാലേ കിട്ടുള്ളൂ. അതിപ്പോൾ ഹിന്ദു ആയാലും ശരി, മുസ്ലിം ആയാലും ശരി. ഞാൻ വിശ്വാസിയായിട്ട് ഈ നാളൊന്നല്ല. അപ്പൊ ഞാൻ എന്റെ അനുഭവം പറയാൻ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് നമ്മൾ വിഷയം ഇതാണ്. അയ്യൂബ് മൗലവിയുമായി നടന്ന സംവാദമാണ് വിഷയം. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഓ, സംവാദം ഞാൻ കണ്ടിരുന്നു, നല്ല സംവാദമായിരുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടു? ഓക്കെ, ബുദ്ധിമുട്ടാക്കണ്ട. ഓക്കെ, പിന്നെ വിളിച്ചോളാം. ഓക്കെ, താങ്ക്സ്. യെസ്, ഒരു കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ നമ്പർ പബ്ലിക്കാക്കിയപ്പോൾ ആളുകൾ ചുമ്മാ വിളിച്ചിട്ട് വെറുതെ വിളിച്ചാണ്. എപ്പോഴും വിചാരിക്കാറുണ്ട് ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. എൻ്റെ പൊന്ന് ചേട്ടന്മാരെ, ചേച്ചിമാരെ, എല്ലാ അനിയന്മാരെ എല്ലാവരോടും കൂടിയായിട്ട് പറയാണ്. അങ്ങനെ വിളിക്കാൻ തുടങ്ങിയാൽ ഫോൺ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ഇതൊരു അത്യാവശ്യത്തിന് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. ലൈവ് പോകുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പറാണ്. അതിന് നിങ്ങൾ ഉപയോഗിക്കുക. അല്ലാതെ നിങ്ങൾക്ക് എന്ത് കാര്യം പറയണമെന്നുണ്ടെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ സൗകര്യം പോലെ നമുക്ക് കേൾക്കാമല്ലോ. അത് ഇപ്പം തന്നെ കേൾക്കണം, നാളെ തന്നെ കേൾക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം നിങ്ങൾക്ക് ഇത് കണ്ടാൽ അറിയും. ഇതിൻ്റെ കോൾ ലിസ്റ്റ് എടുത്ത് കാണിച്ചു തരാൻ വേണമെങ്കിൽ ഇതാണ് അവസ്ഥ. നമുക്ക് എങ്ങനെ ഫോണായിട്ട് ഇരിക്കാൻ പറ്റും? ഇതാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എൻ്റെ ബുദ്ധിമുട്ട് ഇവിടെ ഞാൻ സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ട, ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് അവസ്ഥ. കാണുന്നുണ്ടോ? എല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് അവസ്ഥ. ഇത് തീരെ മാട്ടെ. ഇതിപ്പോൾ യെസ്, ഇതിങ്ങനെ പോവും. ഇതാണ് അതിൻ്റെ അവസ്ഥ. സോ ദയവായിട്ട് നിങ്ങൾ ഒന്ന് കരുണ കാണിക്കണം എന്നോട് എന്നാണ് ഒന്ന് പറഞ്ഞു വെക്കാനുള്ളത്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഇത് മുഴുവൻ എടുക്കാൻ ജോലി രാജിവെച്ച് വീട്ടിലിരുന്നാൽ ഞാൻ ആരാവും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ബിൽഗേറ്റ്സും ഞാനും തമ്മിലായിരിക്കും ചിലപ്പോൾ പിന്നെ മത്സരം, അല്ലെങ്കിൽ നമ്മളുടെ ഇലോൺ മസ്കുമായിട്ട്. അത്രയ്ക്ക് വേണ്ട, മത്സരം താങ്ക മാട്ടെ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിന് ഇറങ്ങിത്തിരിക്കാത്തത്. ബാക്കി ഇനി വിളിക്കേണ്ടവർക്ക് വിളിക്കാം എന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അതേ ഇനി ആർക്ക് വേണേലും വിളിക്കാം. നമ്മൾ അധികം നീട്ടുന്നില്ല. ഇത് ഞാൻ ഫുൾ പ്ലേ ചെയ്യാനിരുന്നാൽ നേരം വെളുക്കും. അപ്പോൾ അതുകൊണ്ട് പതിയെ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ആർക്ക് വേണേലും വിളിക്കാം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം പറയും. കോയമാരെന്തായാലും വരും എന്ന് നമുക്ക് പ്രതീക്ഷയില്ല. ഒരു കോയ വന്നു, അത് നമ്മൾ കേട്ടു. ഓക്കെ, നിലപാടന്നെ നമുക്കുള്ളത്. അല്ലാതെ അവർക്കറിയാം. അപ്പൊ നിങ്ങൾ ഈ വിമർശിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ധരിക്കുന്നത് പോലെ യുക്തിവാദത്തിനെ ഇല്ലാണ്ടാക്കാനൊന്നല്ല അവർ പരിപാടി നടത്തുന്നത്. അവർക്കറിയാം അവർ ഈ പരിപാടി യുക്തിവാദികളെ പേരിൽ പരിപാടി നടത്തിയിട്ട് യുക്തിവാദികളുടെ ഒരെണ്ണത്തിനും പോലും നമുക്ക് മാറ്റാൻ കഴിയില്ല. മറിച്ച് ഈ കൂടിയിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങളിൽ ഏതെങ്കിലും ഒരാൾ ഇസ്ലാം മതത്തിൽ നിന്ന് അങ്ങ് മാറി ഒരു സ്വതന്ത്ര ചിന്തകൻ, യുക്തിബോധമുള്ളവനാക്കുക എന്നാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അല്ല എന്ന് സങ്കല്പിക്കുക. യുക്തിവാദത്തിനെ തളർത്താനാണ് കേരളത്തിലെ യുക്തിവാദികളുടെ തകർച്ചയുടെ കണക്കെടുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ തകരാൻ പോകുന്നതിന് പിന്നെ എന്തിനാ അവര് ഇത്രയും സൈക്കിൾ എടുത്ത് പിന്നാലെ കൂടും. ഒരാൾ വിളിക്കുന്നുണ്ട്, എടുത്തേക്കാം. ഹലോ യാ, പറയൂ. ബോസേ, ഞാൻ സംഖ്യം കോയെന്നല്ല കേട്ടോ. അല്ലേ? ഓ, നിങ്ങൾ ആരിൽപ്പെട്ടവനാണ്? പറഞ്ഞോളൂ. വിളിച്ചോ, പറഞ്ഞോളൂ. നിങ്ങളോട് സ്നേഹം കൊണ്ട് വിളിക്കണാണ്. സ്നേഹം കൊണ്ടാണ്. പരിപാടി അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. സന്തോഷമുണ്ട്.
കാണുമ്പോഴേ ആ സന്തോഷമുണ്ട് പറയണേ, അത് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. മുന്നേ വിളിച്ചിരുന്നത്, ഒരു പ്രാവശ്യം വിളിച്ചിരുന്നു ഞാൻ. താങ്ക് യു. യെസ്, ഓക്കെ ശരി, നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. ഓക്കെ. സംവാദമൊക്കെ ഉണ്ടോ? ഞാൻ അത് കണ്ടിട്ടില്ല, ഞാൻ ഇപ്പഴാ വന്നേ, കേറിട്ടുള്ളൂ. വേഗം കാണും. ഇതല്ല ഇന്നലെ നടന്ന സംഘടന, സോറി, സംവാദം. ശരി, ഓക്കെ. അപ്പം താങ്ക്സ്. താങ്ക് യു. വിളിക്കണ്ടേ? ഐ ലവ് യു. ഐ ലവ് യു ടു. ഇതാണ്, ഇങ്ങനെ വിളിച്ചാൽ നമുക്ക് സംസാരിക്കാം, അല്ലാതെ വിളിച്ചാൽ വലിയ പാടാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ആൾ വരട്ടെ. അപ്പോൾ ഇനി ഏതായാലും നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നിങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല, ഇവിടെ പ്ലേ ചെയ്താൽ കേൾക്കുമെങ്കിൽ. ഹലോ. പറയൂ. നമസ്കാരം. ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്നലെ സംവാദത്തിൽ പങ്കെടുത്തായിരുന്നു. ഒരു അനുഭവമാണ് ഉണ്ടായത്. അവിടെ മലപ്പുറത്ത് പോയോ? മലപ്പുറത്ത് പോയി, അതെ. നേരിട്ട് പോയി കണ്ടു. അതിനുശേഷം ആക്ച്വലി നമ്മള് എന്താ പറയാ, ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു സംവാദമായിരുന്നു. കാരണം ഇപ്പോ ലിയാഖത്തിന്റെ വീഡിയോയിലായിരുന്നെങ്കിൽ സെക്യൂരിറ്റി ഉണ്ടാവോ അങ്ങനെയെന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞപ്പോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആശംസകളൊക്കെ കൈമാറിയിട്ട് ഉള്ള നല്ലൊരു രീതിയിലുള്ള ഇതായിരുന്നു. അതില് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസ്യത പുറത്തു പറഞ്ഞു. സംവാദം സ്റ്റേജിൽ കഴിഞ്ഞു, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് നമ്മൾ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞ ഒരു നല്ല രീതിയിലുള്ള ഒരു ഇതായിട്ടാണ് പോയിരുന്നത്. പിന്നെ കയ്യടി കൊടുത്തോട്ടെ, കേൾക്കാലോ അല്ലേ കയ്യടിയൊക്കെ. അപ്പൊ എങ്ങനെയായാലും രണ്ടു ഭാഗത്തുള്ള ആൾക്കാരെയൊക്കെ കണ്ട് പരിചയപ്പെടാനുള്ള സാഹചര്യം പറ്റി. നന്നായിരുന്നു. ഇതേപോലത്തെ സംവാദങ്ങൾ ഇനിയും വരണം. അതിൽ ഇനി എടുത്തു പറയേണ്ട കാര്യം, എന്റെ പിന്നിലിരുന്ന 4 വിശ്വാസികളത് ആയിരുന്ന സ്ത്രീകളായിരുന്നു. അതില് 2 പേര് എന്റെ അമ്മയുടെ പ്രായമുള്ള 2 ഉമ്മമാരുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഈ ഇതേപോലത്തെ സംവാദത്തിൽ വന്ന് പങ്കെടുക്കുക എന്ന് പറയുമ്പോ സെക്യുലർ ആയിട്ട് തോന്നി. അപ്പൊ അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങളാണ് ഇന്നലെ നടന്നത്. പിന്നെ അയ്യൂബ് മൗലവിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോ താങ്കൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രം ഓഫ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇപ്പൊ ലൈവ് റിയാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ പഴയ വീഡിയോ. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, പണ്ട് ഭൗതികവാദപരമായിട്ടുള്ള കണ്ണിലൂടെ ഞാനിത് കാണുമ്പോ അത് ശരിയായിരുന്നു. ഇപ്പോ അങ്ങനെയല്ല ചിന്തിക്കേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ മതത്തിലേക്ക് പോയത്. വൈകാതെ ഭൗതികവാദിയായ അയ്യൂബിന് മതവിശ്വാസിയായ അയ്യൂബ് ഉത്തരം കൊടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. അല്ല, തിരിഞ്ഞുപോയി പറഞ്ഞപ്പോ അതാണ് ഉണ്ടായത്. സോറി, മതവാദിയായ അയ്യൂബിന് പഴയ അയ്യൂബ് മറുപടി പറയുന്നു, അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞപ്പോ. അതായത് ഓൾറെഡി മറുപടി വന്ന് കിടപ്പുണ്ട്. അല്ല, അന്ന് അദ്ദേഹം ഭൗതികവാദമായുള്ള ഒരു ഇത് കൂടെ യുക്തിയിലാണല്ലോ സംസാരിച്ചിരുന്നത്. അതാ പറഞ്ഞേ, അദ്ദേഹം പറയുന്നത്. അതെ, പക്ഷെ ഈ മറുപടി പറയുന്ന ഭാഗം എത്തിയപ്പോ തിരിഞ്ഞുപോയി പറഞ്ഞത്, അതാണ് ഉണ്ടായത്. എന്തായാലും മറുപടി ഓൾറെഡി ഉണ്ട്. അപ്പൊ ആ മറുപടി ഓരോന്നോരോന്നായിട്ട് നമ്മളൊന്ന് കേൾക്കുമായിരുന്നു. ഇനി ഉണ്ടാവും അടുത്ത ദിവസം. അദ്ദേഹം മതത്തിലേക്ക് മടങ്ങി 1 കൊല്ലമായി. ഇനി അദ്ദേഹത്തിന് ഉത്തരമില്ല. ഇപ്പൊ ഇന്നലെ വരികൾക്കിടയിലെ അർത്ഥം എന്നാണല്ലോ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വരികൾക്കിടയിലെ അർത്ഥം എന്ന് പറയുന്നത് ഇനി അതിന് ഉത്തരം ആയിട്ടില്ല എന്നാണ്. അപ്പൊ ശരിക്കും അദ്ദേഹം നല്ലൊരു പ്രാസംഗികനാണ്. പക്ഷെ ഉരുണ്ടുകളി ഒരുപാട് സ്ഥലത്ത് ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഇപ്പോ ഇന്നലെ പ്രസക്തമായിട്ടൊരു മറുപടി ജബ്ബാർ മാഷ് പറഞ്ഞത് എന്താ വെച്ചാൽ, ഏറ്റവും കൂടുതൽ ഖുർആനിലുള്ള ഒരു വാചകം എന്ന് പറയുന്നത് ഇത് പണ്ഡിതന്മാർക്കിടയിൽ ഇതിൽ തർക്കമുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൽ അദ്ദേഹം ആദ്യം പറയുന്നത് എന്താ വെച്ചാൽ, അത് ഖുർആൻ ചിന്തിക്കാനാണ് പ്രേരിപ്പിക്കുന്നത്. പക്ഷെ അതുകൊണ്ടാണ് ഇതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത് ഇടയിൽ പറയാൻ ശ്രമിച്ചു. പക്ഷെ പിന്നീട് അത് പറയുമ്പോ എന്താ പറയുന്നത് വെച്ചാല്, അങ്ങനെ ഓരോരുത്തർ തോന്നുന്ന രീതിയിൽ പറയേണ്ട കാര്യമല്ല ഖുർആൻ എന്ന് പിന്നീട് ഒരു സന്ദർഭത്തിൽ പറഞ്ഞു. അപ്പൊ ഉരുണ്ടുകളി ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട്. പക്ഷെ അതിവിദഗ്ധമായിട്ടുള്ള രീതിയിലുള്ള പ്രഭാഷണം ആയതുകൊണ്ട് പലർക്കും അത് സ്ട്രൈക്ക് ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോ ഈ രീതിയിൽ 2-3 സ്ഥലത്ത് ഉണ്ട് ഈ പറഞ്ഞ പോലെ. എന്തായാലും ഇന്നലെ ആ ഒരു മൊത്തത്തിലൊരു ആംബിയൻസ് നല്ല ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ആയിരുന്നു അല്ലേ?
തീർച്ചയായിട്ടും അത് മാതൃകാപരമാണ്. ഇപ്പൊ ഈ യുഎന്റെ സൈഡിലായാലും ഞാൻ ഈ അബ്ദുള്ള അബ്ബാസിനെ നേരിട്ട് കണ്ട് സംസാരിക്കുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം, അദ്ദേഹത്തിന്റെ ആശയങ്ങളായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, പക്ഷെ അദ്ദേഹം നല്ലൊരു പ്രാസംഗികനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അത് കണ്ട് എക്സ്പ്രസ് ചെയ്തു അദ്ദേഹത്തിന്റെ അടുത്ത്. അതൊക്കെ ഉണ്ട്, അതൊന്നും നമ്മളില്ലാന്ന് പറഞ്ഞത്. പക്ഷെ എത്ര വലിയ പ്രസംഗകനായ ആണ് എങ്കിലും മണ്ടത്തരം പറയുമ്പോൾ അത് പ്രശ്നമാണല്ലോ. അതെ, പക്ഷെ ആ ഒരു കോൺഫറൻസിന്റെ ഇടയിൽ അത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ആ സ്റ്റേജൊക്കെ പിടിച്ച് കുലിക്കാൻ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ടല്ലോ. അപ്പൊ പറഞ്ഞ ഒരു എന്റെ ഒരു വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന്. സ്റ്റേജ് കുലിക്കോ? അല്ല, അദ്ദേഹത്തിന് ഇന്നലെ റോൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ, അതും പഴയ ചോദ്യം. അത് ഇറലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതൊന്നും അത് വിശ്വാസികൾക്ക് ചിലപ്പോൾ പിടിച്ചു കുലിക്കിയതായിട്ടൊക്കെ തോന്നും. പക്ഷെ ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ഒരു ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ അതിനല്ലേ കൂടുതൽ റെലവൻസ്. എന്ന് പറയുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു കോൺഫറൻസ് നടത്തിയിരുന്നല്ലോ, അതില് പറഞ്ഞൊരു പ്രസംഗം ഞാൻ കണ്ടായിരുന്നു. എന്താണ്? അപ്പൊ ഞാൻ അത് ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. അല്ല, ആശയങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഈ പറഞ്ഞ മാതിരി വളരെ ഇതായിട്ട് എനിക്ക് അതിൽ ഓർമ്മ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രൈക്കിംഗ് ആയ കാര്യം ഞാൻ എടുത്തു കണ്ടത് നമ്മളെ രാഹുൽ ഈശ്വർ വന്നിരുന്നല്ലോ ഞങ്ങളുടെ ലൈവില്. അപ്പൊ അതിൽ രാഹുൽ ഈശ്വർ പറയാൻ ശ്രമിച്ച സാധനം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും ഒരുപോലെയാണ്, നല്ലതും ചീത്തതും ഉണ്ട് എന്ന് പറയുന്ന സാധനത്തിനായിട്ട് ബന്ധപ്പെടുത്തി ഒരു സാധനം കണ്ടു അതില്. ഇസ്ലാമിൽ എടുക്കുന്ന സാധനമല്ലല്ലോ. അല്ലല്ല, അതിൽ ഇദ്ദേഹം പറഞ്ഞ എന്താണ്, സർവമത സത്യവാദം എന്ന് പറയുന്നത് വലിയ പാപമാണ്. എല്ലാ മതങ്ങളും ഒരേ വ്യത്യസ്തമായ പുഴകൾ പോലെ ഒരു കടലിൽ വന്ന് ലയിക്കുന്നു എന്ന് പറയുന്നത് പാപമാണ് ഹദീസ് വെച്ചിട്ട് പറയുന്നുണ്ടേ. അപ്പൊ ആ എക്സ്പ്രസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പിടിച്ചു കുലുക്കുക എന്ന് പറയുമ്പോ അത് ഈ കുഴപ്പം പിടിച്ച സാധനല്ലേ പറയണേ. അതെ, പക്ഷെ വിശ്വാസികൾക്ക് കാണുമ്പോൾ എന്തായിരിക്കും, അത് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് ബലിപ്പിക്കണ്ടേ. അതെ, ഇത് എനിക്കുള്ള മറുപടി അല്ലല്ലോ, അത് രാഹുൽ ഈശ്വറിനുള്ള മറുപടി അല്ലേ? അതെ തീർച്ചയായും. ഞാൻ താങ്കൾ എന്താണ് പിടിച്ച് കുലുക്കിയതെന്ന് ചോദിച്ചപ്പോ ഞാൻ ഓർത്തെടുത്ത ഒരു സംഭവമാണ്. എന്തായാലും കുലുങ്ങുന്ന സ്റ്റേജിന്റെ ഭാഗത്തേക്കൊന്നും പോണ്ട. അതല്ല, അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് എക്സ്പ്രസ് ചെയ്തു. പക്ഷെ ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് വേറൊരു രീതിയിൽ മറ്റേ അയ്യൂബ് മൗലവിന്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്. കാരണം അയ്യൂബ് മൗലവിയോട് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് വിശ്വാസത്തിലേക്ക് മടങ്ങി എന്ന് പറയുമ്പോ അദ്ദേഹം പറയുന്നത് ഇതിനായിട്ട് ബന്ധപ്പെട്ടതല്ലോ, അത് ചോദിക്കാനുള്ളൊരു മാന്യത ഉണ്ടാവണം. അല്ല, അത് ആ ചോദ്യമല്ല, ചോദിച്ച ചോദ്യം വളരെ ക്ലിയർ ആണ്. അതായത് വിശ്വാസി ആയിരുന്ന സമയത്ത് ഇപ്പോൾ പറയുന്നതും വിശ്വാസി അല്ലാതെ ഇരുന്ന സമയത്ത് പറയുന്ന ഒരു വ്യത്യാസം, അത് ഇദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മളിവിടെ വീഡിയോ പ്ലേ ചെയ്ത പോലെ ഈ മഴമേഘങ്ങൾ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഈ സ്വത്തവകാശം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പറയുമ്പോൾ അതിൽ കാതലായ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് മഴ പെയ്യുന്നത്, ഇതാണ് ചോദിച്ചത്. അത് പുള്ളി അവിടെ ഫ്രസ്ട്രേറ്റഡ് ആയി. അവിടെ ചോദ്യം ചോദിച്ച ആളെ അത് തെറ്റാണ്, ചോദിച്ചത് മോശമാണെന്ന് പറഞ്ഞിട്ട് ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അത് തെറ്റാണ്. അല്ല, അങ്ങനെ നോക്കുമ്പോ അബ്ദുള്ള അബ്ബാസ് ചോദിച്ച ചോദ്യവും 4 കൊല്ലം മുമ്പേ അക്ബർ സാഹിബിന്റെ ഇതിൽ ചോദിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് വേറെ സംഭവമാണ് ചോദിച്ചത്. അപ്പൊ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഒരു വലിയ സംഭവമൊന്നുമല്ല. അതൊക്കെ ചെറിയ ചീള് കേസ്. ഇത് ബോധമില്ലാത്ത ആളുകൾ ചോദിക്കാൻ വേണ്ടാവുന്ന കാര്യങ്ങളാണ്. എന്തായാലും വിളിച്ചാൽ സന്തോഷം. അടുത്ത ആളേക്ക് പോട്ടെ. ഓക്കെ, ആരാ ഷാൻ വിളിക്കുന്നു എന്ന് പറയുന്നത്? വേം വിളി. ഒരു കോള്. ഹലോ. യെസ്, പറയൂ, ആരാണ്? പേര് വേണ്ട, പേര് പറയൂ. സോറി സാർ. വിശ്വാസിയാണ്? എന്നാ വിട്ടു, പറയൂ. അപ്പൊ ഞാൻ ഇന്നലെ പരിപാടി കണ്ടതിനെ കുറിച്ച് പറയാന്ന് വെച്ചാല് ശരിക്കും അയ്യൂബ് മൗലവി അവിടെ കിടന്ന് പരുങ്ങുന്നതായിട്ടാണ് കണ്ടത്. വിശ്വാസികള് കൂടെ വന്നിട്ട് ലൈവ് കാണുമ്പോ അവരുടെ മുഖത്ത് കണ്ട ഒരു ഭാവം എങ്ങനെയാന്ന് വെച്ചാല്, ഇതിപ്പോ ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി ഇത്രമാത്രം മുൻകൈ എടുത്ത് നിൽക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി അവർക്ക്. അവരുടെ മുഖഭാവം. ഓ ശരി, അത് ഫോട്ടോ എടുക്കണ്ടായിരുന്നു മൊത്തത്തിൽ. അതെങ്ങനെ പറ്റും? അല്ല, മൊത്തത്തില് നോക്കുമ്പോ എന്താ പറയാ, ജബ്ബാർ മാഷ് ഇത്ര വയ്യെങ്കിലും നന്നായി ആക്റ്റീവോടുകൂടി കാര്യങ്ങൾ നന്നായി അവതരിപ്പിച്ചു. അപ്പൊ താങ്കൾ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ ലൈവ് കണ്ട കാര്യം പറഞ്ഞത്. ഓ ഓക്കെ, ശരി. അപ്പൊ എന്തായാലും സന്തോഷം ഷെയർ ചെയ്തതിന്. ഓക്കെ, താങ്ക് യു, ബൈ.
യെസ്, വിളിക്കൂ. അടുത്ത ആൾ ഷാൻ വിളിക്കുന്നു എന്ന് പറയുന്നു. ഷാൻ്റെ വിളി ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ പറയൂ, അല്ല വിളിക്കൂ. ഇല്ലെങ്കിൽ നമ്മൾ ഒരു 7 മിനിറ്റ് കൂടി ഉണ്ട്, അതിൽ നമ്മൾ അവസാനിപ്പിക്കുന്നതാണ്. സോ ദ ലൈവ് ഈസ് ഗോണ എൻഡ് ഇൻ 7 minutes. ഓക്കെ, 12:30 തീരും. ഇനി 6 മിനിറ്റ് കൂടിയുണ്ട്. അപ്പോൾ വിളിച്ചോളൂ. കോളുകൾ പോരട്ടെ. അലി, യെസ് പറയൂ. ഹലോ ആരിഫ്. പേര്? നമ്മളത് എനിക്ക് തോന്നുന്നു ഞാനത് 4ാമത്തെ പ്രാവശ്യമാണ് നിങ്ങളെ വിളിക്കുന്നത്. നമ്മൾ 2-3 വിഷയത്തിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഒന്ന് ആയിഷ, മറ്റൊന്ന് റസ്വന്ത്, മറ്റൊന്ന് അബു സുഹൈൽ എന്ന് പറയും. അബു സുഹൈൽ, പറയൂ. ഇപ്പോ നിങ്ങൾ വേറൊരു സംഭവം പറഞ്ഞത് ഹഫ്സയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം, ഹഫ്സ മാരിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇത് സോഴ്സിൽ നിന്നാണോ പഠിക്കുന്നത്? ഞാൻ ഉസ്താദ് പഠിപ്പിച്ച കാര്യം പറയുന്നത്. ഉസ്താദൊന്നും പഠിപ്പിക്കാറില്ലല്ലോ ഇത്. ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അതിന്റെ കുഴപ്പമില്ല. എത്രാം ക്ലാസ്സിലാണ് ഉസ്താദ് എന്നെ പഠിപ്പിക്കണ? മദ്രസ തന്നെ വേണമെന്നുണ്ടോ? നിങ്ങൾ വയല് പറയുമ്പോൾ ഉസ്താദ് പറയില്ലേ? അത് ഉസ്താദ് പറയണല്ലേ? അല്ല, ഇത് ഒരു ഉസ്താദ് വയല് പറയുന്ന ഉസ്താദ് പറഞ്ഞാൽ അത് ഉസ്താദ് പറഞ്ഞതാണോ അല്ലേ? അതാണ് ചോദിക്കുന്നത്. വയല് പറയുന്ന ഉസ്താദ് പറയുമ്പോൾ അത് ഉസ്താദ് പറഞ്ഞത് ഇസ്ലാമിലെ കാര്യം ആയിരിക്കുമ്പോൾ അതിന് എനിക്ക് തള്ളേണ്ട കാര്യം എന്താ ഉള്ളത്? ഞാനൊന്ന് പറയുന്നത് കേൾക്കൂ. നിങ്ങള് മദ്രസയിലെ കാര്യം ചോദിച്ചല്ലോ, മദ്രസയിലല്ലാതെയും അത് പറയാലോ. അല്ലത് ഒരു ഉസ്താദ്മാർ ഇത് പറയാറില്ല. അത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഉസ്താദ്മാർ പറയണത്. നിങ്ങൾക്ക് കേൾക്കണോ? ഉസ്താദ് പറയണത് റഫീഖ് സലഫി പറയുന്നുണ്ട്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് അദ്ദേഹം പറഞ്ഞിട്ട് അത് കള്ളക്കഥയാണെന്ന് പറയുന്നുണ്ടാവും. കള്ളക്കഥയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അത് നിങ്ങളുടെ വിഷ്ഫുൾ തിങ്കിങ് ആണ്. അത് നിങ്ങൾ വീട്ടിലിട്ട് അലക്കിയാൽ മതി, ഇവിടെ എടുക്കണ്ട. കള്ളക്കഥയല്ലെന്നേ, അത് റഫീഖ് സലഫി അത് കാര്യമായിട്ട് പറയുന്ന കഥ നിങ്ങൾ പോയി കേൾക്കൂന്നേ. നിങ്ങളത് നിങ്ങളുടെ വിഷ്ഫുൾ തിങ്കിങ് റഫീഖ് സലഫിയുടെ അണ്ണാക്കിലേക്ക് വെച്ചു കൊടുക്കുന്നത് എന്തിനാ? റഫീഖ് സലഫി എന്താ പറഞ്ഞതെന്ന് കേട്ട് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധവും വിവരമൊക്കെ എനിക്കുണ്ട്. ഒന്നില്ലെങ്കിൽ ഞാനും ഒരു പ്രബുദ്ധ മലയാളിയല്ലേ? ഓക്കെ, അതൊക്കെ കേട്ടാൽ മനസ്സിലാക്കാനുള്ള അത്യാവശ്യം ബോധമൊക്കെ നമുക്കുണ്ട്. അപ്പൊ റഫീഖ് സലഫി പറയുന്ന കാര്യം നമ്മളിവിടെ കേൾക്കും, കേട്ടിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇത് കട്ട് ചെയ്ത് ഇടുമ്പോ നമുക്ക് അവിടെ കേൾപ്പിക്കാം. പറഞ്ഞിട്ടുണ്ടെന്നേ, നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞെങ്ങനെ ശരിയാവുക? അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിത് ഇവിടെ വീഡിയോ തന്നത് നമ്മുടെ കയ്യിലില്ലേ? വീഡിയോ ഇവിടെ കയ്യിലുണ്ടല്ലോ. എന്തിനാണ് സൗദി വരെ പോകണം? സൗദിയിൽ പോകേണ്ട കാര്യമൊന്നുമില്ലെന്നേ. വീഡിയോ ഇവിടെ ഉള്ളപ്പോ എന്തിനാ സൗദി പോകണത്? നിങ്ങൾ കേൾക്കാത്ത എന്റെ കുഴപ്പമില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ വിളിച്ച കാര്യം എന്താന്ന് പറയൂ. നവീനെയും എല്ലാരും നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കള്ളക്കഥയാണ്. അത് ഹദീസിൽ സഹിഹായ ഹദീസായിട്ട് റിപ്പോർട്ട് ചെയ്തു വന്നിട്ടുള്ള സംഗതിയാണ്. അത് അവിടെ നമ്മൾ പറയും. എനിക്ക് വേണ്ട. നിങ്ങൾ പോയിട്ട് റഫീഖ് സലഫീനെ തെളിയിക്ക് അത് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ തരാം. പോയി പറയൂ, അത് സാധിക്കും. നിങ്ങൾക്ക് ഞാൻ 2 ലക്ഷം രൂപ തരാം. നിങ്ങൾ പോയി റഫീഖ് സലഫിയെ കൊണ്ട് അത് തെറ്റായ കഥയാണെന്ന് സമ്മതിപ്പിച്ചാൽ ഞാൻ 2 ലക്ഷം രൂപ തരാം. റഫീഖ് സലഫിയെ കൊണ്ട് അത് തെറ്റാണെന്ന് തെളിയിച്ചാൽ ഞാൻ 2 ലക്ഷം രൂപ തരും. ഇതാണ് എന്റെ ചാലഞ്ച്. ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ? ഇല്ലേ? അന്നാ പോയി ഏറ്റെടുത്തിട്ട് വാ. ഏറ്റെടുത്തിട്ട് പുള്ളിയെ കൊണ്ട് അത് തെറ്റാണ് എന്ന് സമ്മതിപ്പിച്ച് വരൂ. ഈ വീഡിയോ ഞാൻ പറഞ്ഞത് ഇത് തെറ്റാണെന്നാണ് എന്ന് ആളെ കൊണ്ട് സമ്മതിപ്പിച്ചാൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ തരും. ഞാൻ കലിമേൻ ചൊല്ലും. ഓക്കെ, ഞാൻ കലിമേൻ ചൊല്ലും. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ ഇനി എന്താ വേണ്ടേ? അല്ല, ചോദിക്കുന്നതിന് മറുപടി എന്താണ് സമ്മതിപ്പിക്കേണ്ടത് പറയൂ. ആ പറഞ്ഞ കഥ തെറ്റാണ്, അങ്ങനെ ഒരു സംഗതി ഇല്ല, ഞാൻ പറഞ്ഞത് അബദ്ധമായിരുന്നു എന്ന് റഫീഖ് സലഫിയെ കൊണ്ട് സമ്മതിപ്പിക്കുക പറ്റുമോ? എനിക്ക് പറ്റും. അന്നാ പോയിട്ട് ചെയ്തിട്ട് വരൂ. അതിന്റെ വീഡിയോ എനിക്ക് എടുത്ത് അയച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് പറയുന്ന പൈസ തരും. 2 ലക്ഷം രൂപ അത് ഇവിടെ തരും. 2 ലക്ഷം രൂപ ഇവിടെ തരും. 2 ലക്ഷം രൂപ തയ്യാറാക്കി വെക്കും. 2 ലക്ഷം രൂപ ഇവിടെ ഇപ്പൊ തന്നെ തയ്യാറാണ്. നിങ്ങൾ പോയി പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് വരും. ഓക്കെ, ഒരു കാര്യം കൂടെ പറയട്ടെ. ഒരു കാര്യം, നിങ്ങൾ ഇവിടെ ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളും ലിസ്റ്റ് ഇട്ട് ഇവിടെ ചർച്ച ചെയ്യാൻ, ഞാനുമായിട്ട് ചർച്ച ചെയ്യാൻ, ലൈവിൽ ചർച്ച ചെയ്യാൻ നിങ്ങൾ താല്പര്യമുണ്ടോ? നമുക്ക് ചെയ്യാലോ. നിങ്ങൾ ഈ മെഴുകൽ നമ്മൾ എടുക്കൂല. ഞാൻ മെഴുകുന്നില്ല, നിങ്ങൾ ഉസ്താദ് പറഞ്ഞ എടുക്കൂല, കിതാബിലുള്ളത് എടുക്കൂല, ഹദീസിലുള്ള എടുക്കില്ല. ആ പരിപാടി നിങ്ങൾ ഏത് വിഭാഗക്കാരനാണ്?
സുന്നിയാണോ മുജാഹിദാണോ? അവിടെ ഇരിക്കട്ടെ, അത് വിഭാഗം പറ്റൂലല്ലോ. അവിടെ ഇരിക്കട്ടെ. അല്ലല്ലോ, 73 വിഭാഗം ഉണ്ടെന്നാണ് മുഹമ്മദ് നബി പറഞ്ഞത്. നിങ്ങൾ അതിൽ ഏതിൽ പെടുന്നതാ? അതിൽ ഒരു വിഭാഗം, പിഴയ്ക്കാത്ത വിഭാഗം ഏതാണത്? അഹ്ലുസുന്ന. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ഏതാണ്? നിങ്ങൾ സുന്നിയാണോ മുജാഹിദാണോ എന്ന് പറയും. ബാക്കിയൊക്കെ ഓരോ സംഘടനകളെ നിങ്ങൾ പറയൂ, ഏത് സംഘടനയാണ് നിങ്ങൾ പറയൂ. സംഘടനയായിട്ട് ഒരു നിങ്ങൾ പറയൂ, നിങ്ങൾ സുന്നിയാണോ, ഇ കെ ആണോ, എ പി ആണോ, മുജാഹിദാണോ, ഖാദിയാനിയാണോ, സൂഫിയാണോ, ഏതാണെന്ന് പറയും. ഞാൻ അഹ്ലുസുന്ന വൽ ജമാഅ. നിങ്ങൾ സുന്നിയാണോ, ജമാഅത്തിയാണോ, തബ്ലീഗ് ആണോ, ആരാണെന്ന് പറയും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? സുന്നിയാണോ, ജമാഅത്തിയാണോ, ഷിയ ആണോ, ഏതാണ് നിങ്ങൾ പറയും. യഥാർത്ഥ സുന്നിയാണ്. കേരളത്തിലെ ഇ കെ ആണോ, എ പി ആണോ? സമസ്ത സുന്നി അല്ലെന്ന് പറഞ്ഞല്ലോ. സമസ്ത സുന്നി അല്ലെങ്കിൽ പിന്നെ ഏത് സുന്നിയാണ്? അഹ്ലുസുന്ന വൽ ജമാഅ. നിങ്ങൾ ഏതാന്ന് പറയും. ജമാഅത്ത് ഇസ്ലാമിയാണോ, മുജാഹിദാണോ, വഹാബിയാണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എനിക്ക് മനസ്സിലായി. അതൊക്കെ നിങ്ങളെ തരികയുടെ കയ്യിലിരിക്കട്ടെ. നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയാണോ, മുജാഹിദാണോ, സഹോദര സലഫിയാണോ? നിങ്ങൾ സലഫിയാണോ? നിങ്ങൾ സലഫിയാണോ അല്ലേ? അത് പറയും. ഞാൻ പറയട്ടെ, നിങ്ങൾ സലഫിയാണോ അല്ലേ? നിങ്ങൾ സലഫിയാണോ അല്ലേ? അത് പറഞ്ഞിട്ട് മുന്നോട്ട്. നിങ്ങൾ സലഫിയാണോ അല്ലേ? നിങ്ങൾ സലഫിയാണോ അല്ലേ? സലഫിയാണോ അല്ലേ? എന്നിട്ട് ബാക്കി. നിങ്ങൾ സലഫിയാണോ അല്ലേ എന്ന് പറയും, എന്നിട്ട് ബാക്കി. സലഫിയാണ്. ഓക്കെ, അപ്പോൾ ഏത് നാട്ടിലെ സലഫീനെയാ? നിങ്ങൾ ജിന്നൂരിയാണോ അതോ കബറൂരിയാണോ? ആരാണ് പറയൂ. ജിന്നൂരിയാണോ അതോ ജിന്നൂരാത്തവനാണോ? നിങ്ങൾ കൃത്യമായിട്ട് പറയൂ. നമുക്ക് സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാന്ന് എനിക്ക് അറിയണ്ടേ. വഴി കൂടെ പോണ ഏതെങ്കിലും വഴിപോക്കൻ കായനെ പിടിച്ചിട്ട് എനിക്ക് തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. സംഘടനയിൽ വർക്ക് ചെയ്യണ്ട. നിങ്ങൾ ഏത് സലഫീസാണ് ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടാണ്. സൗദി സലഫി ഉറപ്പാണല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യുന്ന കിതാബുകൾ ഏതൊക്കെയാണ്? അതിന്റെ ലിസ്റ്റ് എനിക്ക് അയച്ചാ. നിങ്ങൾ ഫോളോ ചെയ്യുന്ന കിതാബുകൾ ആരുടെയൊക്കെയാണ് പേര് എനിക്ക് അയച്ചു തരാം. നിങ്ങൾ ഫോളോ ചെയ്യുന്ന എനിക്ക് അയച്ചു തരാം. അതെനിക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലിസ്റ്റ് ചെയ്യണം. ഇപ്പൊ നമ്മള് ഇപ്പൊ ഹദീസ് എടുക്കുമ്പോൾ ഏതൊക്കെ ഹദീസ് നിങ്ങൾ എടുക്കും? ചരിത്രം എടുക്കുമ്പോൾ ഏതൊക്കെ ചരിത്രം നിങ്ങൾ എടുക്കും? നമ്മൾ സഹി ഹദീസ് എടുത്ത് വെച്ചിട്ടുമ്പോൾ അത് സഹി അല്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്. അതുകൊണ്ടാണ് നിങ്ങൾ ഹദീസ് തള്ളുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അതെ, സഹിയായ ഹദീസ്. ഇപ്പൊ ഹഫ്സയുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ അത് എടുക്കൂല എന്നാ പറഞ്ഞത്. ആ തരികട എടുക്കൂല. ആ തരികട എടുക്കില്ല. ആ തരികട ഇവിടെ ചെലവാവില്ല. പൊന്നുകോയ, ആ തരികട ഇവിടെ ചെലവാവില്ല. നിങ്ങൾ സഹിയായ ഹദീസ് എടുക്കുമെന്ന് പറയുകയും എന്നിട്ട് ഹഫ്സയുടെ മാര്യത്തിൽ കിബിത്തിയാനിട്ട് പൂശിയ കഥ പറയുമ്പോൾ ആ ഹദീസ് എടുക്കില്ല എന്നും പറയുമ്പോൾ അത് ശരിയാവില്ല. അത് കള്ളക്കഥയാണ്. നിങ്ങൾ പറഞ്ഞാൽ നടക്കില്ല. അത് സഹിയായ ഹദീസിൽ ഉള്ളതാണേ. അത് സഹിയായ ഹദീസിൽ ഉള്ളതാണേ. അത് നമ്മൾ ഇതാ പറഞ്ഞേ. നിങ്ങൾ എടുക്കുന്ന സഹിയായ ഹദീസിന്റെ ലിസ്റ്റ് എനിക്കിത് ആദ്യം, എന്നാ നമ്മൾ ബാക്കി. അപ്പൊ ഞാനൊരു സഹിയായ ഹദീസ് പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് എടുക്കാത്തത്? മാരിയത്തിൽ കിബിത്തിയെ ഹഫ്സയുടെ കട്ടിലിട്ട് പൂശിയ കഥ അത് ഹദീസിലുള്ളത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് സഹിയല്ല എന്ന് പറയുന്നു. അതെങ്ങനെ ശരിയാവുക? അതാ പറഞ്ഞേ. അത് സഹിയായ ഹദീസിൽ വന്നതാണെങ്കിൽ അത് നിങ്ങൾ സമ്മതിക്കണ്ടേ? അത് സഹിയായ ഹദീസാണല്ലോ. അത് സഹിയായ ഹദീസാണ് കോയ. അത് സഹിയായ ഹദീസാണ് കോയ. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യും. ഇദ്ദേഹം വിളിച്ചതുകൊണ്ട് നമുക്ക് ആ വീഡിയോ ഒന്നുകൂടി ഒന്ന് കണ്ടു കളയാം. ഇദ്ദേഹത്തിന്റെ ആ സനദിനകത്തുള്ള ഏതെങ്കിലും ഉപ്പാപ്പാന്റെ കാര്യമൊന്നും എനിക്കറിയണ്ട. അത് സഹി ഹദീസ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള സാധനമാണ്. ഇനി അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം, അത് നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങളും റഫീഖ് സലഫിയും പോയിട്ട് തീർക്കാം. ഓക്കെ, അത് എന്റെ പ്രശ്നമല്ല. നിങ്ങൾ റഫീഖ് സലഫിയുടെ അടുത്ത് പോയി പറയുന്നേ. റഫീഖ് സലഫിയുടെ അടുത്ത് പോയി പറയൂ. അത് നിങ്ങൾ റഫീഖ് സലഫിയുടെ അടുത്ത് പോയി പറയും. അത് എന്റെ അടുത്ത് വന്ന് തർക്കിക്കണം എന്തിനാണ്? റഫീഖ് സലഫി അത് വലിയ കഥയായിട്ട് പറയുന്നു. അത് വെച്ചുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു. അത് നമ്മളെടുത്ത് പറയുമ്പോൾ നമ്മളെടുത്ത് വന്നിട്ട് അത് തിരുത്താൻ പറയണത് എന്തിനാണ്? നിങ്ങൾ പോയി പറയേണ്ടത് അവിടെയല്ലേ, എന്റെ അടുത്തല്ലല്ലോ. അത് ഞാൻ എന്റെ കയ്യിലുണ്ടല്ലോ. ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരാമല്ലോ. നിങ്ങൾ എന്തിനാ വെറുതെ കഷ്ടപ്പെടണേ? നിങ്ങൾ കോയമാരെ ഞാൻ അങ്ങനെ കഷ്ടപ്പെടുത്താൻ പാടുണ്ടോ? നിങ്ങൾ പാവങ്ങളല്ലേ. നിങ്ങൾ ഹൃദയം കൊണ്ട് മാത്രം ചിന്തിക്കുന്ന വലിയ പ്രശ്നം നേരിടുന്ന ആളുകളല്ലേ. നിങ്ങളെ ഞാൻ അങ്ങനെ വിഷമിപ്പിക്കാൻ പാടുണ്ടോ? ശരിയാണോ? അപ്പൊ അതുകൊണ്ട് ഹദീസൊക്കെ ഞാൻ എടുത്തോളാം. നിങ്ങളുടെ ലിസ്റ്റ് എനിക്ക് തരാം. വീഡിയോ ഒക്കെ ഞാൻ എടുത്തോളാം. ഓക്കെ, നിങ്ങൾ ഫോളോ ചെയ്യുന്ന സഹിയായ ഹദീസിന്റെ ലിസ്റ്റ് എനിക്ക് തരാം. അതെ, അപ്പൊ അതെ, നമുക്ക് റഫീഖ് സലഫി പറയണമെന്ന് കേട്ട് കളയാം. റഫീഖ് സലഫി പ്രവാചകന് നിർബന്ധമായ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ആ ദിവസം സത്യത്തിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ദിവസമാണ്. പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ്.
ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത്. ഹഫ്സ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ തന്റെ അടിമ സ്ത്രീയുമായി ബന്ധത്തിലേർപ്പെട്ട വിവരം ഹഫ്സ റളിയല്ലാഹു അൻഹ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് നീരസം പ്രകടിപ്പിച്ചു. അവർ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, അത്തഫ്അലു ഹാദാ ഫീ ബൈതി ഫീ യൗമി, എന്റെ ദിവസത്തിലും എന്റെ വീട്ടിലും വെച്ചായിരുന്നു നബിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്. അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലക്ക് തന്നെ അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹാ ഹറാമുൻ അലയ്യ, എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല, ഞാനത് എനിക്ക് നിഷിദ്ധമാക്കി. എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല, നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തന്റെ ഭാര്യയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഹഫ്സ പറഞ്ഞില്ല നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് അവരുമായി വേശ്യാവൃത്തിയാണല്ലോ നടത്തിയത് എന്ന് പറഞ്ഞില്ല. അതല്ലെങ്കിൽ ഹഫ്സയല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഭാര്യ അത് പറഞ്ഞിട്ടില്ല, സ്വഹാബത്ത് പറഞ്ഞിട്ടില്ല, അനുചരന്മാര് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു പദം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂല. ഇത് തന്റെ ഭാര്യക്ക് അനിഷ്ടമാണ് എന്ന് മനസ്സിലായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ആ നിലപാടിനെ തിരുത്തി. വാനലോകത്ത് നിന്ന് ഭൂവനത്തിലേക്ക് വിശുദ്ധ ഖുർആനിൽ വചനം അവതരിപ്പിച്ചു. എടുത്ത് പരിശോധിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആനിലെ 66-ാം അധ്യായം സൂറത്തു തഹ്രീമിലെ യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക. അതുകൊണ്ടാണ് ഇമാം നബവി അറിയാമോ നിങ്ങളോട് ചോദിച്ചത്. ഓ പ്രവാചകരെ, ലിമ തുഹർരിമു, നിങ്ങൾ എന്തിനാണ് നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നത്? മാ അഹല്ലല്ലാഹു ലക, അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ കണ്ടോ അല്ലാഹു നിഷിദ്ധമാക്കിയതല്ല, അടിമയെ പൂശൽ അനുവദിച്ചതാണ്. നിങ്ങളുടെ തരികടയൊന്നും ഇവിടെ നടക്കില്ല, നിങ്ങളുടെ തരികടയൊന്നും ഇവിടെ നടക്കില്ല കോയ, നിങ്ങളുടെ തരികടയൊന്നും ഇവിടെ നടക്കില്ല. നിങ്ങൾ ഒരു ഖുർആനിലെ ആയത്തിന്റെ ഒരു അവതരണ പശ്ചാത്തലം തന്നെയുള്ള ഒരു വിഷയത്തെ ആണ് ഇവിടെ തള്ളി പറയുന്നത്. അത് സഹിയായിട്ട് റിപ്പോർട്ട് ചെയ്ത സാധനം. അത് നിങ്ങൾ പോയി റഫീഖ് സലഫി ആയിട്ട് തർക്കിച്ചിട്ട് പുള്ളിയെ കൊണ്ട് അത് തള്ളി പറയിപ്പിച്ചാൽ ഞാൻ നിങ്ങൾക്ക് 2 ലക്ഷം രൂപയാണ് തരാൻ പോകുന്നത്. 2 lakh ഇന്ത്യൻ റുപ്പി. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ ചെല്ലു എനിക്ക് കിടന്നു തുടങ്ങാം, എനിക്ക് രാവിലെ ജോലിക്ക് പോകേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ പോയി റഫീഖ് സലഫിയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുക, പോയി തപ്പിപ്പിടിക്കുക. നിങ്ങൾ ഇത്രയും സാധനങ്ങളൊക്കെ തപ്പിപ്പിടിക്കുന്ന ആളല്ല, ഞാൻ ഇവിടെ പ്ലേ ചെയ്തു, അത് വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടി, എന്നിട്ട് റഫീഖ് സലഫി കൊണ്ട് തിരുത്തിക്കുക. എന്നിട്ട് വന്നാൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ, 2 ലക്ഷം ഇന്ത്യൻ രൂപയാണ് ഇനാം. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ ഇത് ലൈവാണ്, ഇത് പബ്ലിഷ് ചെയ്യേണ്ട കാര്യമില്ല, ലൈവാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ചെല്ലു. ഇത് ലൈവാണ്, നിങ്ങളുടെ മെഴുകളൊക്കെ നീ വീട്ടിൽ. ഓക്കെ, ബൈ. യെസ്, ഇല്ലെങ്കിൽ വെക്കില്ല. ഓ അയ്യോ അറിയാതെ ബ്ലോക്കായിപ്പോയി, സോറി. ഞാൻ അൺബ്ലോക്ക് ചെയ്തോളാം കേട്ടോ. അപ്പോൾ ഇതാണ് കഥ, കേട്ടല്ലോ. അപ്പോൾ റഫീഖ് സലഫി നമുക്ക് പഠിപ്പിച്ചു തരുന്ന സാധനം വിശ്വാസികൾക്ക് ഇപ്പോൾ എടുത്ത പ്രശ്നമെന്ന് മനസ്സിലായപ്പോൾ അതിനിപ്പോൾ എങ്ങനെയൊക്കെ തള്ളണം. അപ്പോൾ ഏതായാലും ഞാൻ ആനമയിൽ ഒട്ടകത്തോട് പറഞ്ഞ് ആരിഫിന് ഉത്തരം തരുന്നും പറഞ്ഞാണ് പോയിരിക്കണം. അപ്പോൾ വരട്ടെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യം അപ്പം നോക്കാം. അപ്പോൾ ഏതായാലും ഇനി ഇവിടെ നീട്ടുന്നില്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഒരു എത്ര മണിക്കൂറായി? 2 മണിക്കൂറായി. എനിക്ക് വിശക്കുന്നുമുണ്ട്. എന്തായാലും ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങണം. സാധാരണ കുറയ്ക്കാൻ എന്തെങ്കിലും ഇവിടെയൊക്കെ കൊണ്ടുവെക്കുന്നതാണ്. അപ്പം ഞാൻ ഏത് നേരവും തീറ്റയാണ്. കാരണം ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ ആളുകൾ കാണുമ്പോൾ അതിനകത്ത് തിന്നുന്നതാണ് കാണുന്നത്. അപ്പോൾ അവർ വിചാരം ഞാൻ എപ്പോഴും തന്നെ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു മോശം ഹാബിറ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള ഒരു സാധനമായിട്ട് മാറുകയാണ്. സോ അത് നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മളിനി സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രമാണ് പന്നി അതുപോലുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തൽക്കാലം നമ്മളിവിടെ നിർത്തുന്നു. നമുക്കിന്ന് 2 കോയമാരെയാണ് കിട്ടിയത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചെയ്യാം. സോ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മളെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ട്, ഇവിടെ കറങ്ങി നടപ്പ് ഉണ്ട് എന്നാണ് നാസ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിനുള്ള ഓപ്ഷൻസ് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് കാണാം. നമ്മളുടെ ഒരു ബാക്കപ്പ് ചാനൽ ഹലോ ഫ്രീ തിങ്കർ എന്ന് പറഞ്ഞൊരു ചാനൽ അതുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് വീഡിയോ നമ്മളൊരു സുഹൃത്ത് വഴി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ പരമാവധി കണ്ട് പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് മതവിമർശനം എന്നതിനേക്കാൾ ഉപരി
ഈ ലോകത്തുള്ള നല്ല വീഡിയോസ്, നല്ല ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കോണ്ടൻറ്റുള്ള വീഡിയോസ്, അതിൻ്റെ ഒരു ചെറിയ പോർഷൻസ് നമ്മൾ അതിനകത്ത് അവതരിപ്പിച്ച് ബാക്കി വീഡിയോ നിങ്ങൾക്ക് മെയിൻ ചാനലിൽ പോയി കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു സാധനം അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു പരസ്യം, ഒരു സ്വതന്ത്ര ചിന്താ മേഖലയിൽ ഈ സയൻസ് പ്രൊമോഷന് ഒരു പരസ്യം കൊടുക്കുന്ന പരിപാടി, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അതവിടെ നിങ്ങൾക്ക് കാണാം, നല്ല വീഡിയോസ്, അത് സ്പെസിഫിക്കലി അതാണ് അവിടെ ഉണ്ടാവുക. പിന്നെ ഇതുകൂടാതെ ചില ലൈവ് സ്ട്രീംസ് ഒക്കെ ഉണ്ടാവും, ചില ക്ലബ് ഹൗസ് ഡിസ്കഷൻസ് അവിടെ വരാനുള്ള സാധ്യതയുണ്ട്, അതിനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില സംഗതികളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ഞാൻ വിടുതൽ നൽകുന്നു. ബാക്കി നമുക്ക് നാളെ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.